വെൽക്കം ഓൾ ടു KPH മാസ്റ്റർ ക്ലാസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് തരാനാണെങ്കിൽ നമ്മൾ ഈ ഇത് 3 hours ഉണ്ട്. അപ്പോൾ അത് റെക്കോർഡായിട്ട് എപ്പിസോഡായിട്ട് വരുന്നുണ്ട്. അതിനുള്ള എല്ലാ പ്രൊവിഷൻസ് ഉണ്ട്. സോ ദാറ്റ് ദിസ് വിൽ ബി റീച്ച് ടു മോർ പീപ്പിൾ. ഈ ഒരു ഇത് നമ്മുടെ വിസിബിലിറ്റി കുറവാണ് അറ്റ് ദിസ് ഹഡിൽ, ബട്ട് അവർ വിസിബിലിറ്റി ഈസ് ഓൺലൈൻ. സോ അത് നമ്മൾ ചെയ്യുന്നുണ്ട് മീഡിയ ത്രൂ. സോ ഐ ജസ്റ്റ് ക്വിക്ക്ലി ഹായ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ നമുക്ക്? ഓക്കെ ഹായ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ക്വിക്കായിട്ട് വാക്ക് ത്രൂ തരാം. സോ ഒരു 15 minutesോളം കുറച്ച് മാസ്റ്റർ ക്ലാസ് തള്ളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാനലാണ്. അപ്പോൾ അതിനുള്ള സീറ്റ്സാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ പല വെറൈറ്റി ഓഫ് പാനൽസ് നമ്മൾ ഹോസ്റ്റ് ചെയ്യും. ലാസ്റ്റ് മീറ്റപ്പ് വന്നവർക്ക് അറിയാൻ പറ്റും, നമ്മൾ ഒരു CTO പാനൽ, ഒരു എഞ്ചിനീയറിംഗ് പാനൽ, സെയിൽസ് പാനൽ, അങ്ങനെ മൾട്ടിപ്പിൾ പാനൽസ് നമ്മൾ മൾട്ടിപ്പിൾ പാനൽസ് ഹോസ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഇസ് ദ ഹോൾ തിങ്. അതാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ ഫോർ ദ ഇവൻറ്റ്. പിന്നെ പ്രൊഡക്റ്റ് ഡെമോസ് ഉണ്ട്. നമ്മുടെ ത്രൂ ഔട്ട് നമ്മളുടെ മീറ്റപ്പുകളിൽ ആക്റ്റീവ് ആയിട്ടുള്ളതും നമ്മൾ ഫിൽറ്റർ ഔട്ട് ചെയ്തിട്ടുള്ള സെലക്റ്റഡ് ഡെമോസ് ആണ്. അല്ലാത്ത ഡെമോസിനുള്ള സ്ലോട്ട് ഉണ്ടാവും ഇഫ് ടൈം ഡസ് നോട്ട് എക്സീഡ്. അപ്പോൾ ദാറ്റ്സ് സ്റ്റാർട്ടിങ്. സോ വെൽക്കം ടു KPH മാസ്റ്റർ ക്ലബ്സ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, kph.club ആണ്. ഒരു പുതിയ വെബ്സൈറ്റ് മേടിച്ചിട്ടുണ്ട്. സോ മേക്ക് ഷുവർ യു ചെക്ക് ദാറ്റ് ഔട്ട് ആസ് വെൽ. ഓക്കെ, സോ ഫസ്റ്റ് സ്ലൈഡ് ഫ്രം ദ ഹൗസ് ഓഫ് KPH. ഇത്രയും സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഇതൊരു ക്ലബ്, പോഡ്കാസ്റ്റ്, VC, kph.vc ചെക്ക് ഔട്ട് ചെയ്തുള്ളൂ എല്ലാവരും. kph.vc, യെസ്. പിന്നെ KPH ജോബ്സ്. ഈ 4 പ്രൊഡക്ട്സാണ് ഇപ്പോൾ KPHൻ്റെ അണ്ടറിലുള്ളത്. ദെൻ ദിസ് എ ക്വിക്ക് ഹിസ്റ്ററി. ബാക്ക് ഇൻ 2018, 2017 നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി ഒക്ടോബറിൽ. ദെൻ 2018 ഫസ്റ്റ് മീറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. അതും 15-member ടീം. ഇപ്പോൾ ജിജോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ബഞ്ച് ഓഫ് ലിയാസ് അല്ലെങ്കിൽ സലി അല്ലെങ്കിൽ ടോണി, ഇവരൊക്കെ ഓവർ ദ ജേർണി മീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ് ആണ്. സോ ദിസ് വാസ് ദ ഓൾഡസ്റ്റ് മീറ്റപ്പ് വി കുഡ് റിമെമ്പർ, 2018. സോ ടുഡേ നമ്മൾ എത്തിയിരിക്കുന്നത് ഇതാണ് സ്റ്റാറ്റസ്. The global products are being launched from Kerala, especially from our community. And പഠിച്ചോ? Okay. Then the innovations in open source, ഈ ഒരു കൈൻഡ് ഓഫ് സെക്ടേഴ്സാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. The quality of products has increased by marginal compared to any other. And current status is 3 to 4 products being launched from our community every month. Then this is the 7th year of KPH. We have had many meetups. Many people on our waiting list. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് ത്രൂ ആണ് കൂടുതൽ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. അതർവൈസ് വി വർ ലൈക്ക് എ വെരി സ്മോൾ നീഷ് വാട്സപ്പ് ഗ്രൂപ്പ്, മാക്സിമം 200 ആൾക്കാർ. ദാറ്റ് ഈസ് ദ ഹോൾ തിങ്. പിന്നെ നമ്മൾ ഗ്രോ ചെയ്തത് ഈ പോഡ്കാസ്റ്റ് ത്രൂ ആണ്. ആൻഡ് താങ്ക്സ് ടു ഷാൻ ആൻഡ് ടീം ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദാറ്റ് ആസ് വെൽ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ 1200 ആൾക്കാർ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്, ഹു വാണ്ട്സ് ടു ജോയിൻ അവർ മാഫിയ ഗ്രൂപ്പ്. So we will not add anyone. So that is another thing. So this is some of the categories we have seen and identified from our community. In കുറച്ച് candidates നമ്മൾ മീറ്റ് ചെയ്യും working on this category as well, and we have having a panel with them. ഇതാണ് ഇതിൻ്റെ സംഭവം. Okay. So this is the goal for 2030. This is an ambitious goal. This goal has been 2018 സ്ലൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും ഈ സെയിം തിങ്. Maybe ഇത്തിരി ബോൾഡാക്കി ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. ബട്ട് വി ഹാവ് ബീൻ ഓൾവേസ് വെരി ക്ലിയർ ഓഫ് where we want to head to, and this is the goal we have set out for ourselves. Suite of internet products from Kerala and best talent pool and 10+ products per month and 100+ profitable business doing few millions in revenue. So that's our ambitious goal, and we are on the pathway to get there, right? And this for the product hunt, ആർക്കും ഫെമിലിയർ അല്ലാത്ത ഓഡിയൻസിനാണെങ്കിൽ KPH stood for Kerala Product Hunt. But we are not longer associated with Product Hunt or anything, right? So we are an independent community from Product Hunt, but Product Hunt is one of the DNA part of it, where people come on launching activities there every week or every month. Bunch of products being launched from Kerala. So Product Hunt is a community where our community helps people out. Let's say Product Hunt ranking, you have to have upvotes, and if you are an active member and if you have built out a personal brand in a WhatsApp group, you could get at least 200-300 upvotes in a matter of 1 hour as you launch a product. So building your personal brand on WhatsApp group is very important, because ചുമ്മാ ഒരു പ്രൊഡക്റ്റ് പോയിട്ട് ലോഞ്ച് ചെയ്യുന്ന ദിവസം പോയിട്ട് കാര്യമില്ല. You have to build the network as you like anyway, right? So that is the one thing.
Then Kerala. So this is Kerala. This is the logo is still work in progress. Namukku logo or competition I know we have not been able to finalize, but we have I think around 80 plus different logos. The community through creative I but we are still working on a logo. So feel free to send more logos. That is the thing. So this is and the number is going increasing, and some of the products is slide and at the 18 I not updated it. I have an updated slide as well, so I'll share you that as well. Maybe from the top, what trends, buy me copy, web to desk, I don't know, market folks, Rapido. A lot of startups are still there. A lot of startups exited or expired or all these things happened. But some of the, you may remember some of the logos. Over the years, things has changed. Some of the current products which are updated list. Maybe some of you can recognize the logos and everything, right? So all are in different. Who can name all of them? AB Final Conversion, AB English Keyboard, Buy Me Coffee, Cookies, Chatwood, Final Apps, App Maker, Colo, Sepic, Correct Chat, Docket, Key Value, Soko, Micro Company. These are all products being launched from Kerala. All from KPH community is an interesting fact. Okay. So, clap. Yeah. So this is the need for community of, this has been our logo, and these are some of the things we have done. We have had meetups across cities in Kerala, outside Kerala, international. These are all events we hosted across the world. Every 2 months, we meet across the world. And we have a chaya gudi and paripada. That's the thing. So we have a chaya gudi and paripada here outside as well. This is a community we have been brewing for the last 7 years. And this is the first time we are making public appearance. We never, podcast is one of the media you may have seen us, but this is a bigger public appearance we have done for the last years. So yeah, some of the founders, like Jijo, how many of you know Buy Me Coffee? Buy Me Coffee is a product built from Calicut, Kozhikode. So it's like world-renowned product, and founder is Jijo. They are Buy Me Coffee. They are a YC founder as well. How many of you know Mufid? Mufid, yeah. So Mufid is a 21-year-old high school dropout who went on to become YC, youngest founders from Kerala. With a podcast and Mufid Mufid's KPH podcast. We'll find him about it. So yeah. Then Silesh is new Sepic. Sepic is how would you say? Soho. Soho. അല്ലെങ്കിൽ ഫ്രഷേഴ്സിലൂടെ 10th employee ഒക്കെയാണ് സോഹോ മാഫിയ ഫ്രഷേഴ്സ് മാഫിയ കേപിച്ച് മാഫിയ സോ ദാറ്റ് ഈസ് എ തിങ് Sajil, how many of you know micro company? Yes. It's a bootstrapped without raising funding, correct chat, Sajil. So they have a suite of products. They're known as micro company. Then Sally, how many of you know Sally? Shanas did a podcast as well, Sally, like app maker. They are converting Shopify sites into mobile apps. So basically KPH podcast in the first episode is with Sally, and I started my career. This is where I worked with as well. So Sally's work ethic is still with me as towards I run it. And Elias, how many of Elias? Elias fanboys, really? Okay, Elias, we have like Hopscotch CTO Andrew here. Andrew, one of the interesting thing is like chief minister in the meeting from our community. Yes, yeah. So he went on to meet Chief Minister of Kerala today. So quite good. Then in the launch, NG5. So some of the products we are launched recently are being portrayed here. Anant, Anwar, Cookies. Cookies is like a 5 million plus bootstrapped company from Kerala, Calicut. Yeah. This Henry. How many of you know Henry? Yeah, Henry Hisam is one of the active members from community as well. They're like doing really extremely well, right? These are some of the candidates. Arjun Pillai is here. Yeah. Yeah. Then there is Pranav, Jijo, all these people. Then there's a slot for you as well. Okay, there's a slot for you. Yeah. Some of the founders. There's a slot for you. Yeah. This is a Navneet Tooljet, EduBot. Yeah, you literally name. We have done episodes with almost all the founders. Yeah. Effectively, നമ്മൾ 5 കൊല്ലത്തുള്ള ആൾക്കാരെ നമ്മളിപ്പോൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നു. That is the whole thing. So, yeah, these are some of the happy moments. We do one of the things is every 2 months we meet, no matter where we are. COVID samayathu, this is how we catch up. We had a meetup or coffee. So we have everyone holding a glass, a cup with them, right? So that's how the community has been growing. Yeah, many more. These are some of the impacts we have been able to make through the products and to what we do, right? So, yeah.
Then this is the thing. These are some of the. These are all taken from the 2017 slides. When I was preparing this slide, I thought whether I should add more better slide, but I thought to remember those slides we had back then. A lot of things holds till true today. That's why I didn't remove any of it. Some of the slides. Yes, ഇത് ആണ് നമ്മുടെ മാസ്റ്റർ പീസ്. സോ ഇത് പ്ലേ ചെയ്യാൻ പറ്റുമോ? പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അയ്യോ ബാക്ക് പോയല്ലോ. So this is one of the things we usually play on all of our meetups since 2017. I don't think we have, but I will try to include in the YouTube video. Yeah. So play avanda. Vanda kuഴപ്പമില്ല. Ayyo. Okay. So yeah, that are the things. So I'll just quickly KPH stand for. These are some of the updates. I'm just quickly going through all the updates, all within the community. All are building great, extremely good products, all from our KPH community. That's how much the community has been. Yeah, a lot of things, a lot of interesting things. And that's it from my side. I think maximum 5-10 minutes ആണ് എൻ്റെ ഒരു പ്രൊഫഷൻ. I took myself. So masterclass. The masterclass is one of its kind. So how we will do masterclass is we'll have seats. Yeah, we'll have seats here. Masterclass into the first page. Yeah. Back first slide good. Yeah. അപ്പോൾ ഇതിൽ നമ്മൾ one of the interesting things we tried and which got a good response is spontaneous masterclass. Okay. So we'll try to bring some folks here from the audience and then have it over. So adilum multiple panels undu. It's not a single panel we are doing. We are doing on variety of topics. There could be a B2B startup, there could be someone trying to solve distribution, there could be a startup who's looking for sales, there's a startup who's looking for product management, design, be it anything. So this is a way we create content with the community. So that is another way to mention about this. So yeah, so we'll start with which one do you want to hear first? I'll ask the audience as well. The masterclass is all about people, so which one do you want to hear? First sales or sales launching product. Where are the how many of you want to hear product and launching? Okay. Then what else? Distribution? Yes. Where are the top panels വേണം? Okay. Okay. So let's start with maybe YC. YC is one of the thing, right, thing from community. Well, YC lolla korchu founders undu. We'll just start with that. Then we'll move through the other sectors, right? So Mufid from YC Asterisk. Then Abhilash. Then who else is YC here? YC. Are my Combinator founders undo? Yes. Okay. But quick ആയിട്ട് yeah. രണ്ട് മൈക്ക് ഉണ്ടോ? ഇല്ല. രണ്ട് മൈക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് കൊടുത്തോളൂ. ഇവിടെ ഉള്ള രണ്ട് എക്സെപ്ഷണൽ ഫൗണ്ടേഴ്സാണ്. വൺ മിസ്റ്റർ മുഫീദ്, റീസെൻറ്റ് വൈ കോമ്പിനേറ്റർ ബാച്ചിലുള്ള ഫൗണ്ടറാണ്. ആൻഡ് കേരളത്തിനുള്ള യങ്ങസ്റ്റ് YC ഫൗണ്ടറും കൂടിയാണ് മുഫീദ്. 21 year old. ബാക്കിയുള്ളത് ഹി വിൽ സേ. ദെൻ അഭിലാഷ് കാസ്റ്റിലുള്ള YC ഫൗണ്ടർ, YC 2022. അപ്പോൾ അതിൻ്റെ ഫൗണ്ടറാണ്. സോ ജസ്റ്റ് ടു ഗിവ് ഇൻട്രോ, maybe I'll just slightly ask questions to them. Okay. How did you get selected to YC? What was the process like? Quick ആയിട്ട് പറയുകയാണെങ്കിൽ. Yeah, so ഞങ്ങളുടെ കമ്പനി S24 സമ്മർ 24 ബാച്ചിലായിരുന്നു വൈ കോമ്പിനേറ്ററിൽ ആക്സെപ്റ്റൻസ് കിട്ടിയത്. ഞങ്ങൾ കമ്പനി തുടങ്ങിയത് ജനുവരിയിലാണ്. ടൈം ലൈൻ ഇങ്ങനെയാണ്. ജനുവരിയിൽ കമ്പനി തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ ഐഡിയ വൈ കോമ്പിനേറ്ററിൽ കയറണം എന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ലൈക്ക് ട്രാക്ഷനോ അതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ഇത് ട്രാക്ഷനോ റവന്യൂ അങ്ങനെ അത്ര ആക്ച്വലി വൈസിയിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കുറേയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഴ്സാണ് ഏറ്റവും വലിയ കാറ്റഗറി. ദെൻ ദ ഐഡിയ കംസ് ഇൻ ടു പ്ലേസ്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ലൈക്ക് ആകെ ട്രാക്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിക എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ചെയ്തിരുന്നു ആസ് എ ജോക്ക്. പക്ഷേ അത് നന്നായിട്ട് ലൈക്ക് വയറിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ വിത്ത് ദി ഐഡിയ വി അപ്ലൈ ടു YC. S24 ബാച്ചിന് അപ്ലൈ ചെയ്തു. ഡെഡ് ലൈൻ കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്തത്. ഡെഡ് ലൈൻ കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്തത്.
ദെൻ ലൈക്ക് ഞങ്ങൾക്ക് അങ്ങനെ അത്ര എക്സ്പെക്ടേഷൻസ് ഉണ്ടായില്ല, ബട്ട് വൈ കോമ്പിനേറ്റർ കയറാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതായിരുന്നു ലൈക്ക് ഇനീഷ്യൽ പ്ലാൻ. ദെൻ ബേസിക്കലി ആപ്ലിക്കേഷനിൽ കുറേയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ കുറച്ച് ക്ലാരിറ്റിയാണ് ഇമ്പോർട്ടൻസ്. ദെൻ വി ഗോട്ട് ദ ഇൻവൈറ്റ് ലൈക്ക് 1 week later ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടി ഇൻ്റർവ്യൂവിനുള്ള. ആവശ്യം 10 minutes ഇൻ്റർവ്യൂ, ക്വിക്ക് ഇൻ്റർവ്യൂ ആണ്. ഞങ്ങളുടെ 8 minutes ഇൻ്റർവ്യൂ കഴിഞ്ഞിരുന്നു. അവർ ലൈക്ക് ആ ബേസിക് ക്വസ്റ്റൻസ് ചോദിക്കും, ലൈക്ക് GTM സ്ട്രാറ്റജി അത് അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ചോദിക്കും. എല്ലാം പറഞ്ഞു. ദെൻ വിത്തിൻ ലൈക്ക് 2 days ഞങ്ങൾക്ക് അക്സെപ്റ്റൻസ് കിട്ടി. അപ്പോൾ ഞങ്ങൾ ഏർലിയസ്റ്റ് സെലക്ഷൻ ആയിരുന്നു. ഗ്രൂപ്പ് 1 S24 അക്സെപ്റ്റൻസ് കിട്ടി. അതാണ് ഇൻ ഷോർട്ട്. ഡീറ്റെയിൽഡ് ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ആപ്ലിക്കേഷൻ വൈസ് എനിത്തിങ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ദെൻ ഐ ജസ്റ്റ് പാസ് ഓൺ ടു. എൻ്റെ പേര് അഭിലാഷ്. ഞാൻ വിൻ്റർ 22 ബാച്ചിലൂടെയാണ് പോയത്. ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റൊക്കെ പകുതി ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. അതായത് ബേസിക്കലി നമ്മളൊരു ഡേറ്റ വെയർഹൗസ് പെർസ്പെക്റ്റീവിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ഡേറ്റ എഞ്ചിനീയേഴ്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാവരും തന്നെ ETL എന്നൊരു ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതായത് ടു മൂവ് ഡേറ്റ ഫ്രം ദെയർ ടൂൾസ് ടു ദ ഡേറ്റ വെയർഹൗസ്. സോ ദേ വർ ആസ്കിങ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ഡു യു ഹാവ് സംതിങ് ടു മൂവ് ഇറ്റ് ബാക്ക്. അതായത് ഒരു സിംപ്ലി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ആവറേജ് കമ്പനി ഒരു 60 to 70 ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡേറ്റ എല്ലാം തന്നെ കസ്റ്റമർ ഇൻഫർമേഷനാണ്, അത് സൈലോഡ് ആയിട്ട് എല്ലായിടത്തും കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും അതിന് ഇനി ഡേറ്റ വെയർഹൗസിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ഇറ്റ് ഈസ് ബിക്കമിങ് 7x ബെറ്റർ ദ ഇൻഫർമേഷൻ അബൌട്ട് ദ കസ്റ്റമർ. അപ്പോൾ ഓക്കെ. സോ ബേസിക്കലി അപ്പം ഇങ്ങനെ കസ്റ്റമർ റിക്വയർമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവർ തിരിച്ചു പോകുന്നൊരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അന്വേഷിച്ചപ്പം അതില്ലായിരുന്നു. സോ നമ്മളത് ഇത് ചെയ്തു, നമ്മളത് സ്റ്റാർട്ടഡ് ബിൽഡിങ് ദാറ്റ്. ആൻഡ് ദെൻ ലൈക്ക് അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് വൈസിക്ക് അപ്ലൈ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് വൈസിയിൽ ആ സമയത്ത് മേ ബി മൈറ്റ് നോട്ട് വർക്ക് നൗ. അപ്പോഴുള്ളൊരു ബേസിക്കലി ഫണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഒരു സാധനം പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൈസിയിൽ അന്ന് കയറാൻ എളുപ്പമായിരുന്നു. അതായത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വി മെയ്ഡ് അവർ പ്രൊഡക്റ്റ് ഓപ്പൺ സോഴ്സ്. എന്നിട്ട് നമ്മളൊരു ഓപ്പൺ സോഴ്സ് റിവേഴ്സ് ETL പ്ലാറ്റ്ഫോം എന്ന രീതിക്ക് പിച്ച് ചെയ്തു. ഡോൾട്ടൺ ആയിരുന്നു ഇൻ്റർവ്യൂ എടുത്തത്. അത് ആക്ച്വലി ഫോർ us ഐ തിങ്ക് ദർ വാസ് നോ വെയിറ്റിംഗ് പീരിയഡ്. ഇന്ന് 12 മണിക്ക് രാത്രി ഇൻ്റർവ്യൂ കഴിഞ്ഞു, രാവിലെ 5 മണിക്ക് ഡോൾട്ടൺ വിളിച്ചിട്ട് ERN എന്ന് പറഞ്ഞു. അതായിരുന്നു ഒരു ബേസിക് സ്റ്റോറി. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വിക്കായിട്ട് അവരുടെ ഒരു ഇത്. പിന്നെയുള്ളത് ഇപ്പോൾ വൈ കോമ്പിനേറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മുഫീദ് ഇസ് ബിൻ 3 months ആയിട്ടല്ലേ? അപ്പോൾ ഒരു ഡീറ്റെയിൽ പോഡ്കാസ്റ്റ് ഉണ്ട്, KPH പോഡ്കാസ്റ്റിൽ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആ ഒരു വീക്ക് ബൈ വീക്ക് പോയിട്ടുള്ള സ്റ്റോറി ഉണ്ട്. സോ ഹൗ ഈസ് ദ കറണ്ട് സ്റ്റേറ്റസ് സോ ഫാർ? കമ്പനി വൈസ് ആണോ അതോ? സോ YC ഒരു 3 month പ്രോഗ്രാമാണ്. ലൈക്ക് സമ്മറൈസ് ചെയ്യാം എന്താണ് വൈ കോമ്പിനേറ്റർ നടക്കുന്നത്. അപ്പോൾ വൈ കോമ്പിനേറ്റർ കയറി ഉടനെ തന്നെ ലൈക്ക് ഒരു ഫസ്റ്റ് മന്തിൽ കുറേ ഒരു ഫെമിലിയറൈസേഷൻ കൈൻഡ് ഓഫ് പീരീഡ് ആണ്. അപ്പോൾ ലൈക്ക് ബാക്കിയുള്ള ഫൗണ്ടേഴ്സിനെ മീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അവർ ഗ്രൂപ്പിലായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യും. അത് ഓൾറെഡി അവർ ചെയ്ത് വെക്കും. അപ്പോൾ ഓരോ സെക്ഷൻസ് ഉണ്ടാക്കി. ഞങ്ങൾ സെക്ഷൻ 1A എന്നൊരു സെക്ഷനിലായിരുന്നു. അതിൽ ഡെവ് ടൂൾസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡെവ് ടൂൾസ് ആയതുകൊണ്ട് ആ ഒരു കാറ്റഗറിയിലേക്ക് പെട്ടു. അത് അത്ര റെലവൻ്റ് അല്ല, കാരണം മിക്ക കമ്പനീസും വന്നുകൊണ്ട് തന്നെ ലൈക്ക് 4 to 5 times പിവറ്റ് ചെയ്യും. പക്ഷേ അവർ ആദ്യമേ ഒരു ഗ്രൂപ്പായിട്ട് സെക്ഷൻ വെക്കും. ദ റീസൺ വൈ, കാരണം 2 തരം ഓഫീസേഴ്സ് ഉണ്ട്. ഒരെണ്ണം പാർട്ട്നേഴ്സ് ആയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് പാർട്ണർ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ ഗ്രൂപ്പ് പാർട്ണർ ഡയാന ആയിരുന്നു. ഡയാനൊപ്പം ഡയാന ഇസ് ലൈക്ക് മോർ സ്പെഷ്യലൈസ്ഡ് ഇൻ ലൈക്ക് ഡെവ് ടൂൾസ് ബിക്കോസ് ഷി വാസ് ലൈക്ക് ദ CTO ഓഫ് ലൈക്ക് 90 labs പോക്കിമോൻ ഗോ ഡെവലപ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ റെലവൻ്റ് ആയിട്ടുള്ള യൂഷ്വലി 2 പാർട്ട്നേഴ്സ് ആയിരിക്കും. അവരൊപ്പം 1-to-1 ലൈക്ക് എവറി വീക്ക് ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ എവറി വീക്ക് ഗ്രൂപ്പ് ഓഫീസേഴ്സും കൂടെ ഉണ്ട്. അതാകുമ്പോൾ നമ്മുടെ സെക്ഷനിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് അവരുടെ പ്രോഗ്രസ്സും അവരുടെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ട്രാൻസ്ഫർ ഐഡിയാസ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. സെക്കൻഡ് മന്ത് ആകുമ്പോഴേക്കും മെല്ലെ ഹെക്റ്റിക് ഇങ്ങനെ കൂടി വരും. ആസ് ലൈക്ക് സെയിൽസിലേക്ക് കുറേ കൂടെ നോക്കുന്ന സമയത്ത് ഫൈനൽ മന്തിൽ ഡെമോ ഡേ ഉണ്ട്. അപ്പോൾ അതിൽ ലൈക്ക് മെയിൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 secondsനുള്ളിൽ നിങ്ങൾ പിച്ച് ചെയ്യണം. അതിനകത്ത് നിങ്ങളുടെ ട്രാക്ഷനും നിങ്ങളുടെ ടീമും എല്ലാ സെല്ലിംഗ് പോയിന്റും പെട്ടെന്ന് പറയണം. അപ്പോൾ ട്രാക്ഷൻ കൂട്ടാൻ വേണ്ടി അവസാനത്തെ മന്തിലായിരിക്കും കുറേയൊക്കെ സെയിൽസിനുള്ള എല്ലാ തലകുത്തി പറയുന്ന എല്ലാ ആക്ടിവിറ്റീസ് ഉണ്ടാവുക. അത് നമുക്ക് ബാക്കിയുള്ള ടീംസിൽ നിന്ന് അവർ ചെയ്യുന്ന സെയിൽസ് സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. വൈസിയിൽ കുറേയൊക്കെ നെറ്റ്വർക്കാണ് അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ്. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ അവരുടെ സപ്പോർട്ടും ഉണ്ട്, അല്ലെങ്കിൽ കോൺടാക്ട്സും. അതേപോലെ ഇപ്പോൾ സ്ട്രൈപ്പ് അതേപോലെ വൈ കോമ്പിനേറ്റർ കമ്പനീസ് ഇപ്പോൾ ഓപ്പൺ ആയാലും അവർക്കായിട്ട് സ്ലാക്ക് ചാനലൊക്കെ ഉണ്ടായിരിക്കും ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ലൈക്ക് ഡയറക്റ്റ് സപ്പോർട്ട് അവരുടെ എംപ്ലോയീസിനോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. ബിക്കോസ് ദേ ആർ ആൾസോ YC കമ്പനി. അപ്പോൾ അതാണ് വൈസിയുടെ പേർക്സ്. ദെൻ വൈസിക്ക് ഒരു സ്ലാക്ക് ചാനൽ ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവർക്കൊരു കമ്മ്യൂണിറ്റി ഈച്ച് ബാച്ചിന് സ്ലാക്ക് ചാനൽ ഉണ്ടായിരിക്കും. അതിനകത്ത് ലൈക്ക് ഇപ്പോഴും ആക്റ്റീവ് ആണ്. അപ്പോൾ ഒരു 3 months പ്രോഗ്രാം കഴിയുന്ന സമയത്ത് വി ആർ സ്റ്റിൽ കണക്റ്റഡ് വിത്ത് അവർ ബാച്ച് മേറ്റ്സ് വിത്ത് ലൈക്ക് എവറി അതർ കമ്പനി ഇൻ YC. ലൈക്ക് അതാണ് എൻ്റെ ഒരു കറണ്ട് സ്റ്റാറ്റസ് ഓഫ് YC. എനിക്കൊന്ന് പുള്ളിക്ക് എന്നെ കിട്ടി ബെറ്റർ ഇൻസൈറ്റ്സ് ഉണ്ട്. കാരണം നമ്മുടെ കേസിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ റിമോട്ടായിരുന്നു, ഓൺലൈൻ ബാച്ച് ആയിരുന്നു. അപ്പം ആക്ച്വലി വി മിസ്ഡ് ലോട്ട് ഓഫ് ഫൺ. ഐ മീൻ ലൈക്ക് നമ്മൾ ഉപ്പിലിട്ടതുപോലത്തെ പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇവർ ഫുൾ ടൈം ദേ ആർ മീറ്റിംഗ് പാർട്ട്നേഴ്സ്, ദേ ആർ മീറ്റിംഗ് പീപ്പിൾ. ലൈക്ക് വി വെർ ലൈക്ക് വൺസ് ഇൻ എ മന്ത് ലൈക്ക് ഈ പരിപാടിയെല്ലാം നമുക്കും ഉണ്ടായിരുന്നു. ആ സമയത്ത് മാത്രം നമ്മൾ ഓൺലൈൻ കയറുന്നു, ഇവരെയൊക്കെ കാണുന്നു, ബൈ പറഞ്ഞു ഇറങ്ങി പോരുന്നു. അത് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആക്ച്വലി ഇൻ ടേംസ് ഓഫ് വാല്യൂ ആസ് വെൽ ആസ് ഇൻ നെറ്റ്വർക്കിംഗ് നമുക്ക് വി മിസ്ഡ് എവറിത്തിങ്. ആ ടാഗ് മാത്രമേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ ഫോർ ദ കോണ്ടാക്ട്സ് കുറച്ചധികം ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും YC കമ്പനീസാണ് ഫ്രം കേരള. അപ്പോൾ ഇപ്പോൾ മുഫീദ് ആൻഡ് അഭിലാഷ് കാസിൽഡ് ആൻഡ് ആസ്ട്രിക്സ് റീസെൻറ്റ് YC ബാച്ചാണ്. 21-year-old റീസെൻറ്റ്. അത് വീണ്ടും പറയുന്നുണ്ട് ബിക്കോസ് ഇറ്റ്സ് എ ഇൻസ്പിറേഷണൽ സ്റ്റോറി ആസ് വെൽ. ഓൺ അവർ KPH പോഡ്കാസ്റ്റിന് യൂട്യൂബിൽ അടിച്ച് കാണാൻ പറ്റും. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. Another thing, last question, okay? Then I'll pass the question to the audience. Okay, then we'll have the next panel. Another structure, like I'm tracking time. So last question, okay. Okay, so ഈ YC പ്രോഗ്രാം നടക്കുന്നത് ഓഫ്ലൈൻ. പിന്നെ അഭിലാഷ് പിന്നെ സാൻ ഫ്രാൻസിസ്കോ പോയിട്ടുണ്ട് ലേറ്റർ ഓൺ. അപ്പോൾ ആ ഒരു സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞൊരു സിലിക്കൺ വാലി, ആ ഒരു ഇത് വാട്ട് ഡസ് ഇറ്റ് മേക്സ് എ ഡിഫറൻസ്? മേ ബി ഐ റിമെമ്പർ ബേസിക്കലി ഞാൻ അവിടെ പോയ സമയത്ത് ഐ വാസ് ക്രാഷിങ് അറ്റ് ദർ പ്ലേസ്. സോ ദീസ് ഗൈസ് വർ ലിറ്ററലി എന്താ പറയുക, ഹാക്ക് ചെയ്ത് ലിറ്ററലി ഓർ ദ വീക്കെൻഡ്സ് നമ്മൾ അടിച്ചു വിളിക്കാൻ പോകുമ്പോൾ ദേ വർ ലൈക്ക് സിറ്റിംഗ് ദർ ആൻഡ് കോഡിങ് തിങ്സ്. അപ്പോൾ ആ ഒരു ഇതിൽ എക്സ്ട്രീം ഹസ്ലിംഗ് ആയിരുന്നു when I was staying at the place. അപ്പോൾ ആ ഒരു സാൻ ഫ്രാൻസിസ്കോ രീതിയിലുള്ള സിലിക്കൺ വാലി രീതിയിലുള്ള വാട്ട് ചേഞ്ച്ഡ് ആസ് യു personally felt being there and working, building products from there? Yeah, so SFലെ crowd like ഭയങ്കര ഡിഫറെൻ്റ് ആണ്. I would say kind of Bangalore in a way. അതായത് എനർജി വൈസ് ലൈക്ക് സ്ഥലം ആക്ച്വലി ഒട്ടും ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ട. അതിൽ കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് സംഹൗ ഇറ്റ് ബിക്കെയിം ദ പ്ലേസ് ഫോർ സ്റ്റാർട്ടപ്സ്. പിന്നെ ലൈക്ക് YC ഫൗണ്ടേഴ്സ് എല്ലാവരും അവിടെയാണ്. ലൈക്ക് അങ്ങനെ ഒരു ലിറ്ററലി മാൻഡറ്ററി ആണ്. ലൈക്ക് SFലേക്ക് പോകണം, ആ ബാച്ച് അറ്റൻഡ് ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ അവിടെയുള്ള ഫൗണ്ടേഴ്സിൻ്റെ ഒരു എനർജി കൈൻഡ് ഓഫ് ആ ഒരു ഓറ ഭയങ്കര ലൈക്ക് കണ്ടീജിയസ് ആണ്. അപ്പോൾ അവരെല്ലാവരും ഭയങ്കര ഹസിലാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇവരൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളായിരിക്കും നമ്മളൊന്നും ചെയ്യുന്നില്ല ആ ഒരു കൈൻഡ് ഓഫ് ഫീഡ്ബാക്കാണ്. ബട്ട് ഐ വുഡ് സേ ലൈക്ക് ഓക്കെ കുറച്ച് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഉണ്ട്. അതിപ്പോൾ YCക്ക് പോകാൻ നിൽക്കുന്ന കുറേ പേര് ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കും, ഫ്യൂച്ചർ YC ബാച്ചിൽ പോകുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ കുറേയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ മിക്കവരും വർക്കഹോളിക്സ് ആണ്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു രീതി വരുന്നത്. പിന്നെ ലൈക്ക് YC എൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. ലൈക്ക് ബേരിയയിൽ നിന്ന് കഴിഞ്ഞാൽ ബേരിൽ നിൽക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ ദർ ഇസ് 2% ചാൻസ് ദാറ്റ് യു വുഡ് ആക്ച്വലി ബിക്കം ലൈക്ക് എ യൂണിക്കോൺ കമ്പനി. അപ്പോൾ അവർക്ക് അതിനുള്ള സ്റ്റാറ്റ്സ് ഉണ്ട്, ഡാറ്റ ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ അവരങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ SFൽ ടെക്നിക്കലി ഫണ്ണില്ല. അവിടെ ലൈക്ക് ഒരു വർക്കാണ് അവിടുത്തെ എൻ്റയർ തിങ്. ലൈക്ക് അവർക്ക് വർക്കാണ് ഫൺ. ലൈക്ക് അവർ ചെയ്യുന്ന മൊത്തം ലൈക്ക് 24 റീസെൻ്റ്ലി ഗ്രട്ടയിൽ എന്നൊരു കമ്പനി YC കമ്പനിയാണ്. റീസെൻ്റ്ലി ഒരു കോൺട്രവേഴ്സി വന്നിരുന്നു. പുള്ളി ഒരു ലൈക്ക് കുറച്ച് പൊസിഷൻസിന് ഹയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ലൈക്ക് യു വുഡ് ബി വർക്കിംഗ് ലൈക്ക് 24 hours a day ഫോർ ലൈക്ക് 120K പേ. അവിടെ ചുമ്മാ ഒരു ഫാൻ കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ സാലറി കിട്ടും. ദെൻ ലൈക്ക് യു ഹാവ് ടു വർക്ക് ലൈക്ക് 24 hours a day ആസ് വെൽ. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ഒരു കൾച്ചറാണ്. ഇച്ചിരി ഔട്ട് സൈഡ് ഇറ്റ്സ് എ ബിറ്റ് ടോക്സിക്, ബട്ട് അങ്ങനെയാണ് അവിടുത്തെ ആൾക്കാരുടെ കൈൻഡ് ഓഫ് ഒരു വൈബ്. അതർ ദാൻ ദാറ്റ് SFൽ നല്ല പൊറോട്ടയും ബീഫൊന്നും കിട്ടൂല. അപ്പോൾ മലയാളി ഫുഡൊന്നും കിട്ടില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ഫ്യൂച്ചർ YC പോകുന്ന ആൾക്കാരോട് അറിയാൻ വേണ്ടി പറഞ്ഞാൽ. പക്ഷേ ബാക്കിയെല്ലാം വർക്കിൻ്റെ ആസ്പെക്റ്റിൽ ലൈക്ക് യു വുഡ് വർക്ക് ദർ ലൈക്ക് മോർ ദാൻ ലൈക്ക് എനി അതർ പ്ലേസ്. കാരണം ആ ഒരു കണ്ടേജിയസ് എനർജിയാണ് ഉള്ളത്. പ്രധാനമായി മിസ് ചെയ്യാൻ പോകുന്നത് ഇതൊന്നുമല്ല, ചായ. ബാക്കി എല്ലാം നമുക്ക്, ഞാൻ സാനോസയിൽ പോയി പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചു ചെറിയ കാണാൻ പോയപ്പോൾ, പക്ഷേ അപ്പോഴും ചായ കിട്ടിയില്ല. ചായ ഈസ് എ ബിഗ് പ്രോബ്ലം ഇൻ SF. ഐ മീൻ ലൈക്ക് കോഫി കിട്ടും, യു വിൽ ഗെറ്റ് ദ ബെസ്റ്റ് കോഫീസ്, ബട്ട് ചായ ഈസ് എ പ്രോബ്ലം. നമുക്ക് ചായ അഡിക്ട്സ് ആണെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെ നല്ല ചായപ്പൊടിയുടെ കൊണ്ടുപോവുക. അതെ. I think that's all for the current panel, and they will be available after. There's a KPH corner on the side, so they'll be available for chaya and peripada. The chaya, okay. So the question now opens to the audience. I'll take 3 questions max, then we move to the audience. Who wants to ask question? Question ആർക്കില്ലേ? എന്നിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞോ? മേ ബി ആർക്കും ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, കണ്ടില്ല. ഓക്കെ, പറഞ്ഞോ, ചോദിച്ചോ. ഓക്കെ, YC സ്പെസിഫിക് ആയിട്ട് മേ ബി പറയാൻ പറ്റും. ഐ വുഡ് സേ ഓക്കെ, സംഭവം ഭയങ്കര സിമ്പിളാണ്. ക്രെഡൻഷ്യലിസം നന്നായിട്ട് പഠിക്കാൻ പറ്റും. അതായത് ബാക്ക്ഡ് ബൈ YC എന്നുള്ള ഒരു ബാഡ്ജ് എന്നെ കൈൻഡ് ഓഫ് ഒരു ഹ്യൂജ് പ്രിവിലേജ് ആണ്. ഐ മീൻ അതാണ് അതിൻ്റെ എൻ്റെ ഒരു പോയിന്റ്. ലൈക്ക് ഐ വിൽ ബി കംപ്ലീറ്റ്ലി ഓണസ്റ്റ്. ആ ഒരു പ്രസ്റ്റീജിയസ് ഫാക്ടർ അതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ YCയിൽ നമ്മളിപ്പോൾ YC അല്ലാതെ ഒരു റേസ് ചെയ്യാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് കമ്പനിയോ ഒന്നും ഇല്ലെങ്കിൽ റേസ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. പക്ഷേ ഇതിന് ഡെമോഡേയും അതേപോലെ അങ്ങനെ പക്ക ഓർഗനൈസ്ഡ് ഇവൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഡെമോഡേയിലും അതിന് മുന്നേ തന്നെ ആൾക്കാർ ഇങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്തിട്ട് ലൈക്ക് സീഡ് റൗണ്ട് റേസ് ചെയ്യാനോ എങ്ങനെയാണെങ്കിലും ആ ഒരു ബാഡ്ജ് കാരണം നമുക്കത് ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ അതായത് ലൈക്ക് ഔട്ട് സേ ഒരു ഫാസ്റ്റ് ട്രാക്ക് കുറേ കാര്യങ്ങളോട് പഠിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ഫേസ് എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇവർക്ക് YCക്ക്. അതിനകത്ത് കുറേ കാര്യങ്ങൾ ഓൾറെഡി അവർ എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് അവിടെ പോയി കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതിൽ അവർ YC കമ്പനീസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് സൈറ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ കുറേയൊക്കെ പിന്നെ നെറ്റ്വർക്ക് എഫക്ട്സ് ആണ്. ലൈക്ക് ബാക്കിയുള്ള ഒരു സെയിൽസ് ചെയ്യുന്ന ഒരു വഴി കാണുമ്പോൾ സമയത്ത് നമുക്ക് കുറേ വേറെ ഐഡിയാസ് കിട്ടും. ഞങ്ങളുടെ ബാച്ചിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഒരു 50% ഫ്രൈറ്റ് ഒപ്റ്റിമൈസേഷൻ കൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ടായിരുന്നു. 17-year-old ഫൗണ്ടർ. ആ പുള്ളി ലൈക്ക് 1.5 million ലൈക്ക് ARR ഒക്കെ പെട്ടെന്ന് അടിച്ചു. ലൈക്ക് ആ ഒരു സ്റ്റോറി ഉണ്ട്. അതായത് സെയിൽസിന് വേണ്ടി ഒരു ഹൈവേസ് ജാക്കറ്റ് ഇട്ടിട്ട് ഫെൻസ് ഒക്കെ ചാടിയിട്ടാണ് ട്രക്ക് കമ്പനീസിനോടൊക്കെ സംസാരിക്കാൻ പോയിരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ വൈൽഡ് സ്റ്റോറീസ് ഒക്കെ സെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അവിടെ ചില കുറേ നെറ്റ്വർക്ക് എഫക്ട്സ് എന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് YC. എഗ്രി വിത്ത് ദിസ്. ആക്ച്വലി ടാഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ കേസ് പറയുകയാണെങ്കിൽ വി ആക്ച്വലി പിവറ്റഡ് ബിഫോർ ഡെമോ ഡേ. പക്ഷേ ബൈ ദാറ്റ് ടൈം വി ആക്ച്വലി ഹാഡ് 60 ഇൻവെസ്റ്റർ മീറ്റിംഗ്സ് ഷെഡ്യൂൾഡ് ഓൾറെഡി ഈവൻ ബിഫോർ ഡെമോ ഡേ. അത് അവർക്കൊരു ഫോമും ഉണ്ട്. അതായത് ലൈക്ക് ഇഫ് യു ആർ നോട്ട് ടോക്കിംഗ് ടു എ YC കമ്പനി യു ആർ ഗോയിങ് ടു മിസ് ഔട്ട് ഓൺ സംതിങ് എന്നൊരു പേടി, കാര്യമൊന്നുമില്ല എങ്കിലും അവർക്ക് ആ പേടിയുണ്ട്. അപ്പോൾ നൗ ഇഫ് യു ആർ ഹാവിങ് എ ഗുഡ് പ്രൊഡക്റ്റ് യുവർ ചാൻസസ് ഓഫ് ലൈക്ക് ഗെറ്റിംഗ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ലൈക്ക് 100x ബെറ്റർ ദാൻ ലൈക്ക് അതേ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും വെച്ച് പുറത്ത് നിൽക്കുന്നതും കാട്ടി YCക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നെറ്റ്വർക്ക് എഫക്റ്റ് ഭയങ്കര ഭീകരമാണ്. എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആദ്യത്തെ 10-15 കസ്റ്റമേഴ്സ് അതിൻ്റെ അകത്തുനിന്ന് തന്നെ കിട്ടും, ആ ബാച്ചിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇഫ് യു ആർ മാർക്കറ്റിംഗ് ത്രൂ ലിങ്ക്ഡ്ഇൻ ഒരു കണക്ഷൻ റിക്വസ്റ്റ് ആർക്ക് അയച്ചാലും ഐ എം എ YC ഫൗണ്ടർ വുഡ് ലൈക്ക് ടു ബി കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ അക്സെപ്ഷൻ ഉറപ്പാണ്. വളരെ കുറച്ച് ആൾക്കാർ പിന്നെ അത് ഒന്ന് അത് കഴിഞ്ഞ് നമ്മൾ ഹായ് അടിച്ചാലും പിന്നെ നമുക്കൊരു സംസാരിക്കാനുണ്ട്. ലൈക്ക് ഇഫ് യു ആർ ആഡിങ് വാല്യൂ പർച്ചേസസ് സെയിൽസ് ഇസ് ഫോർ ലേറ്റർ. പക്ഷേ നമുക്കൊരു ആദ്യത്തെ ഒരു ഇൻട്രോയും അത് കഴിയുന്ന പോലെ ഒരു നെറ്റ്വർക്ക് എഫക്റ്റും ഉണ്ടാക്കാൻ ആ ടാഗ് എന്തായാലും ഹെൽപ്പ് ചെയ്യും. No, one question. So, ഇതിപ്പോൾ YC ചൂസ് ചെയ്തതിന് ശേഷമുള്ള ജേണിയാണ് നിങ്ങൾ കൂടുതലും പറഞ്ഞത്. ടു someone who is applying to YC, അവർ നോക്കുന്ന ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്താണ്? നിങ്ങളുടെ വിഷൻ ആവാം, ട്രാക്ഷൻ ആവാം. അത് I think first video. Anything else to add? സംഭവം ഞാൻ പോഡ്കാസ്റ്റ് പറഞ്ഞിരുന്നു ശരിയാ, പക്ഷെ കേൾക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും മേ ബി. ജസ്റ്റ് ഒരു സംഭവം എന്ന് വെച്ചാൽ YC അത് പുറത്തധികം പറയത്തില്ലെങ്കിലും ഫൗണ്ടേഴ്സാണ് അതിലെ മെയിൻ ഇക്വേഷൻ, ഐഡിയ അല്ല. കാരണം YCയിൽ കയറിയിട്ട് 4-5 പ്രാവശ്യം 4-5 പോട്ടെ 10 പ്രാവശ്യം പിവറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഐഡിയ ആക്ച്വലി അവർ അത്ര കെയർ ചെയ്യുന്നില്ല. ഓക്കെ, ഐഡിയയിൽ ആകെ കെയർ ചെയ്യുന്നത് എന്താ അറിയാമോ? ഇവിടെ നിങ്ങൾ ഊബർ ഫോർ കാറ്റ്സ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊരു നല്ല GTM സ്ട്രാറ്റജി ഉണ്ട്, സംഹൗ യു കെയിം അപ്പ് വിത്ത് വൺ. അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് ഭയങ്കര ഇമ്പ്രസീവ് ആണ്. നിങ്ങളൊരു ഐഡിയ വന്നിട്ട് അതെങ്ങനെ സെല്ല് ചെയ്യുമെന്ന് അവർക്ക് പറയാൻ പറ്റിക്കാൻ, ഭയങ്കര കൺവിക്ഷനോട് സംസാരിക്കാൻ പറ്റിക്കാൻ, ദാറ്റ്സ് ഗുഡ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഔട്ട് സേ ഫൗണ്ടേഴ്സാണ് അവർ ആക്ച്വലി നോക്കുന്നത്. എനിക്ക് വേറെ കാര്യം തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇഫ് യു ആർ എ ടെക് ഫൗണ്ടർ YC വാല്യൂ മോർ. ലൈക്ക് നമ്മുടെ കേസിൽ നമ്മൾ 3 പേരും ടെക് ഫൗണ്ടേഴ്സ് ആയിരുന്നു. വി ഓൾ കുഡ് കോഡ്. സംഹൗ അവർക്ക് ആ കോഡ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ചെറിയ മമതയുണ്ട്. ദാറ്റ്സ് എ ഫാക്ട്. എന്ന് വെച്ചാൽ ബേസിക്കലി ഇപ്പോൾ പലയിടത്തും ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയയും കൊണ്ട് വരുന്നവർക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ ചിലപ്പം പാടായിരിക്കും. പക്ഷേ ഇഫ് യു ആർ എ ടെക് ഫൗണ്ടർ ആ MVP നിങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഉള്ളത് ബാക്കി ഇറ്റ്സ് ഫോർ ലേറ്റർ. ബട്ട് ആ ഇനിഷ്യൽ സാധനം ഉണ്ടാക്കാൻ ഒരാളുടെ പുറകെ നടക്കേണ്ട ആവശ്യം വരില്ല. പിവറ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് സംഭവം എനിക്കത് തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ യുവർ ചാൻസസ് ആർ വെരി ഹൈ. കൂൾ. അപ്പോൾ ഈ പാനൽ കഴിഞ്ഞു. താങ്ക്സ്. നെക്സ്റ്റ് പാനൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ആ മൈക്ക് ജസ്റ്റ് കൊടുത്തോളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാനൽ. അപ്പോൾ ഞാൻ ഐ തിങ്ക് ഒരു GTM കേട്ടു. ഐ മീൻ ലെറ്റ്സ് ഹാവ് എ GTM പാനൽ, അല്ലെങ്കിൽ ലെറ്റ്സ് ബ്രിങ് ഓൺ സെയിൽസ് പീപ്പിൾ. ടോണി, അർജുൻ പിള്ളൈ, like who wants to be on the hot seat? Come on, yes. Who else is there? Kai Bokam, who wants to sit on the hot seat? Hi, no, yes, hi. Okay, അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്നില്ലേ? How do you like the format? All good? Okay, cool. എന്തെങ്കിലും feedback ഒന്നുള്ളൂ? Feel free. Okay, so now we have here Arjun Pillai and Tony. Arjun Pillai is running a company called Docket. Tony is running a company called Data Hut. You can check them both on LinkedIn. Okay, so the question, I'll straight to the question. Okay, എന്താണ് ഈ GTM? Like GTM is something Mufiz just പറഞ്ഞു പോയി. So some of the companies ഒരു product ഉണ്ടാക്കി. I mean, what is GTM? That is simple. In your own words, keep it like in 1-2 minutes. സോ GTM ബേസിക്കലി നമ്മളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അവിടെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മൾ എങ്ങനെ ഈ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ട് സെല്ല് ചെയ്യും, അതിനുള്ള ടാക്ടിക്സ്, അതിനുള്ള മാർഗ്ഗങ്ങൾ, സ്ട്രാറ്റജി, ഇതൊക്കെയാണ് GTM എന്ന് പറയുന്നത്. നമുക്ക് ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ നമ്മളുടെ പ്രൊഡക്റ്റ്, നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മൾ ഏത് ടൈപ്പ് ഓഡിയൻസിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഇതിനനുസരിച്ച് ഇതിൻ്റെ GTMൻ്റെ സ്ട്രാറ്റജീസും ടാക്ടിക്സും മറ്റു കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. സോ ഇതാണ് എൻ്റെ ബേസിക് ആൻസർ. Okay. Yeah, I mean,
അതിനേക്കാളും മുകളിലൊന്നും പറയാനില്ല. യു ഹാവ് സംതിങ്, യുനോ, ഒരു ചക്കയുണ്ട്, സെല്ല് ചെയ്യണം, എന്തൊക്കെയാണ് വഴികൾ. പിന്നെ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഡീറ്റെയിൽസ്, റൈറ്റ്? ഐ തിങ്ക് സന്ദീപ് ടോക്ഡ് അബൌട്ട് അതിൻ്റെ. സന്ദീപ് എന്തിയേ? വാ, അതാ ഞാൻ ഓർത്തേ, സന്ദീപിൻ്റെ കൂടെ ആയിരുന്നല്ലോ, എന്ത് ചെയ്യാളെന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ ജി ടി എമ്മിൻ്റെ ബേസിക് ഡെഫിനിഷൻ. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി, എവിടെ നിന്ന് നമ്മൾ ജി ടി എം സ്ട്രാറ്റജൈസ് ചെയ്യണം, ആൻഡ് വാട്ട് ആർ ദ സം ഓഫ് ദ കോമൺ ജി ടി എം സ്ട്രാറ്റജീസ് വിച്ച് വർക്ക് ഇൻ യുവർ കേസ് വൈൽ യു ബിൽഡ് എ പ്രൊഡക്റ്റ്. ഇതിൻ്റെ പകുതിക്ക് ഞാൻ സന്ദീപിന് കൊടുക്കും. ഇരി സി ജി ടി എം, വൺ തിങ് ദാറ്റ് ഫൗണ്ടേഴ്സ് ഡൂ റോങ്. ഈ ജി ടി എമ്മിനെ ജി ടി എം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബോക്സിൻ്റെ അകത്താക്കിയിട്ട് ജി ടി എം സ്ട്രാറ്റജി ചെയ്യാം എന്ന് വിചാരിക്കരുത്. ബിക്കോസ് ഇതെല്ലാം പാർട്ട് ഓഫ് വൺ സ്ട്രാറ്റജിയാണ്. ഒരു ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട്, അതിന് പ്രോഡക്റ്റ് സ്ട്രാറ്റജി വേണം, പ്രൈസിങ് സ്ട്രാറ്റജി വേണം, ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി വേണം. ഇതെല്ലാം ഒരു ലൈനിൽ അലൈൻഡ് ആവണം. അതിന് ഞാൻ എക്സാമ്പിൾ പറയാം. ലെറ്റ്സ് ടേക്ക് ഒരു, എത്ര പേരുടെ പ്രോഡക്റ്റിന് $2,000 പെർ ഇയറിൻ്റെ ആനുവൽ കോൺട്രാക്ട് വാല്യൂ ഉള്ള പ്രോഡക്റ്റ് ഉണ്ട്? $2,000 ഒരു വർഷം ആരെങ്കിലും ഉണ്ടോ? മന്ത്ലി വരുമ്പോൾ എത്ര? $300, $300. ഓക്കെ, 1, 2, കുറച്ച് പേരുണ്ട്. $10,000 പെർ ഇയർ ഉള്ള എത്ര പേരുണ്ട്? $10,000. $20,000 പെർ ഇയർ ഉള്ള എത്ര പേരുണ്ട്? അപ്പം ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത്? അല്ല, സീരിയസ്ലി, 50,000 മുകളിലേക്ക്, എവറിബഡി അബവ് 50,000 പെർ ഇയർ. അപ്പം ഇത് ഒന്നും അല്ല, വളരെ കുറച്ച് പേരെ കൈ പൊക്കിയുള്ളൂ. ദാറ്റ്സ് വൈ ഐ എം ട്രൈങ് ടു റിലേറ്റ്. നിങ്ങൾക്ക് വേണ്ട രീതി പറയാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഈ $2,000 പെർ ഇയറിൻ്റെ ഒരു പ്രോഡക്റ്റാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ ദെൻ ഈ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഫസ്റ്റായിട്ടേ ഗോ ടു മാർക്കറ്റ് പോകാൻ പറ്റത്തുള്ളൂ. കാരണം സെയിൽസ് ആളിനെ ഹയർ ചെയ്യാനും അവർക്ക് കൊടുക്കാനുള്ള കമ്മീഷൻസും അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന കോട്ടയും ഇല്ല അതിൽ. ഇഫ് യു ടേക്ക് എ സെയിൽസ് പേഴ്സൺ, US-ലാണെങ്കിൽ 750K to 1.5 million ആണ് അവരുടെ ഇയർലി കോട്ട. 1.5 million അവർ ക്ലോസ് ചെയ്യണമെങ്കിൽ 1.5 million $2,000 വെച്ച് ക്ലോസ് ആവത്തില്ല. തലയും കുത്തി നിന്നാലും ഒരു വർഷം കൊണ്ട് 1.5 million ക്ലോസ് ചെയ്ത് വരത്തില്ല. അതുകൊണ്ട് മാർക്കറ്റിംഗ് ലെഡോ പ്രോഡക്റ്റ് ലെഡോ ആയിട്ട് മാറണം, റൈറ്റ്? അപ്പോൾ ജസ്റ്റ് ബിക്കോസ് യുവർ പ്രൈസിങ് ഈസ് at 2,000, നിങ്ങളുടെ ഗോ ടു മാർക്കറ്റ് ഡിഫൈൻഡ് ആയി, നിങ്ങളുടെ പോസ്റ്റ് സെയിൽസും ഡിഫൈൻഡ് ആയി. നിങ്ങൾക്ക് കസ്റ്റമർ സക്സസ് കൊടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഓൺ ബോർഡിങ് കൊടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. സോ ഇതെല്ലാം ഒറ്റ സാധനമാണ്. സോ വെൻ യു ഡിഫൈൻ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കമ്പനി സ്ട്രാറ്റജി. ആ കമ്പനി സ്ട്രാറ്റജിക്കകത്ത് വരുന്ന പ്രോഡക്റ്റ് സ്ട്രാറ്റജി, ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി ആൻഡ് പോസ്റ്റ് സെയിൽ സ്ട്രാറ്റജി, ഇതെല്ലാം പ്രൈസിങ് സ്ട്രാറ്റജി ഇൻ ബിറ്റ്വീൻ, ഇതെല്ലാം ഒറ്റ ത്രെഡിൽ അലൈൻഡ് ആവണം. സന്ദീപ്, മേ ബി യു ക്യാൻ ടോക്ക് അബൌട്ട് ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ്. താങ്ക്സ്. സോ ഐ തിങ്ക് അർജുൻ പറഞ്ഞതിൽ വളരെ ഒരു വാലിഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസ്ഡ് ഓൺ ദ മെച്യൂരിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ദ പ്രൈസിങ് ഓഫ് ദ പ്രോഡക്റ്റ്, നമുക്ക് പുൾ ചെയ്യാൻ പറ്റുന്ന ലീവേഴ്സ് 1, 2 or 3 ആണ്. I think Shan was there, a lot of people were there in the session that I had earlier, but essentially it is one strategy. Go to market is one strategy. It has multiple different parts. Normally ആലോചിക്കുമ്പം അപ്പം ആ ഡിഫറെൻറ്റ് പാർട്സ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മനസ്സിൽ ഏത് ബിസിനസ് ആയെങ്കിലും ദർ ഇസ് എ സെയിൽസ് ലെഡ് ഗ്രോത്ത് പാർട്ട്, ദർ ഇസ് എ മാർക്കറ്റിംഗ് ലെഡ് ഗ്രോത്ത് പാർട്ട്, ആൻഡ് ദർ ഇസ് എ പാർട്ട്ണർഷിപ്പ് ലെഡ് ഗ്രോത്ത് പാർട്ട്. And Shan, if you remember, I said partnership led growth part is probably the toughest thing to pull off initially. എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് കസ്റ്റമേഴ്സ് വേണം, ആദ്യം നമുക്ക് സെയിൽസ് വേണം. If the sticker price of the product is $2,000 ARR, you need a marketing strategy. You need an organic strategy. You don't have the money to spend on ads. You don't have the money to spend on expensive salespeople. When you're, and I think Tony will have a different point, Arjun will have a different point. For me, GTM really kicks in when you're at almost at PMF or slightly after PMF. Otherwise, it is like you are building something and you're throwing darts on the board. You don't know which dart will stick. Appam, you are leveraging your own network. You're trying to find the right set of customers. I remember when Arjun started both Incent as well as Docket, he had design partners. When you're doing enterprise software businesses or B2B SaaS mid-market businesses, design partners is a great way to go about it, right? In some businesses, you have the advantage having that. In other businesses, like for example D2C, you need to really understand more about the customer and you re-engineer and build a product and differentiate yourself. So it is not
ഒരു സ്ട്രേറ്റ് ആരോ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല GTM. There are constraints in terms of resources, time, product, and how do you line up the ducks and how do you test and take it forward? ബേസിക്കലി അവരുടെ പറഞ്ഞത് തന്നെയാണ് എൻ്റെ പോയിന്റ്. ഇറ്റ്സ് നോട്ട് ഒരു സിംഗിൾ സംഭവമല്ല, അതിങ്ങനെ കോൺസ്റ്റൻ്റ്ലി ഇവോൾവ് ചെയ്യുന്ന, ഡെയിലി ഇവോൾവ് ചെയ്യുന്നൊരു സാധനമാണ് ഈ GTM എന്ന് പറയുന്നത്. അത് പ്രൊഡക്റ്റിൻ്റെ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ കസ്റ്റമറുടെ ഓരോ കാര്യങ്ങളും മാറുന്നതിനനുസരിച്ച് സ്ഥിരമായിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ ഒരു ഫസ്റ്റ് ടൈം ഫൗണ്ടറൊക്കെ ആണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ദേ ഡോണ്ട് നോ ഹൗ ഇറ്റ് വർക്ക്സ്. സോ മേ ബി ആരുടെങ്കിലൊക്കെ ചോദിക്കും, അവർക്ക് അറിയാൻ പറ്റും ചെറിയ സംഭവങ്ങളൊക്കെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമെന്ന് അറിയാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ദെയർ ജോബ് ടു ഫിഗർ ഔട്ട് വാട്ട് വർക്ക്സ് ഇൻ ദ മാർക്കറ്റ്. ഇപ്പോൾ എൻ്റെ GTM സ്ട്രാറ്റജി എൻ്റെ കോമ്പറ്റീറ്റർക്ക് വർക്ക് ആയിക്കൊള്ളുന്നില്ല. വി മൈറ്റ് ബി സെല്ലിംഗ് ദ സെയിം തിങ്, ബട്ട് എൻ്റെ സ്ട്രാറ്റജി എൻ്റെ കോമ്പറ്റീറ്റർക്ക് വർക്ക് ആയിക്കൊള്ളുന്നില്ല, ആൻഡ് വൈസ് വേഴ്സ. സംടൈംസ് ഇത് വർക്ക് ചെയ്യും. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ മാർക്കറ്റ്, ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പനി. സോ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ ഫെലിക്സ് പറഞ്ഞു. ഒരു എക്സാമ്പിൾ പറയാം. സെൻഡെസ്കും ഫ്രഷ് ഡെസ്കും ബാക്ക് ഇൻ ദ ഡേ പറയാം. സെൻഡെസ്ക് എന്ന് പറയുന്നത് US സ്റ്റാർട്ട് ചെയ്ത ഒരു കസ്റ്റമർ സപ്പോർട്ട് ഡെസ്ക് ആയിരുന്നു. ഫ്രഷ് ഡെസ്ക് ഫോർ ആൻ ഇനീഷ്യൽ പീരീഡ് ഓഫ് ടൈം ദി കൈൻഡ് ഓഫ് ദെയർ സ്ട്രാറ്റജി വാസ് ടു കോപ്പി സെൻഡെസ്ക്. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ദൈവമേ പറഞ്ഞും പോയി. എപ്പോഴേലും ഗിരീഷ് കാണും. അതല്ല, അത് ഇംഗ്ലീഷിൽ തന്നെ പറയുകയും ചെയ്തു, മലയാളത്തിൽ പറഞ്ഞാൽ. എനിവേ, സോ ഇറ്റ്സ് ഓക്കെ, നോബഡി കേസ്. അപ്പോൾ പുള്ളിക്കും അറിയാം അതായിരുന്നു സത്യമെന്ന്. സോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സെൻഡെസ്കിന് അവർ സെയിൽസ് പീപ്പിളിനെ ഇരുത്തി. ഫ്രഷ് വർക്സിൻ്റെ സോഹോയുടെ പ്ലേ ബുക്കാണ് ഫ്രഷ് ഡെസ്ക് യൂസ് ചെയ്തത്. സോഹോയുടെ പ്ലേ ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്രിയേറ്റ് ദ പ്രോഡക്റ്റ് cheaply in India because labor is cheap here, and then sell it cheaply and then make money, right? Undercut on price, right? That's the strategy basically. അത് ചെയ്യുമ്പം പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ഭയങ്കരമായിട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് SEO ഒപ്റ്റിമൈസ് ചെയ്ത് സോഹോ യൂസ് ടു ഹാവ് എ ടൺ ഓഫ് വിസിറ്റേഴ്സ് ടു ദ വെബ്സൈറ്റ്. ഫ്രഷ് ഡെസ്ക് കൈൻഡ് ഓഫ് കോപ്പീഡ് ദാറ്റ് പ്ലേ ബുക്ക് ബിക്കോസ് ഗിരീഷ് കെയിം ഔട്ട് ഓഫ് സോഹോ. അങ്ങനെയാണ് ഫ്രഷ് ഡെസ്ക് സ്റ്റാർട്ടഡ് ഗെയിനിങ് ട്രാക്ഷൻ. പക്ഷേ ദ തിങ് ഹി ഡിഡ് ഇറ്റ് എക്സ്ട്രീംലി വെൽ. ആ ഗോ ടു മാർക്കറ്റ് വാസ് വർക്കിംഗ് റിയലി നൈസ്ലി. ഇഷ്ടംപോലെ ആൾക്കാർ സൈറ്റിൽ വരുന്നു, ഒരു പ്രോഡക്റ്റ് ലെഡ് ഗ്രോത്ത് മോഷൻ ഉണ്ട്. ദേ സ്റ്റാർട്ടഡ് യൂസിങ് ദ പ്രോഡക്റ്റ്. എന്നിട്ട് സെയിൽസ് പീപ്പിളിനെ ഇരുത്തി അത് അപ്സെൽ ചെയ്ത് മുന്നോട്ട് നീക്കാനായിട്ട് ഹി വാസ് ഏബിൾ ടു ഡു. സോ ജസ്റ്റ് ആസ് എൻ എക്സാമ്പിൾ. Now, one other thing before I pass it on to you, Felix. Go-to-market strategy la oru saana iduvare samsarikkathadu gating factors. Not many of you might be thinking about it, and some of you might not even need to think about it right now. Gating factor is simply oru package il ninnu veroru package ilekku pogunna criteria endana ennulla definition aanu gating factor, right? Adu idu correct aayittu kandupidichillengil ningade growth limiting. ഞാൻ എക്സാമ്പിൾ പറയാം. ഇതിന് മുമ്പത്തെ ഒരു എന്തെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് കമ്പനി സെല്ല് ചെയ്ത കമ്പനി ഫുൾ കോൺടാക്ട് ആദ്യം സെല്ല് ചെയ്തപ്പോൾ ഹബ്സ്പോട്ട് ഒരു കസ്റ്റമർ ആയിരുന്നു. അവരുടെ ഇൻ്റർകോം ആയിരുന്നു അവരുടെ ഫസ്റ്റ് കസ്റ്റമർ. ഹബ്സ്പോട്ട് അവരുടെ സെക്കൻഡോ തേർഡോ കസ്റ്റമർ ആയിരുന്നു. ഒരു അൺലിമിറ്റഡ് API പാക്കേജ് കൊടുത്തു ഫോർ $6,000 ഏതാണ്ടാണ് അവർ API പാക്കേജ് ഫുൾ കോൺടാക്ട് ഹബ്സ്പോട്ടിന് കൊടുത്തത്. ഹബ്സ്പോട്ടിനന്ന് ആരും ഇല്ലായിരുന്നു. 2010 ഇറ്റ് വാസ് എ വെരി ടൈനി കമ്പനി. ഹബ്സ്പോട്ട് വളർന്ന് $1 ബില്യൺ കഴിഞ്ഞ് പോയി. അപ്പോഴും ഈ 6000 എന്നുള്ളത് 8000 രൂപയായുള്ളൂ ഫുൾ കോൺടാക്റ്റിന്. ബിക്കോസ് ദേ വെർ നോട്ട് ഏബിൾ ടു ഫിഗർ ഔട്ട് ദ ഗേറ്റിംഗ് ഫാക്ടർ. API കോൾ മാത്രമേ ഉള്ളായിരുന്നു. പുറകെ വന്ന ക്ലിയർബിറ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ക്ലിയർബിറ്റ് API കോളും നമ്പർ ഓഫ് കസ്റ്റമേഴ്സും കൂടെ കമ്പൈൻ ചെയ്ത ഗേറ്റിംഗ് ഫാക്ടറായി. അതായത് ഇപ്പോൾ ഷാൻ എൻ്റെ കയ്യിൽ നിന്ന് API കോൾ മേടിക്കുകയാണെങ്കിൽ you are not only paying for the whole API call, you are also paying an additional amount per your customer. അപ്പോൾ എൻ്റെ സ്കെയിലിംഗ് is directly proportional to your scaling, even if the API calls does not scale that much. Right? Because after a point in time, what happens is cache, you have the ability to cache like up to 90 days, right? API calls are flatten out versus customers are flatten out. So I'll keep gaining traction very quickly. So Clearbit one the full contact ne overtake idu sukhamayittu keripoy because of that gating factor. So it is very important as the company grows you figure out that gating factor. Illengil company stuck aipo. Initially million, 2 million I wouldn't care about it. But 5 million you start thinking very carefully. Pinnolla ella growth ഒരു 10 million 20 million ഇടയ്ക്ക് 30% ഓഫ് യുവർ ഗ്രോത്ത് ഹാസ് ടു കം ഫ്രം യുവർ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. എന്നാലേ നിങ്ങളുടെ നെറ്റ് റവന്യൂ റിട്ടൻഷൻ NRR ഓവർ 100% വരും. കാരണം നിങ്ങൾക്ക് കുറച്ച് ചേൺ വരും. ലെറ്റ്സ് സേ 15% നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ചേൺ ആവുകയാണെങ്കിൽ നിങ്ങൾ 30% എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ NRR is about 110 to 115%, which is a very good NRR for a SaaS company. And that is Series B raise ചെയ്യുമ്പോൾ NRR is critical. Just one point. So actually, Arjun, പറഞ്ഞ ഒരു പോയിന്റിൽ when I talk to a lot of young founders, see,
$2,000 ARR is not a bad thing. You probably need to sell to 10,000 customers. Lot of people initially അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ $2,000 ARR $20,000 ഉണ്ടാക്കാൻ നോക്കും with the first 2 or 3 big customers. Now the problem is when you are trying to build adjacency initially, you are going to be stuck with that certain set of customers, and you might not be building the most optimum sticky thing which might be relevant for the next 100, 200, 300 customers. It is very difficult to get into that solutioning mode and build for a customer who is 100 million, 10 million, 100K, whatever. You need to be very objective, step back and think, okay, ഞാൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാധനം അടിപൊളിയാണ്, അതേമാതിരിയുള്ള കസ്റ്റമർ എനിക്കൊരു 50 പേരെ കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഞാൻ അഡ്ജസൻസി പ്രോഡക്റ്റ് ഉണ്ടാക്കാം. So that $2,000 can go to say $6,000 and then $10,000. So don't try to over optimize and overbuild initially when you already have an entry, because you will be really, really screwing yourself. സോ ഈ എൻ്റർപ്രൈസ് സെഗ്മെൻറ്റിലൊക്കെ സെല് ചെയ്യുന്ന ഫൗണ്ടേഴ്സിനോട് പറയാനുള്ളത്, യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ഓക്കെ ആനുവൽ പ്രൈസിങ് ലൈക്ക് മന്ത്ലി പ്രൈസിങ് അങ്ങനത്തെ സംഭവം കാണുക. ബട്ട് മൈ അഡ്വൈസ് ഇസ് ഇഫ് യു ക്യാൻ ഗെറ്റ് എ മൾട്ടി ഇയർ കോൺട്രാക്ട്, ഗോ ഫോർ ഇറ്റ്. നിങ്ങൾ ഈ മന്ത്ലി പ്രൈസിങ്ങിൻ്റെ ഇതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഗോ ഫോർ മൾട്ടി ഇയർ കോൺട്രാക്ട്. സോ ലൈക്ക് ഇവിടെ തന്നെ 1-2 ഫൗണ്ടേഴ്സിനോട് അവർ സംസാരിക്കുമ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ദേ ആർ നോട്ട് ഈവൻ ആസ്കിങ്. ബട്ട് ഇഫ് ആർ സെല്ലിംഗ് ടു US ഓർ യൂറോപ്പ് അങ്ങനെയുള്ള സ്ഥലത്തെ കസ്റ്റമേഴ്സിനോട് ചോദിക്കുന്നതെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി ഇയർ കോൺട്രാക്ട്സ് ഒക്കെ അവർ ഓക്കെയാണ്. ലൈക്ക് ഇഫ് യു ആർ ഗിവിങ് എ ഗുഡ് എനഫ് ഡിസ്കൗണ്ട്, ദേ ആർ വില്ലിംഗ് ടു പേ ദാറ്റ്. പിന്നെ മേ ബി ഒരു ഇയർലി എമൗണ്ട് ഒക്കെ ചിലപ്പോൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യാനും വില്ലിംഗ് ആണ്. സോ നിങ്ങൾക്ക് മന്ത്ലി കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലതാണ് ഈ ഇയർലി എമൗണ്ട് അപ്പ് ഫ്രണ്ട് കിട്ടുന്നതായിരിക്കും, റൈറ്റ്? സോ ദാറ്റ്സ് അനദർ ആംഗിൾ യു ഹാവ് ടു തിങ്ക് അബൌട്ട്. Questions towards the end. Yeah. Okay. അപ്പോൾ നമുക്ക് one more question, then we'll offer the questions to the audience as well. Okay. അപ്പോൾ ഈ ഒരു കോൺടാക്സ്റ്റ് B2B കോൺടാക്സ്റ്റ് ആണ്. നെക്സ്റ്റ് B2C, then distribution. പല രീതിയിലും പാനൽസ് നമുക്ക് ഹോസ്റ്റ് ചെയ്യാം. സോ ദാറ്റ് ലൈക്ക് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ടീ ബ്രേക്കിംഗ് തരാം. സോ ദാറ്റ് വി ക്യാൻ നെറ്റ്വർക്ക് ആസ് വെൽ, ദെൻ വി ക്യാൻ ഹാവ് ദ ഡെമോ. ഓക്കെ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബിഫോർ ഐ ഹാൻഡ് ഓവർ ദ ക്വസ്റ്റ്യൻ ടു ഇത്. അപ്പോൾ യൂഷ്വലി നമ്മൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തു, ദ പേഴ്സൺ മൈറ്റ് നോട്ട് ബി എ ടെക്നിക്കൽ പേഴ്സൺ, ഹു മൈറ്റ് ബി എ ടെക് ആയിരിക്കും. ദേ ഡോണ്ട് ഹാവ് നെവർ സെൽഡ് ഓർ ആ ഒരു ഡീൽ ക്ലോസ് ചെയ്തിട്ടില്ല. സോ ദേ മൈറ്റ് ഹാവ് ദിസ് ഇന്നേറ്റ് സ്ട്രഗിളിങ്. സോ one question is, can the tech person sell? Second question is, at what stage should they hire someone to do the hiring process? What are those roles and at what stage and everything? Then we'll hand off the question. Because I think the panel will have more questions more than this, so we'll be expecting more questions and we can have some time. So this question will off the panel, okay? Can a tech founder sell? Absolutely. I started, എൻ്റെ ആദ്യത്തെ കമ്പനി എനിക്ക് 23-ാമത്തെ വയസ്സിലാണ് ഞാൻ തുടങ്ങിയത്. എനിക്ക് സെയിൽസ് എന്തോ അന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരു കമ്പനിയിലും ഒരാളുടെ ഇതിലും ട്രെയിൻഡ് ആയിട്ടില്ല. ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം നല്ലൊരു സെയിൽസ് ആളാണ്. ഞാനൊരു വർഷം കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വർഷം 9 മാസം കൊണ്ട് ഏതാണ്ട് ഒരു $900,000 സെല്ല് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം കൺസൾട്ട് ചെയ്തപ്പോൾ പ്രോഡക്റ്റ്, എൻ്റെ സ്വന്തം പ്രോഡക്റ്റും സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ചെയ്യാം എന്നല്ല, അത് ചെയ്യണം. ഇഫ് യു ആർ എ കോ ഫൗണ്ടർ ഓഫ് എ കമ്പനി, സെയിൽസ്, ഇനീഷ്യൽ സെയിൽസ് നിങ്ങൾ തന്നെ ചെയ്തിരിക്കണം. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ അങ്ങോട്ട് ഇറക്കുമ്പോൾ ഉണ്ടല്ലോ, റീഡ് ഹോഫ്മാൻ, ലിങ്ക്ഡിൻ്റെ കോ ഫൗണ്ടർ പറഞ്ഞിട്ടുള്ള ഒരു വളരെ ഫേമസ് കോട്ടാണ്, നോ പ്രോഡക്റ്റ് വുഡ് സസ്റ്റെയിൻ ദ ഫസ്റ്റ് ടച്ച് വിത്ത് ദ കസ്റ്റമർ. എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഐഡിയ ഒക്കെ വെച്ച് കുറച്ച് ഡിസ്കവറി ഒക്കെ വെച്ചാൽ, ഇതങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് കൊണ്ട് വെക്കുമ്പോൾ തന്നെ ആളുകൾ ചീത്ത വിളിക്കും, എന്തുവായി ഉണ്ടാക്കിയേക്കുന്നത്, റൈറ്റ്? സോ ആ ഫസ്റ്റ് ടച്ച് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒത്തിരി ചേഞ്ചസ് വേണം ആ പ്രോഡക്റ്റിൽ. ആ പ്രോഡക്റ്റിൻ്റെ അപ്പം നമ്മുടെ ഫസ്റ്റ് കോൾ നടക്കുന്നത്, ലെറ്റ്സ് സേ ഞാൻ സന്ദീപുമായിട്ടാണ് കോളിങ്, ഹേ സന്ദീപ്, ഹൗ ആർ യു ഡൂയിങ്, ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ലൈക്ക് so the problem that we are solving is you have a bunch of sales people or support people, let's say, and they have this thing and we have a tool that supports it. You'll be like, okay, a problem undana identify the problem, right? Aduthayitte Sandeep parayum, so our problem is our folks are in Brazil, this that, right? He just gave me something, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെന്നൊരുത്ത്. അപ്പോൾ അവിടെ നടക്കുന്ന, ഇറ്റ്സ് നോട്ട് എ പ്യുവർ സെല്ലിംഗ് പ്രോസസ്, ദർ ഇസ് എ ഡിസ്കവറി പ്രോസസ് ഹാപ്പനിങ്. കറക്റ്റ്. ആ കോൺവെർസേഷനിൽ നിന്ന് ആ ഡിസ്കവറി ഇവോൾവ് ചെയ്യുന്നുണ്ട്. അതൊരു ഫൗണ്ടർ ചെയ്യുന്ന പോലെ ഒരു സെയിൽസ് ആളിന് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ തലയിൽ അടുത്ത 6 മാസം, അടുത്ത 12 മാസം, അടുത്ത 24 മാസം, ഡിപ്പെൻഡിങ് ഓൺ അത് നിങ്ങളുടെ ഫൗണ്ടർ ജേർണിയിൽ യു വിൽ സ്റ്റാർട്ട് ഒബ്സർവിങ് ഇറ്റ്. ഇനീഷ്യലി നിങ്ങൾക്ക് ഒട്ടും ക്ലാരിറ്റി കാണത്തില്ല, എല്ലാം ഫസി ഹേസിയാണ്. പിന്നെ ഒരു 6 മാസത്തെ ക്ലാരിറ്റി വന്നു തുടങ്ങുന്ന ഒരു സമയം വരും, പിന്നെ 12 മാസം വരും, 24 മാസം വരും, 48 മാസം വരും.
നിങ്ങൾ കട്ടപ്പുലി ജെഫ് ബീസോസ് ആണെങ്കിൽ 15 വർഷം വരും, റൈറ്റ്? ജെഫ് ബീസോസ് 15 20 പുള്ളി 94 പറഞ്ഞു 20 വർഷത്തിനുള്ളിൽ എവറി സിംഗിൾ തിങ് വിൽ ബി സോൾഡ് ഓൺലൈൻ എന്ന് പറഞ്ഞു 94. No, and he gave the shareholder agreement that if a shareholder meeting, he said we will not make money for the next കറക്റ്റ് so many years. കറക്റ്റ്. അത്രയും പുലിയാണെങ്കിൽ അല്ലെ സ്റ്റീവ് ജോബ്സ് പറഞ്ഞു പോഡ്കാസ്റ്റിംഗ് ഈസ് ഗോണ ബി എ തിങ് എന്ന്. അന്ന് പോഡ്കാസ്റ്റിംഗ് എന്നുള്ള വേർഡ് ആളുകൾ ആദ്യമായിട്ടാണ് കേട്ടത്, റൈറ്റ്? സോ അത്രയൊക്കെ എത്തുമെന്നറിയില്ല നമ്മൾ. എന്താണ് നീ സ്റ്റീവ് ജോബ്സിൻ്റെ പടം കാണിച്ചതാണ്? ഓ, സ്റ്റീവ് ജോബ്സിന് അന്നേ അറിയാമായിരുന്നു ഫെലിക്സ് കയറുമെന്നും ഈ നില വരെ എത്തുമെന്നും. സോ അപ്പോൾ അത്രയും അപ്പം നമ്മുടെ ഈ വിഷൻ ഓപ്പണായി വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ വിഷൻ ഓപ്പണായി വരും തോറും നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഒരു പുതിയ കസ്റ്റമർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാം, ഓ ഇത് ഞാൻ ആലോചിച്ചിട്ടുണ്ടല്ലോ 3 മാസം കഴിഞ്ഞ് ചെയ്യാനുള്ളതാണ്. ഒരാളൂടെ സംസാരിക്കുമ്പം അയാളും അത് തന്നെ പറയുമ്പം എടാ ഇത് 3 മാസത്തെ ചെയ്താൽ പോരാ, വി ഹാവ് ടു പുൾ ഇറ്റ് ബാക്ക്, വി ഹാവ് ടു ഡു ഇറ്റ് നൗ. പ്രയോറിറ്റൈസേഷൻ നടന്നു, റൈറ്റ്? സോ ദാറ്റ് ഡിസ്കവറി പ്രോസസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ദെയർ ആൻഡ് എ സെയിൽസ് പേഴ്സൺ ക്യാൻ നോട്ട് ഡു ഇറ്റ് because they are only optimizing for their commissions, right? അപ്പോൾ അത് നടക്കത്തില്ല. പിന്നെ ഒരു 500K വരെയെങ്കിലും നിങ്ങൾ സെല്ല് ചെയ്യുമ്പോഴാണ് ശരിക്കും നിങ്ങൾ എന്താ സെല്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. സോ എൻ്റെ സജഷൻ ഐഡിയലി 1 million വരെ സെല്ല് ചെയ്യണം, വിച്ച് ഈസ് വെരി ഡിഫിക്കൾട്ട്, റൈറ്റ്? 500K വരെ സെല്ല് ചെയ്തിരിക്കണം. പിന്നെ ഒരു 100K 200K വരെ പോസ്റ്റ് സെയിൽസും ചെയ്തിരിക്കണം. ഇനിഷ്യൽ ഒരു ബഞ്ച് ഓഫ് കസ്റ്റമേഴ്സിനെ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്തിരിക്കണം. സോ യു സീ ദ എൻഡ് ടു എൻഡ് ഓഫ് എ കസ്റ്റമർ. സെയിൽസിൽ നടക്കുന്നുണ്ടല്ലോ ക്വസ്റ്റ്യൻസ് ആർ ക്യാൻ യു ഡു ഇറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മുടെ ആൻസേഴ്സ് എന്താ? യെസ് വി ക്യാൻ ഡു. പക്ഷേ പോസ്റ്റ് സെയിൽസിൽ വരുമ്പോൾ ഹൗ ക്യാൻ ഐ ഡു ഇറ്റ് ആവും. അപ്പോൾ അത് ഡെപ്താണ്. അപ്പോൾ ആദ്യം അവർ ചോദിച്ചിടത്തു നിന്ന് ആ റിക്വയർമെൻറ്റ് ഒത്തിരി മാറും വെൻ ഇറ്റ് ഈസ് ക്യാൻ വേഴ്സസ് ഹൗ ക്യാൻ, റൈറ്റ്? ബിക്കോസ് ഇറ്റ് ഇസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ അത് പോസ്റ്റ് സെയിൽസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല നിങ്ങൾക്ക് അത് അറിയാൻ പറ്റത്തില്ല. സോ ബൈ ഓൾ മീൻസ് യു ഹാവ് ടു ഡു ദിസ്. പിന്നെ ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് ഇൻട്രൊഡ്യൂസിങ് എ സെയിൽസ് പേഴ്സൺ, ലെറ്റ്സ് സേ 400K 500K ആകുമ്പോഴത്തേക്ക് യു ആർ ഇൻട്രൊഡ്യൂസിങ് എ സെയിൽസ് പേഴ്സൺ. അറ്റ് ദാറ്റ് പോയിന്റ് വാട്ട് യു ഡു ഇസ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു ജോബ് ഉണ്ടല്ലോ, റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഡീല് ഫോളോ അപ്പ് ചെയ്യുക, ഡീൽ എൻട്രി CRM ചെയ്യുക, അതുപോലെ ആ പ്രോസസ്സ് ഉണ്ടല്ലോ അത് മുഴുവൻ ഈ പുതിയ ആളിനും കൊടുക്കുക. എന്നിട്ട് യു ഗോ ഇൻ ടു ദ മീറ്റിംഗ് ആസ് ദ സെയിൽസ് എഞ്ചിനീയർ ഇൻ ദ മീറ്റിംഗ്, ദ പ്രോഡക്റ്റ് സ്പെഷ്യലിസ്റ്റ് ഇൻ ദ മീറ്റിംഗ്. അത് നിങ്ങളാണ്. ഒബ്വിയസ്ലി യു ആർ ദ ഫൗണ്ടർ, യു നോ ദ പ്രോഡക്റ്റ് എൻഡ് ടു എൻഡ്. സോ യു സ്റ്റിൽ ഡു ഇനീഷ്യൽ ഡിസ്കവറി, ഡെമോ ആൻഡ് ദ ക്ലോസിംഗ് ഒക്കെ. സെയിൽസ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യുക, പക്ഷേ ഫോളോ അപ്പ്, എഗ്രിമെൻറ്റ്, CRM എൻട്രി ഇതെല്ലാം ഈ അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ടേക്ക് കെയർ ചെയ്യും. അതിനുശേഷം യു ഹാൻഡ് ഓഫ് ദ ഡിസ്കവറി ടു ദ അക്കൗണ്ട് എക്സിക്യൂട്ടീവ്. ഡിസ്കവറി അവർ ചെയ്യട്ടെ. എന്നിട്ട് അവൻ ചെയ്യാത്ത ഡിസ്കവറിയൊക്കെ അല്ലെങ്കിൽ അവർ ചെയ്യാത്ത ഡിസ്കവറിയൊക്കെ യു ഡു. എന്നിട്ട് ഇവനെ ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഇവരെ ട്രെയിൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് യു സ്റ്റാർട്ട് ഓക്കെ യു ഡു ദ ഫസ്റ്റ് ഡെമോ. അങ്ങനെ ഫസ്റ്റ് കോള് അയാളെ ഏൽപ്പിക്കുക, ഇതിന് സെക്കൻഡ് കോളിലേക്ക് മാറുക. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം അൺടിൽ യുവർ കമ്പനി ഈസ് ഹിറ്റിംഗ് ലൈക്ക് എ 2 million 3 million യു ഹാവ് ടു ബി പാർട്ട് ഓഫ് pretty much all the deals at some level. Second call ആവാം, third call ആവാം, fourth call ആവാം, pipeline review ആവാം. You just have to be there. That's that answer. Yeah. സോ ഞാനും പറയാം ഫൗണ്ടേഴ്സ് ഏർലി തന്നെ സെല് ചെയ്യണം. ഐഡിയലി ഈവൻ ബിഫോർ ബിൽഡിംഗ് ദ പ്രോഡക്റ്റ് അങ്ങനെയാണ് നിങ്ങൾ സെല് ചെയ്ത് തുടങ്ങേണ്ടത്. പിന്നെ ആസ് എ ഫൗണ്ടർ നിങ്ങളുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദ ഡിസിഷൻ. നിങ്ങൾക്ക് ഇപ്പം $2,000 ഇത് ക്ലോസ് ചെയ്യണം നിങ്ങൾക്ക് അറിയാമെങ്കിൽ യു ക്യാൻ ക്ലോസ് ഇറ്റ്. ബട്ട് ഒരു സെയിൽസ് പേഴ്സൺ ചിലപ്പോൾ അതോറിറ്റി ഉണ്ടാവില്ല. ചിലപ്പം കസ്റ്റമർ ആലോചിക്കും നിങ്ങൾക്ക് ഇൻറ്റഗ്രേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. ആ സെയിൽസ് പേഴ്സൺ ചിലപ്പം നിങ്ങളോട് ചോദിച്ചിട്ട് വേണ്ടി വരും അതിന് ഉത്തരം പറയാൻ വേണ്ടി. ബട്ട് ഇഫ് യു ആർ ദ CEO യു ക്യാൻ ഓർ ഫൗണ്ടർ യു ക്യാൻ ടേക്ക് ദ ഡിസിഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. ആൻഡ് കസ്റ്റമറുടെ അടുത്ത് കമ്മിറ്റ്മെൻറ്റ് കിട്ടിയാൽ ഒരു 5 മിനിറ്റിൽ തന്നെ മൂപ്പർക്ക് ഒരു എഗ്രിമെൻറ്റ് അയച്ചു കൊടുത്ത് ഇത് ചെയ്യിക്കാൻ പറ്റും. സോ അങ്ങനെയുള്ള ഒരു കുറേ അഡ്വാൻറ്റേജസ് ആസ് എ ഫൗണ്ടർ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് നിങ്ങളുടെ കമ്പനിയുടെ സർവൈവലിനും കൂടെ ഭാഗമാണ്. ലൈക്ക് ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്, ഇഫ് യു ആർ ഔട്ട്സോഴ്സിങ് ഇറ്റ്, ഇറ്റ് വിൽ നെവർ വർക്ക് ഇൻ എനി കേസ്. സോ അല്ല, ഇവർ രണ്ടുപേരും പറഞ്ഞ സിമിലർ പോയിന്റ്സ് ആണ് എനിക്കുള്ളത്. Slightly different is I'm obviously older than both these guys. So I've done services sales, I've done product sales, I've done feet on the street sales. First and foremost, sales is actually very humbling. As an entrepreneur, as a founder, you need to go through that because you don't have all the answers. Sometimes you're building something, you're providing a service for somebody. That person has to actually tell you, dude, I actually know my business better than you. You might come from Harvard, MIT, whatever, but even fresh test, but I know my business better than you. So first is that extreme clarity of thought that you get when you hear no is more
than when you get a yes. So that's one. Second is, I've had these 3 distinct periods in my life where ഞാൻ വിപ്രോയിൽ സെയിൽസ് ചെയ്തപ്പം I had technical managers, I had group heads, I had technical architects scoping out the solution. I used to go and sell. And then when you sell, you actually oversold it and you put the poor engineers and managers at risk. And then when you're selling for yourself, you're like, cheyam pattu, cheyam. Because you don't think about execution, whether you delivery, whether it's a service or a product or something else. So I think what Arjun hit upon and Tony hit upon, life, I think you need to fundamentally understand, is not transactional. You need to get into that very consultative mode, engaging conversations, pick up points, and then kind of figure out, dude, sometimes the best thing you can do is say, hey, listen, great, you have an amazing problem. I wish I can solve it, but this product is not for you. You earn a lot more respect that way than trying to sell or force fit something to a customer. So that's another point. Third is, I think both of them touched upon this point. In different industries it's different, but 300K, 400K in SaaS or $1 million in enterprise or whatever, unless you go through that journey, how are you going to give guidance to the guys that you hire? How are you going to tell them that, hey, actually ഞാൻ അവിടെ വീഴുന്നിട്ടുണ്ട്, ഈ മിസ്റ്റേക്സ് കുഴപ്പമില്ല, I can pull my team back up, whether I hired the right guy or not. So I think it's okay. I think you should all go through this whole drudgery of sales, but it really, really humbles you and makes you stronger. Because it's if it is such an easy journey, then everybody in this room will be entrepreneurs, right? I mean, everybody is, right? Yeah, so everybody are, but സോ ഒരു കാര്യം കൂടെ എൻ്റെ അതുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആസ് എ ഫൗണ്ടർ നിങ്ങൾ സെല്ല് ചെയ്യുകയാണ്, നിങ്ങളുടെ അടിയിൽ ഒരാൾ സെല്ല് ചെയ്യുന്നുണ്ട്, സംടൈംസ് ദേ മൈ നോട്ട് നോ ദാറ്റ് ഡീൽ ഇസ് സ്ലിപ്പിംഗ് ത്രൂ. ജൂനിയർ ആൾക്ക് മനസ്സിലാവില്ല. ബട്ട് ബിക്കോസ് യു ഡൺ ദിസ് ബിഫോർ and you read the emails and everything, you'll understand, okay, it's going sideways and you can intervene, right? ആ ഒരു ഇൻസൈറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യും നിങ്ങൾ തന്നെ സെയിൽസ് ചെയ്യുകയാണെങ്കിൽ. Anything more to add? Okay. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡ് KPH പോഡ്കാസ്റ്റ് യൂട്യൂബ് സെർച്ച് ചെയ്യുക, kph.club, വിൽ ഫൈൻഡ് ദ മോർ ഡീറ്റെയിൽസ്. അപ്പോൾ നൗ ദ ക്വസ്റ്റ്യൻ ടു ദ പാനൽ. Add. Okay. Now, before next will be B2C episode. So, Saneem and bunch of folks, Kolo and everyone, be ready. Before that, any questions? This is time. 1, 2 questions. 2 questions. Maximum 2 questions to any of the panel. Yeah. Okay. See, when we are discussing about the global scale, it is correct. But when it comes to India or domestic market, how we can do the direct sales when it comes to the SaaS models? Because we have a very good limitations when it comes to money spending from government side and corporate side. So how we can increase them to spend on a new technology? That is one can take up. Yeah, so my take is like, if you can go to the US market or matured markets, it's not worth selling in India. That's if you're selling an enterprise solution, because it's too much of a headache. They won't pay on time. They will not honor the contracts. So at the end, you'll be left with a lot of hassles. സോ സമയത്തിന് കാശ് കിട്ടണമെങ്കിൽ, കൃത്യമായിട്ട് കാശ് കിട്ടണമെങ്കിൽ, നിങ്ങളുടെ മനസ്സമാധാനം വേണമെങ്കിൽ, ട്രൈ ഫോർ ദ US മാർക്കറ്റ് ഓർ യൂറോപ്പ് മാർക്കറ്റ്. ടോണി, സാസിൽ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റത്തില്ലേ പേ ചെയ്തില്ലെങ്കിൽ? പറ്റും, പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇതിന് ഷോർട്ട് കട്ട് ഒന്നുമില്ല. ബേസിക്കലി അതൊരു യു ഹാവ് ടു റെക്കഗ്നൈസ് ദാറ്റ് ഇവിടെ ഒരു ഇൻഹറൻറ്റ് റിസ്ക് ഉണ്ട്. ഇവിടുത്തെ മാർക്കറ്റിൽ സെല്ല് ചെയ്യുമ്പോഴത്തേക്ക് ക്രെഡിറ്റ് റിസ്ക് ഉണ്ട്, റൈറ്റ് ഓഫ് റിസ്ക് ഉണ്ട്, ടൈം ടു മണി എന്ന് പറയുന്ന ഈ നെറ്റ് 30, നെറ്റ് 60 എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് റിസ്ക് ഉണ്ട്. ആനുവൽ പേയ്മെൻറ്റിലേക്ക് സ്വിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇസ് ഗുഡ്, കാരണം വിച്ച് മീൻസ് ദാറ്റ് യു ആർ ഹെഡ്ജിങ് യുവർ ബെറ്റ്സ് എ ലിറ്റിൽ ബെറ്റ്. അതുകൊണ്ട് മൾട്ടി ഇയർ കോൺട്രാക്ട് ആയതുകൊണ്ട് എന്താണ് പ്രോബ്ലം? എവറി ഇയർ. വൺ തിങ് യു ക്യാൻ ഡു ഇസ്, ദർ ഇസ് എ തിങ് കോൾഡ് IKEA എഫക്റ്റ്. ഇപ്പം ഇവിടെ കേരളത്തിൽ IKEA വന്നോ അതോ ബാംഗ്ലൂർ വന്നല്ലേ? IKEA ബ്രാൻഡ് എല്ലാവർക്കും അറിയാവോ? IKEA ബ്രാൻഡിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ അവരൊരു പെട്ടി അയക്കും, നമ്മൾ കുത്തി പിടിച്ചിരുന്ന് ഉണ്ടാക്കണം ഇത്. പക്ഷേ
DIY ആണ് ഫുള്ള്. പക്ഷേ അത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ നല്ല ടേബിൾ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് എന്നൊരു ഫീല് വരും, റൈറ്റ്? സോ ഇഫ് യു ക്യാൻ ഗെറ്റ് യുവർ കസ്റ്റമേഴ്സ് ഗോ ത്രൂ ദ IKEA എഫക്റ്റ്, ദ പ്രോബബിലിറ്റി ഓഫ് ദം നോട്ട് ചേണിങ് ഈസ് വെരി ഹൈ. കാരണം ഐ ഹാവ് ഇൻവെസ്റ്റഡ് സോ മച്ച് ഇൻ ഇറ്റ് റൈറ്റ് നൗ. അപ്പോൾ നിങ്ങളുടെ ഓൺബോർഡിങ് ഇംപ്ലിമെൻറ്റേഷൻ ടൈമിൽ അവരെ കൊണ്ട് കട്ടയ്ക്ക് പണി ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളെ വിട്ട് പോകത്തില്ല, അവർ കാശ് തരും. അങ്ങനെ ദാറ്റ്സ് എ റിയൽ തിങ്. Where are you from? I think if you can sell in Trivandrum and Kerala, you can sell anywhere else in India. With credit lists, with cycles, all that you will be able to handle. Because the only thing is like we don't have much margin in India and Kerala. No, so there are companies that have used an Indian GTM, initial scale in India, Southeast Asia. For example, Darwin Box is an example, right? I mean, Zoho is an example. So you use India, get the maximum amount of customers possible, make the product robust, go to Southeast Asia, go to Middle East, then go out and raise money and then go to the US and Europe, etc. So that's a playbook that a lot of companies have used. Okay. Any other questions? Okay. ആ ഫുൾ കോണ്ടാക്റ്റും ക്ലിയർ ബിറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഗേറ്റിംഗ് ഇത് വെക്കുമ്പോൾ പ്രൈസിങ് കൂടില്ല, അപ്പം കസ്റ്റമേഴ്സ് വിൽ നോട്ട് ചൂസ് ദാറ്റ് പ്രൊഡക്റ്റ്, റൈറ്റ്? പ്രൈസിങ് കൂടുമല്ലോ വല്ലാതെ. പ്രൈസിങ് കൂടും, പക്ഷേ ഈ പ്രൈസിങ് എന്ന് പറയുന്നുണ്ടല്ലോ ഒരു രീതിയിലും നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ല പ്രൈസിങ്ങിന്. കയ്യിൽ ഐഫോൺ ആണോ? എന്തിനാ മേടിച്ചേ? ചൈന 20 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന സാധനമാണ്. $1000 കൊടുത്തു. അല്ല, ഇന്ത്യ വരുമ്പോഴത്തേക്ക് തിണ്ടുന്ന വിലയാണ്. പോട്ടെ 25. But basically you bought it for the brand, right? And yes, there are some things that Apple provides that others cannot. But fundamentally ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസും അതിൻ്റെ ആക്ച്വൽ പ്രോഡക്റ്റും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ പെർസെപ്ഷൻ ദാറ്റ് യു ക്രിയേറ്റ്, റൈറ്റ്? അപ്പോൾ ഒരു ഗേറ്റിംഗ് ഫാക്ടറും മറ്റൊരു ഗേറ്റിംഗ് ഫാക്ടറും തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ജമ്പ് ഉണ്ടെങ്കിൽ ദെൻ അവിടെയാണ് ഈ ഗേറ്റിംഗ് ഫാക്ടറിനെ പറ്റി ഒത്തിരി ആലോചിക്കേണ്ടത്. ഞാൻ എക്സാമ്പിൾ പറയാം. നടുക്കത്ത് 3 ഉണ്ടെന്ന് വിചാരിച്ചോ. സ്റ്റാർട്ടപ്പ്, പ്രൊഫഷണൽ, എൻ്റർപ്രൈസ്. പ്രൊഫഷണലും എൻ്റർപ്രൈസും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്തൊക്കെയായിരിക്കും അറിയാം? HIPAA കംപ്ലയൻസ്, SSO, ഓഡിറ്റ് റിപ്പോർട്ട് എവറി ഇയർ, ഈ 3 കാര്യങ്ങളേ ഉള്ളൂ എന്ന് വിചാരിക്കുക. എൻ്റർപ്രൈസ് സപ്പോർട്ട്, ഇത് 4 ഉള്ളതെന്ന് വിചാരിച്ചു. SLA 99.99 അല്ലെ 999 അപ് ടൈം, റൈറ്റ്? ഇത്രയാണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചു. ഇതൊരു എൻ്റർപ്രൈസിന് വേണം, ബിക്കോസ് ദേ ഹാവ് ടു ബി കംപ്ലയൻറ്റ് വിത്ത് ദെയർ കസ്റ്റമേഴ്സ്. അപ്പോൾ യു ആർ അലൈനിങ് ഇറ്റ് വെരി വെൽ വിത്ത് ദെയർ നീഡ്സ്, ദാറ്റ് ദേ ആർ ലൈക്ക്, നിങ്ങൾക്ക് SSO വേണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫഷണൽ എടുത്തോ, പക്ഷേ നിങ്ങൾക്ക് SSO വേണം, ബിക്കോസ് യു ഹാവ് ടു ബി കംപ്ലയൻറ്റ്, റൈറ്റ്? അപ്പോൾ അവർ SSO എടുക്കും. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എൻ്റർപ്രൈസ് ഡീൽസ് സംസാരിക്കാൻ പറ്റും. അവിടെയാണ് ഇഫ് യു ക്യാൻ അലൈൻ ദ ഗേറ്റിംഗ് ഫാക്ടേഴ്സ് നന്നായിട്ട് അവരുടെ നീഡുമായിട്ട് അലൈൻ ചെയ്യാൻ പറ്റിയാലാണ് കമ്പനി ഭയങ്കരമായിട്ട് സ്കെയിൽ ചെയ്യുന്നത്. ഐഡിയലി 0 ടച്ചിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയാൽ, ഇപ്പോൾ എക്സാമ്പിൾ outreach.io, ഈ ഇമെയിലിംഗ് സിസ്റ്റം, റൈറ്റ്? എവറി ടൈം നിങ്ങളൊരു SDRനെ ഹയർ ചെയ്യുമ്പം ഔട്ട്റീച്ചിനൊരു സീറ്റ് കൂടെ കിട്ടും. അവരൊന്നും ചെയ്യണ്ട, നിങ്ങളുടെ കമ്പനി ഗ്രോ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് സീറ്റ് കിട്ടും. 0 ടച്ചാണ് അവർ അപ്സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ, റൈറ്റ്? അപ്പോൾ അതുപോലത്തെ അതാണ് ഐഡിയലായിട്ടുള്ള ഗ്രോത്ത് പാറ്റേൺ. പിന്നെ ഗേറ്റിംഗ് ഫാക്ടറിലും അതുപോലെ ഉണ്ട്, പല പ്രോഡക്റ്റും ഉണ്ട്. അപ് ടു 10 യൂസേഴ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് പ്ലാനിൽ നിൽക്കാം. 11ാമത്തെ ആൾ വരുമ്പോഴത്തേക്ക് ഏത് കമ്പനിയായിരുന്നു, ഒരു ഡെവലപ്പർ ടൂളുണ്ട്, ജീറയാണോ? അല്ല, ജീറയല്ല, ഏതോ കുറേ 19 പേര് വരെയോ മറ്റോ ഫ്രീ ആണ്, 10 പേര് വരെ ഫ്രീ ആണ്. 11ാമതാകുമ്പോഴത്തേക്ക് ഭയങ്കര റേറ്റ് ആവും ഫുൾ. സ്ലാക്കിൻ്റെ പിന്നെ ഫ്രീ കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ട്. ഇത് അങ്ങനല്ല, 10 പേർക്ക് ഭയങ്കര ചീപ്പാണ്. 11ാമതാകുമ്പം ഈ 11 പേർക്കും ഭയങ്കര എക്സ്പെൻസീവ് ആവും അവസാനം. അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. സോ അതാണ് ആ ഗേറ്റിംഗ് ഫാക്ടർ ഫിഗറിങ് ഔട്ട്, റൈറ്റ്? ഇഫ് യു ക്യാൻ റിയലി തിങ്ക് ത്രൂ ആ ഗേറ്റിംഗ് ഫാക്ടർ നിങ്ങൾ ശരിക്കും നെയിൽ ഡൗൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ പ്രോഡക്റ്റും കമ്പനിയും ഗ്രോ ചെയ്യും. അതുകൊണ്ടാണ് അവിടെ ഒരുപാട് സമയം. വെരി ഇൻട്രസ്റ്റിംഗ്, ബിക്കോസ് ഞാനൊരു 3 ദിവസം മുമ്പേ വാസ് റീഡിംഗ് അബൌട്ട് ദ Zoom CEO and the initial Zoom calls were restricted to 40 minutes, and he in his interview said we kind of figured out that most of the normal conversations are 45 minutes, so we kind of catered it to 40 minutes. Free calls 40 minutes. Yeah, so usually in considering somebody, young founders, they see pricing as a function of the utility. And a utility മാത്രമാണ് ഒരു ഫംഗ്ഷൻ എടുക്കുക. ബട്ട് അത് മാത്രമല്ല, ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, മേ ബി ബ്രാൻഡിങ് ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്. ലൈക്ക് സോ വി സെൽ ഡേറ്റ. ഞങ്ങൾ ചെയ്യുന്ന അതേ ഡേറ്റ ഒരു കുത്തോ കോമയോ പോലും മാറ്റമില്ലാതെ സെല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളെക്കാളും കുറച്ച് സെല് ചെയ്യുന്നവരുണ്ട്, ഞങ്ങളുടെ 2 ഇരട്ടി പൈസയ്ക്ക് സെല് ചെയ്യുന്നവരുണ്ട്.
ഒരു ഡിഫറൻസും ഇല്ല. ബട്ട് അവിടെ വരുന്ന പ്രൈസിങ്ങിൽ വരുന്ന ഡിഫറൻസിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേ വി പ്രസൻറ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഫംഗ്ഷനാണ്. സോ ഡോണ്ട് ജസ്റ്റ് തിങ്ക് ആസ് എ ഫംഗ്ഷൻ ഓഫ് യൂട്ടിലിറ്റി. ഈ പാനൽ അവസാനിച്ചിരിക്കുന്നു. അടുത്ത പാനൽ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് പാനൽ. താങ്ക് യു സന്ദീപ്. അപ്പോൾ ഇവരെല്ലാവരുള്ള പോഡ്കാസ്റ്റ് ഇൻഡിവിജ്വലി നമ്മുടെ KPH പോഡ്കാസ്റ്റിലുണ്ട്. സോ മേക്ക് ഷുവർ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇത്ര നേരം നമ്മൾ B2B ആയിരുന്നു. ലെറ്റ്സ് ഹിയർ B2C, അല്ലെങ്കിൽ കൺസ്യൂമർ, അല്ലെങ്കിൽ eCommerce. ഈ ഒരു ഡിറക്ഷൻ പിടിക്കാം. സോ ഇറ്റ് ഈസ് സംതിങ്. സോ ഐ വിൽ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ദ പാനൽ ആസ് വെൽ. ജെറി, Colo.app, Shan, eComMafia. Okay, eComMafia plus Karan Cure, D2C eCommerce. Introduction. So my questions. Okay. അപ്പോൾ what made you pursue B2C, consumers? What is more exciting about consuming, like selling to a normal person than a business? എന്നോടാണോ? ലൈക്ക് സോ ഹൗ മെനി കൺസ്യൂമർ കമ്പനീസ് ഹിയർ, ലൈക്ക് B2C ആവാം, അല്ലെങ്കിൽ ഈവൻ പ്യുവർ ഫ്രീ പ്രൊഡക്ട്സ് ഓർ ഫ്രീ? Nice. Very few of them. Yeah, that is what I expected. So your question was like what excites you? അപ്പം ഞങ്ങളുടെ കേസിൽ കുറച്ചും കൂടെ we started with a problem that we all had. നമ്മൾ മലയാളം എഴുതാൻ ഭയങ്കര ഹാർഡായിരുന്നു 2014 ടൈമിൽ, and then we made something that was useful for us. അത് we put it out there, കുറേ പേര് യൂസ് ചെയ്ത് തുടങ്ങി, and then it went up from there. അപ്പം what excites us, it is always ഐ എം എ യൂസർ ഓഫ് മൈ പ്രോഡക്റ്റ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര വാല്യൂ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇപ്പം ഈവൻ വെൻ വി ആർ ബിൽഡിങ് ആൻഡ് ട്രൈങ് സംതിങ് ഔട്ട്, ഓക്കെ ദിസ് ഇസ് നോട്ട് വർക്കിംഗ് ആസ് ഗുഡ് ആസ് ഐ എക്സ്പെക്ട്. സോ അത് ഭയങ്കര ഫണ്ണാണ്. ആൻഡ് ദെൻ ദി അതർ തിങ് ഈസ്, ഇന്നലെ ഷാൻ്റെ കൂടെ നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ നടക്കായിരുന്നു, ആൻഡ് വി ക്യാൻ സീ പീപ്പിൾ ആക്ച്വലി യൂസിങ് യുവർ പ്രോഡക്റ്റ് ഔട്ട് ദർ. ദാറ്റ് ഈസ് എ ഫൺ ഓഫ് ദാറ്റ് പാർട്ട്. What made me choose B2C? So, I mean, I think I cannot almost do anything else. Like it's why would I do anything else? It's that kind of a question. It's not just on the consumer bit, also the marketplace bit. Personally, for me, this journey started probably in 2013. I had attempted multiple marketplace opportunities. What this gives me is, at some level, I see this as a play, in the sense it gives an exploration or to, let's say, your own way you think, also understand how humans behave. Certain bits, for example, humans are fundamentally limited in terms of their memory, how they respond to different inputs. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു exploration, and then that's at a personal level, that translating to application at a business level. That's personally why this is exciting for me. ഓക്കെ, ഞാൻ ചെയ്യുന്ന പറയുന്നത് eCommerce പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ബേസിക്കലി അത് ഞാനൊരു eCommerce കൺസൾട്ടൻ്റ് ആണ്. സോ എവറി ടൈം എ ക്ലയൻറ്റ് കംസ് ടു മീ, ഓൾമോസ്റ്റ് എവ്രി വൺ, അല്ലെങ്കിൽ 95% 98% ആൾക്കാരും ഒരേ ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇത് പറഞ്ഞ് ആക്ച്വലി മടുത്ത്. ഐ യൂസ് ടു ഗെറ്റ് മണി ഫോർ ദാറ്റ്. പക്ഷേ ഇത് പറഞ്ഞ് നമുക്ക് മടുക്കുന്ന ഒരു സമയം ഉണ്ടാവും. സോ ഐ തോട്ട് ഓക്കെ, ഇനി ആര് വന്നു കഴിഞ്ഞാലും ഞാനൊരു മീറ്റിംഗ് ചെയ്യും, ആൻഡ് ദെൻ വീൽ റെക്കോർഡ് ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ യൂട്യൂബ്. ദാറ്റ് ബിക്കേം ആക്ച്വലി ആൻ ഇൻസ്റ്റൻറ്റ് ഹിറ്റ്. അപ്പം നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങി. നിങ്ങൾക്ക് അത് പറഞ്ഞു തരുമോ, ഇത് പറഞ്ഞു തരുമോ, മറ്റോ. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ വീൽ ബ്രിങ് ദ എക്സ്പേർട്ട് ഇൻ ദാറ്റ് ഫീൽഡ് ആൻഡ് ദെൻ ഡു എ വീഡിയോ. പിന്നെയാണ് മനസ്സിലായത് ഇത് പോഡ്കാസ്റ്റാണ്. അങ്ങനെ പിന്നെ ഒരു ദിവസം ഫെലിക്സ് വിളിച്ചു. ഷാൻ എന്താ ചെയ്യുന്നത്? ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, ഇത് പോഡ്കാസ്റ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ എനിക്കും ചെയ്യണം, KPHന് ചെയ്യണം. അങ്ങനെയാണ് ഇപ്പം ഇവിടം വരെ എത്തിയത്. സോ ദാറ്റ്സ് ദ ജേർണി. പിന്നെ ഈ ഇതിൽ കൂടുതൽ വരുമ്പോൾ ഇപ്പോഴും ഒരു AAA എന്ന സംഭവമുണ്ട്. ഡബിളാണോ? അപ്പോൾ എന്താണ് AAA മോഡൽ ഫോർ ദ ബിസിനസ്സസ് യു ആർ ഓപ്പറേറ്റിംഗ്? മംഗ്ലീഷ് കീബോർഡ്, കോളോ, ഇക്കോ. അപ്പോൾ അതിൻ്റെ ഒരു മേ ബി ഫിഗറിങ് ഔട്ട് ആവാം ചില ഇതിൽ. ബട്ട് കറണ്ട് ഇത് ഷെയർ ചെയ്യാം. വാട്ട് ഈസ് വർക്കിംഗ്? ഓർ മംഗ്ലീഷ് കീബോർഡിൻ്റെ കേസിൽ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ യു ഹാവ് ക്ലിയർ ക്ലാരിറ്റി.
ഇതിനെ ട്രിപ്പിൾ എ ആർ ഇതിൽ നമ്മൾ വിളിച്ചിട്ടുണ്ടാവുക. ബട്ട് ദർ വാസ് സംതിങ് വാസ് ഹാപ്പനിങ് ഇൻ ഈച്ച് സ്റ്റേജ് ഓഫ് എ കസ്റ്റമർ, ഫ്രം അക്വയറിങ് എ യൂസർ ടു ഹാവിങ് ദം ഓൺ ബോർഡഡ് പ്ലസ് ആക്ടിവേറ്റിംഗ് ടു റിട്ടേണിങ് ടു റെഫറിങ്, എല്ലാത്തിനും ഒരു സംഭവം ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴും ട്രിപ്പിൾ എ ആർ എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ടാവും. സോ ഓവർ ടു യു, മാക്സിമം 2 minutes. ഞങ്ങളെ കേസിൽ വി ഡിഡ് നോട്ട് ഡു ഇറ്റ് ഇൻ എ സ്ട്രക്ചേർഡ് വേ, അറ്റ്ലീസ്റ്റ് ഇൻ ദ ബിഗിനിങ്. മംഗ്ലീഷ് ഒരു 10 million ഡൗൺലോഡ്സ് എത്തുന്നവരെ നമ്മൾ ഇറ്റ് വാസ് അസ് ട്രൈങ് ടു ഫിഗർ ഔട്ട് തിങ്സ് അവർ സെൽഫ്സ്. ഇങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നുമല്ല ചെയ്തുകൊണ്ടിരുന്നത്. വിൽ ട്രൈ വേരിയസ് തിങ്സ്, ആഡിങ് ഫീച്ചേഴ്സ്. പിന്നെ നമ്മൾ ഭയങ്കര റിഗ്രസ് ആയിട്ട് എ ബി ടെസ്റ്റ് ചെയ്യുമായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് വൺ അഡ്വാൻറ്റേജ് ദാറ്റ് യു ഹാവ് ഇൻ കൺസ്യൂമർ. ലൈക്ക് വി ക്യാൻ ഡു എൻ എ ബി ടെസ്റ്റ് വിത്ത് ലൈക്ക് 500,000 യൂസേഴ്സ് ഇൻ ഈച്ച് ഗ്രൂപ്പ്. അങ്ങനത്തെ എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. ആൻഡ് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രിപ്പിൾ എ ആർ ഒന്നും നമ്മൾ ഫോളോ ചെയ്യാറില്ല. ബട്ട് വി റിയലൈസ്ഡ് ഏർലി ഓൺ മലയാളത്തിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ദ സെയിം പ്രോബ്ലം ഈസ് ദർ ഫോർ അതർ ലാംഗ്വേജസ്. ആൻഡ് ദെൻ ദേശ് കീബോർഡ് എന്നുള്ള ബ്രാൻഡിൽ വി മൂവ് ടു ഓൾ ദി അതർ ടോപ്പ് ഇന്ത്യൻ ലാംഗ്വേജസ്. അങ്ങനെ പിന്നെ അപ്പോഴാണ് കുറച്ചും കൂടെ എങ്ങനെ യൂസേഴ്സിനെ അക്വയർ ചെയ്യും എന്നൊക്കെയുള്ള പ്രോബ്ലം കുറച്ചും കൂടെ വന്നത്. അവർ ഇനീഷ്യൽ സ്ട്രാറ്റജി വാസ് ടു ഗെറ്റ് റാങ്ക്ഡ് അറ്റ് ദ ടോപ്പ് ഓൺ പ്ലേ സ്റ്റോർ ആൻഡ് ആപ്പ് സ്റ്റോർ. വെൻ ദാറ്റ് വർക്ക്ഡ്, we got to some number of users. Next step was like okay, we already get the users who are searching for this category of product, like Hindi keyboard അല്ലെങ്കിൽ തമിഴ് keyboard ഒക്കെ സെർച്ച് ചെയ്യുന്നവരെ we already get. But how do we increase that? How do we make more people look for the product, or how do we make more people download the product? And that is when we started exploring like paid user acquisition and all that. പിന്നെ അവിടുന്ന് അങ്ങോട്ട് റിട്ടൻഷൻ, ഒബ്വിയസ്ലി ലൈക്ക് വൺസ് യു അക്വയർ ദ യൂസർ, ദ കോസ്റ്റ് ഈസ് ഫോർ ദ അക്വിസിഷൻ. അത് കഴിഞ്ഞ് നമ്മളടുത്താണ് ഒരു യൂസർ ആപ്പിലെത്തി കഴിഞ്ഞു. ബട്ട് ഇഫ് ദ യൂസർ ഡസ് നോട്ട് ഗെറ്റ് വാട്ട് ദേ വാണ്ട്, അറ്റ്ലീസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് തുടങ്ങി ആ ഒരു വിന്നിലേക്ക് എത്തുന്നവരെ യു ഹാവ് ടു ഹാൻഡ് ഹോൾഡ് ദം. ഇപ്പം നമ്മളെ കേസിലാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് സമ്മൺ ലൈക്ക് ഒരു 50 വയസ്സുള്ള ആൾ അല്ലെങ്കിൽ 60 വയസ്സുള്ള ഒരാളാണെങ്കിൽ ദേ ഡൗൺലോഡ് ആൻഡ് ദേ ആർ കൺഫ്യൂസ്ഡ്. ഇപ്പം കീബോർഡ് ആക്ടിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ദേ ലൈക്ക് ഓക്കെ, ഞാൻ ഇപ്പം ചെയ്യണോ അതോ ഞാൻ വേറെ ആരെങ്കിലും കാണിച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു മൂഡായിരിക്കും. സോ വാട്ട് വി ഡു ഈസ് ലൈക്ക് വി മേക്ക് ഇറ്റ് ആസ് സിമ്പിൾ ആസ് പോസിബിൾ. ഇപ്പം മംഗ്ലീഷ് കീബോർഡ് ഡൗൺലോഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് എൻ ഓഡിയോ ഇൻസ്ട്രക്ഷൻ, അടുത്തതായി ബട്ടൺ നിൽക്കുക. സോ ദാറ്റ് ഈസ് an approach that we are done to improve retention, right? Yeah, I think. Sure. Sure. I think broadly രണ്ട് type of businesses we can for this context. One, businesses where you can lose money in the first transaction and like expect to make money over time through like their frequency of the use may be more, and so what you call lifetime value, right? But 100 രൂപ കൊടുത്തിട്ട് if they are over time being able to make 1,000, then you can spend that. In our case, there is no repeat. So we are targeting large changes on home, either customers doing interior or building their homes, which means like they are only going to do once in a lifetime. So hence there is no concept of retention. The point is, if for us, let's say average order value is 10 lakhs, we charge about 2%. So 20,000 is our revenue. So we spent നമുക്ക് അത് സെർവ് ചെയ്യാനൊരു 3,000 4,000 cost ഉണ്ട്. Another 3,000 4,000 we have to spend for acquisition. So like we try to make money per transaction. So that's it. Now like each point we'll sort of define, saying that what's the point at which you will consider a user to be acquired or activated. In our case, it's not like any user, a user who is ready for the transaction. Not like, even if you are planning to build a house 1 year down the line, we'll not consider you as a prospect. It's like a sales funnel. You have to show a certain quality of intent. Pinne what else? So there is that definition. Pinne, I think the other part is you can still choose to lose money in case of things like marketplaces, where because the objective is to first, specifically in marketplaces, you want to be like a chanda, right? For that use case, you are the place and there is no other place. So if you have to get there, you have to like get a lot of orders, and because that orders gives incentive to your supply to come and be active, etc. Initially you will probably lose money to win market share, and then like look to make money at a later point of time. ഓക്കെ, ഇതിൽ RAARRR എല്ലാവർക്കും അറിയോ?
ഓക്കെ, ഇറ്റ് ഇസ് ട്രിപ്പിൾ എ ആണോ ശരിക്കും? അല്ല, ഡബിൾ എ ട്രിപ്പിൾ ആർ അല്ലേ? ആ, അപ്പോൾ അക്വസിഷൻ, ആക്ടിവേഷൻ, റീറ്റൻഷൻ, റവന്യൂ, റെഫറൽ, ഇതാണ് അഞ്ച് സ്റ്റേജ് എന്ന് പറയാം. അപ്പോൾ ഞങ്ങളെ കേസിൽ ഇകോം ഷോ, അതായത് നമ്മളൊരു ചാനൽ, അതിൻ്റെ അകത്ത് അക്വസിഷൻ നടക്കുന്നത് ത്രൂ ദ ചാനൽ വെൻ വി ഗീവ് ഔട്ട് വാല്യുബിൾ കണ്ടൻറ്റ്. ആക്ടിവേഷൻ ഒരു വേഗമാണ്, പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് 2-3 പോഡ്കാസ്റ്റ് കണ്ടതിന് ശേഷം ആ കസ്റ്റമർ ആക്ടിവേറ്റ് ആയി. ദെൻ കംസ് ദ പാർട്ട് ഓഫ് റീറ്റൻഷൻ. റീറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ആ കസ്റ്റമർ വീണ്ടും കുറച്ചും കൂടി വീഡിയോസ് കാണും, സോ ദേ ഗെറ്റ് റീറ്റെയിൻ ഫോർ സം മോർ ടൈം. ദെൻ വി ഹാവ് എ ഗേറ്റഡ് പേ വോൾഡ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി. അങ്ങോട്ട് വരുമ്പോൾ അത് റവന്യൂയിലേക്ക് കൺവേർട്ട് ആവും. പ്ലസ് വി ഹാവ് YT റവന്യൂ, വി ഹാവ് സ്പോൺസർ റവന്യൂ, അതൊക്കെ അഡീഷണൽ ചാനൽസ് ആണ്. ആൻഡ് അഗെയിൻ റെഫറൽ ആൾസോ ഹാപ്പൻസ് ദ സെയിം ടൈം. ഇതിൽ പല സാധനങ്ങളും ഒരുമിച്ച് നടക്കുന്നതൊക്കെ ഉണ്ട്. അവർ വരുന്നു, പിന്നെ ബിഞ്ച് വാച്ചാണ്, പോഡ്കാസ്റ്റ് ബിഞ്ച് വാച്ച് ചെയ്യുന്നു, നേരെ വന്ന് അവരെ ഫ്രണ്ട്സിന് റെഫർ ചെയ്യുന്നു, ദേ ആൾസോ കം ഇൻ ടു ദ വാട്സാപ്പ് കമ്മ്യൂണിറ്റി. സോ ഇതെല്ലാം ഒരുമിച്ചും നടക്കുന്നുണ്ട്. സോ വി ആർ സ്റ്റിൽ ഫിഗറിങ് ഔട്ട്, ബട്ട് ദിസ് ഇസ് ദ വേ ഇൻ വിച്ച് ഇറ്റ് ഇസ് വർക്കിംഗ് നൗ. പിന്നെ ട്രിപ്പിൾ ARR ഒന്നും അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ടെക്നിക്കലി ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, ഞാനിപ്പോൾ അടുത്ത് പഠിച്ചത് നമ്മൾ വായിച്ചു നോക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം ടെക്നിക്കലി ഇതായെന്നുള്ളത്, ബട്ട് വി വർ ആക്സിഡൻ്റലി ഓർ സംതിങ് ഡൂയിങ് ഇറ്റ് സംഹൗ. ഓക്കെ, so I think that's all for the questions from my side. Now the questions to the panel. You can ask any questions, then we'll move to the next panel. Next can be engineering panel or a distribution engineering panel. Yes, CTO levels ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് വന്ന് നിൽക്കുക. അപ്പോൾ എനിക്ക് അടുത്തോട്ട് വിളിക്കാം. So who wants to ask questions? അഖിൽ, അഖിൽ, you can ask question. കൈവക്ക് ചെയ്യുന്നല്ലോ. പറഞ്ഞോ, ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ചോദിച്ചോ. ഞങ്ങളെ കേസിൽ നമ്മൾ വി ഡു നോട്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ഒന്നുമല്ല നമ്മളെ പേജസ് കറൻ്റ്ലി, ബട്ട് ലാസ്റ്റ് 1 year വി ബീൻ ഡൂയിങ് എ ലോട്ട് ഓഫ് പെയ്ഡ് യൂസർ അക്വിസിഷൻ ഇൻ പെർഫോമൻസ്. ഓക്കെ, അപ്പം നമ്മളുണ്ടാക്കുന്ന കണ്ടൻറ്റ് ഈസ് മോസ്റ്റ്ലി എയിംഡ് അറ്റ് അക്വയറിങ് യൂസേഴ്സ് ബൈ ഷോയിങ് എൻ ആഡ്. ആ ആഡ് വി സ്കെയിൽ അക്രോസ് ഇന്ത്യ ഇൻ ഡിഫറെൻറ്റ് ജിയോസ്. അപ്പം ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇഫ് യു ലുക്ക് അറ്റ് അവർ തമിഴ് ആഡ്, അത് ലാസ്റ്റ് 3 months ഒക്കെ നോക്കിയാൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ സീൻ ബൈ 30 million തമിലിയൻസ്. അപ്പോൾ അത്ര സ്കെയിലിൽ വി ഡു ദാറ്റ്, റൈറ്റ്? ആൻഡ് ദാറ്റ് ഈസ് അവർ സ്ട്രാറ്റജി കറൻ്റ്ലി. മേ ബി വിൽ സ്ലോലി മൂവ് ടു എ മോർ ഓർഗാനിക് മോഡൽ. പിന്നെ ഞങ്ങളെ കേസിൽ യുണീക്കായിട്ടുള്ളൊരു വാല്യൂ ഈസ് ലൈക്ക് മോസ്റ്റ് ഓഫ് അവർ ഗ്രോത്ത് കെയിം ഫ്രം എൻ ഇൻഡയറക്റ്റ് കൈൻഡ് ഓഫ് എ നെറ്റ്വർക്ക് എഫക്റ്റ്. ഇപ്പം മലയാളത്തിൽ ഞാനൊരാൾക്ക് മെസ്സേജ് അയച്ചാൽ ദി അതർ പേഴ്സൺ മൈറ്റ് ഫീൽ ദാറ്റ് ദേ ഷുഡ് ഓൾസോ റിപ്ലൈ ഇൻ മലയാളം. ദാറ്റ് എഫക്റ്റ് ഈസ് ദർ ഇൻ, ഇപ്പം ബാക്കി ലാംഗ്വേജസിലൊക്കെ ഇതേ എഫക്റ്റ് ടു സം എക്സ്റ്റെൻറ്റ് ഉണ്ട്. പിന്നെ നമ്മളെ യൂസേഴ്സ് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അപ്പം ഒരാൾ വോയിസ് ടൈപ്പ് ചെയ്യുന്നത് കണ്ടു, അപ്പം ഐ ഓൾസോ വാണ്ടഡ് ടു ട്രൈ ഇറ്റ്, അങ്ങനെ. സോ ദാറ്റ് ഈസ് ഓൾസോ സംതിങ് ദാറ്റ് ഹെൽപ്സ് അസ് ഇൻ ദാറ്റ് പീസ്. അപ്പം നമ്മൾ കണ്ടൻറ്റിൽ ഐ വുഡിൻ സേ വി ആർ സ്ട്രോങ്, മേ ബി ജെറി മൈറ്റ് ഹാവ്. Sure. So, content obviously more attention is moving digital, and people are spending a lot of time. That way, it's important. The question is, how is that connected to what you are trying to achieve? So Colo initially started as a pure social media like offering. So it was content for home. ആ ഒരു ടൈമിൽ വി were trying to build a platform which was like bringing users together on one side who wants to see home design content, and the other side. So I mean, we were a content product in that ways. Now we are thinking more in terms of how that fits into our because our model has changed to focus on transactions, and now we see content as a part of acquisition, and even എന്താ പറയുക, ഇൻറ്റീരിയർ ഡിസൈനറിനെ ചൂസ് ചെയ്യുന്ന പ്രോസസ്സിൽ ദർ ഇസ് ലോട്ട് ഓഫ് കോണ്ടന്റ്, ബിക്കോസ് കോണ്ടന്റ് is how we evaluate an interior designer, whether they've done projects, what kind of projects they have done, how many such projects they have done. So adu vechittanu, and then we match it with what the customer says. We also decode, let's say if you share an image, we look at the style of that image and say that this is a colonial style, and then match it with the listing. So those kind of things we do, like, so it's more about what does content, we can also see content as data, and then
then how can you use that data for solving the customer's need in a better way than what is available today? ആ ഒരു സെൻസിലാണ് we look at it. നമ്മളെ കേസിൽ കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന ആൾക്ക് അത് വാല്യുബിൾ ആയിരിക്കണം, അതൊരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യണം. ഒരു സിമ്പിൾ കേസ് പറയുകയാണെങ്കിൽ ഗൂഗിൾ മാപ്സ് വെച്ചിട്ട് നിങ്ങളെ ബിസിനസ്സിൽ റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളത് 99% ആൾക്കാർക്ക് അറിയില്ല. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കളിച്ച കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ ഷെയറബിൾ ഇത് കിട്ടിയതും. അപ്പോൾ നമ്മൾ കുറച്ച് ടെക് സാവി ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ ഗൂഗിൾ മാപ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറേ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം. സോ സിംപിളി ഡിഫൈനിങ് നമ്മൾ അവർക്ക് എന്താണ് ആ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ആ പോഡ്കാസ്റ്റ് കാണുന്ന ഒരാൾക്ക് ദേ വിൽ ഗോ വിത്ത് എ ടേക്ക് അവേ, അത് മേക്ക് ഷുവർ ചെയ്യും. വേറൊന്നും നമ്മൾ ആ കേസിൽ ചെയ്യില്ല. ആൻഡ് ദെൻ വി ഹാവ് ടു ഫിഗർ ഔട്ട് എ ലോട്ട് ഓഫ് വേസ് ഓൺ ഹൗ ടു ഗെറ്റ് ദിസ് ടു മോർ പീപ്പിൾ. കൂടുതൽ അവയർനെസ് എങ്ങനെ കിട്ടുമെന്നുള്ളത്. Next question. One more question. Who wants to ask question? Yeah, shoot. ഒരു ഫ്രീമിയം മോഡലിൽ ഇപ്പോൾ ഒരു ആപ്പ് ഫ്രീ ആയിട്ട് യൂസേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ അവരെ എങ്ങനെ ഒരു പെയ്ഡ് യൂസറായിട്ട് കൺവേർട്ട് ചെയ്യും? അതായത് എങ്ങനെയാണ് നിങ്ങളിത് അപ്രോച്ച് ചെയ്തത്? ചോദിക്കുന്ന ഒരു ഫ്രീമിയം ആയിട്ടൊരു യൂസറെ ആപ്പിലേക്ക് കൊണ്ടുവന്ന ഹൗ വിൽ യു മേക്ക് റവന്യൂ എന്നാണോ അതോ അവരെങ്ങനെ പെയ്ഡ് യൂസർ ആക്കും എന്നാണോ? ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആപ്പ്, ലൈക്ക് വാട്ട് യുവർ ആപ്പ് ഈസ് ഡൂയിങ്. ഇപ്പം കറക്റ്റ്. ഇപ്പം ഞങ്ങളെ കേസിൽ വി ഡോണ്ട് വാണ്ട് യൂസേഴ്സ് ടു പേ ആൻഡ് വി ഡോണ്ട് എക്സ്പെക്ട് യൂസേഴ്സ് ടു പേ. നമ്മൾ അവർ റവന്യൂ മോഡൽ ഈസ് ആഡ്സ്, ബട്ട് അഗെയിൻ ദീസ് ആർ നോട്ട് ടിപ്പിക്കൽ ആഡ്സ്. നമ്മൾ we give you suggestions based on what you're looking for. If you're trying to download an app or if you're trying to shop for something, we are innovating on that direction. നമ്മൾ യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ്ലി കാശ് വാങ്ങുന്നത് വി ഹാവൻറ്റ് ഫിഗർഡ് ഔട്ട് ഇൻ ഇന്ത്യ. ദാറ്റ് ഐ അഗ്രി, ബട്ട് ഐ തിങ്ക് I don't agree that users will not pay. Obviously. One point that I wanted to add was it's very hard to get paid for utilities. People pay for all sort of things. Education pay, idine pay. I know the difference is also, let's say, what's the value of time and what's the GDP for these countries, right? What you're talking about is US. If someone for their minute is more valuable in that sense, they are taking a call whether I spend that additional time figuring it out or like watching the ad, or just pay and get it done. So as India is earning more, you can already see Kuku FM, Pocket FM, and YouTube premiums are also getting paid. So I don't think that's true that people will not pay. Like they will pay in proportion to what they can pay. ഇതിനകത്തൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനല്ലേ, നാട്ടുകാർ പലതും പറയും അവർ പേ ചെയ്യൂല. ഞങ്ങൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് മോണിറ്റൈസ് ചെയ്ത ടീമാണ്. വി ആർ ചാർജിങ് 199 പെർ മന്ത്. സോ ഇറ്റ്സ് പോസിബിൾ. ആ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഞങ്ങളും ചാർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ kph.club പോയിട്ട്. സോ പീപ്പിൾ ആസ്ക് us how you can join our community, right? So we don't usually open up our community. ഭയങ്കര extremely filtered ആണ്. We want the right amount of people coming in our community. Most of people you see here are kind of people I known over the years as well. So unless you don't show any value, we don't add you to the community, right? So you have to add some value. Then we will find you and add you. That is the one way. Another way, if you're looking for opportunities to work with them or anyway, there is a community. So go to kph.club. Our jobs on some bond. Click on that. There is a page, 500 rupees per month. So people have paid and joined. I think noted alkarandundu. So you can also join and be part of KPH. Yeah, that's the thing. And the big opportunities are always where people or the culture would have assumed something like this, and you can sort of disprove it. Right, about entrepreneurs in the room, if there is a particular notion and you can disprove that, you can probably make a large outcome. Any other question? I think that's it for this. You can find this episode on KPH Podcast on YouTube. Make sure to click subscribe and like, share, subscribe. Okay, yeah, that's it for the time. Thank you. Next panel. Okay. Okay. ഒരു CTOൻ്റെ ഡേ ടു ഡേ പണി എന്താണ് ശരിക്കും? എന്താണ് CTO as your job? Maybe speak from behalf of the current role you are doing. And yeah, that's it. First question. Yeah, maybe maximum 2 minutes.
ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ബോർഡിൻ്റെ സൈഡിൽ നിന്നും ഒക്കെ ആയിട്ട് കുറേ റിക്വയർമെൻറ്റ്സ് വരും. അതൊന്നും പറ്റത്തില്ല എന്ന് പറയുകയും അതിനെ ഒന്ന് കുറച്ചെന്താ റിയൽ വേൾഡിലേക്ക് കൊണ്ടുവന്നൊന്ന് മോൾഡ് ചെയ്തെടുക്കലാണ് ഞാൻ യൂഷ്വലി കാണുന്നത്. ഇപ്പോൾ ചില സമയത്ത് ഓർഗിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള റിക്വയർമെൻ്റ് ആണെങ്കിൽ ഇവിടെ ഒരു പ്രൊഡക്റ്റ് മാനേജർ ഉണ്ടല്ലോ, പ്രൊഡക്റ്റ് മാനേജർ കുറച്ച് ഐഡിയ ആയിട്ട് വരും. യെസ്, അപ്പോൾ അവിടെയും കുറച്ച് നോയും യെസ് ഒക്കെ പറയും. അപ്പോൾ ഇതാണ്. പിന്നെ കുറേയൊക്കെ ഞാൻ യൂഷ്വലി ഡീൽ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ഹൗസ് ഹോസ്റ്റൽ ഞാൻ സ്ട്രക്ചർ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നോ പറയാം. ലൈക്ക് എനിക്കറിയത്തില്ല എന്ന് പറയാം. അങ്ങനെ വരുന്ന സാധനങ്ങളെല്ലാം എൻ്റെ അടുത്തേക്ക് ബബിളപ്പായി വരും. അപ്പം അങ്ങനെ ബബിളപ്പായി വരുന്ന പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വേറൊരു ഇത് തന്നെ. പിന്നെ മൂന്നാമതൊരു കാറ്റഗറി ആയിട്ട് വരുന്നത് ലോങ് ടേം വിഷൻ, ലോങ് ടേം പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജി, ടീം ബിൽഡിങ്, അങ്ങനത്തെ ഒരു സോർട്ട് ഓഫ് കാര്യങ്ങളിലാണ് പിന്നെ എൻ്റെ വേറൊരു ഫോക്കസ് പോകാറ്. സോ ഐ എം നോട്ട് ടെക്നിക്കലി ദ CTO. പക്ഷേ ഞങ്ങൾ സ്മോൾ കമ്പനി, ഞങ്ങൾ 3 കോഫണ്ടേഴ്സ് ഉള്ളൂ. അപ്പോൾ ടെക്നിക്കലി എല്ലാവരും CTO ആണ്. ഞങ്ങൾ 3 പേരും ടെക്നിക്കൽ പീപ്പിളാണ്. ലൈക്ക് ബിസിനസ് ടൈപ്പ് ഓഫ് ലൈക്ക് ഐ വുഡ് സേ ലൈക്ക് ഇപ്പോൾ ലൈക്ക് ഇൻ ആൻഡ്രൂസ് കേസ് ടു ഞങ്ങൾ ആക്ച്വലി കൂടുതൽ അഫിനിറ്റി ടെക്നിക്കൽ സൈഡിലോട്ടാണ്. ലൈക്ക് ആ ഒരു ബിസിനസ് ആസ്പെക്റ്റ് അല്ല. അപ്പോൾ കുറേയൊക്കെ ഒരു റോൾ പറയുന്ന സമയത്ത് കുറേയൊക്കെ ഈ പറഞ്ഞ പോലെ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും. ആദ്യം ടെക്നിക്കൽ അല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ എക്സ്പെക്ടേഷൻസ് വരുള്ളൂ. കാരണം പണി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അത് പറ്റുമോ പറ്റില്ലെന്ന്. പറഞ്ഞ പോലെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഉണ്ട് അതിന്, അല്ലെങ്കിൽ എത്രത്തോളം പോസിബിലിറ്റീസ് ഉണ്ടെന്ന്. പിന്നെ പറഞ്ഞ പോലെ അതിലേക്ക് ഒരു ടെക്സ്റ്റ് ടാക്ക് ചെയ്തെടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ട് ഒരു അർത്ഥമില്ല. അതായത് എങ്ങനെ ഷിപ്പ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്, ലൈക്ക് ആ ഒരു കേസ് നോക്കുന്നതാണ് അവസാനം അവിടേക്ക് എത്തും. ആദ്യം ഒരു എന്തൂസിയാസ്റ്റിക്കലി ഓക്കെ നമ്മൾ ആ സ്റ്റാക്ക് ചെയ്യും, ഈ സ്റ്റാക്ക് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം മാക്സിമൈസിങ് ഷെയർ ഹോൾഡർ വാല്യൂയിലേക്ക് എത്തും. അപ്പോൾ മനസ്സിലാവും നമ്മൾ പ്രൊഡക്റ്റ് പെട്ടെന്ന് ഷിപ്പ് ചെയ്യണം. അതാണ് CTOയുടെ റോൾ. ഐ അഗ്രി. ഇത് തന്നെയാണ് മാക്സിമം ഷെയർ ഹോൾഡർ വാല്യൂ നമ്മൾ അപ്ഹോൾഡ് ചെയ്ത് വെക്കുക. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു പേഴ്സണലി ഫോർ എൻ എൻ്റർപ്രൈസ് ആപ്പ് അതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് DNA ആണ്. അതേസമയം വെൻ വി ലുക്ക് അറ്റ് ഫ്രീമിയം ഓർ B2C ആപ്പ് ആണെങ്കിൽ ഒരു ഡിഫറെൻ്റ് ഇതാണ്. എൻ്റർപ്രൈസ് ആപ്പ് ആണെങ്കിൽ കൂടുതൽ കംപ്ലയൻസ്, സെക്യൂരിറ്റി, ലോങ് ടേമിന് അത് ഇതുണ്ട്. പിന്നെ ഒബ്വിയസ്ലി യു ഹാവ് ടു ലേൺ ടു സേ നോ ടു മെനി പീപ്പിൾ ഫ്രം ഇൻവെസ്റ്റർ, റോഡ് മാപ്പ്, CEO ആൻഡ് എവറി വൺ. പക്ഷെ അതേസമയം മറ്റേ നമ്മുടെ B2C കോൺസെപ്റ്റ് ആണെങ്കിൽ അത് കൂടുതലും വർക്കിംഗ് ക്ലോസ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് യൂസർ ഇസ് യൂസിങ്, ഹൗ ദ യൂസർ ഇസ് യൂസിങ് ഡെയിലി the product and what change we can bring in at the shortest possible turnaround time. That's what I think how adds value to the investor overall. Okay, നിങ്ങൾ CTO ആയിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 3 member ടീം ആണെങ്കിൽ there might be you will be coding as well, right? Sometimes as you grow up the ladder you might code less and coding കുറഞ്ഞിട്ട് more of task allocating / ഇത്. And question number 1, do you still, if that is the case, do you still miss coding or do you code? Question number 2 is എന്താ പറയുക, ഈ ഒരു ടീമായിട്ട് ഓരോ പ്രൊഡക്റ്റിൽ ഹൗ ഡു യു അലോക്കേറ്റ് ടാസ്ക്? ആർ യു ദ വൺ ഹു അലോക്കേറ്റ് ടാസ്ക്? ആർ മേ ബി PM ആയിരിക്കും, മേ ബി ആ ഒരു വെൻ ഡിഡ് ദാറ്റ് PM റോൾ ഓൾസോ കംസ് ഇൻ ദ CTO kind of way? സോ എൻ്റേത് യൂഷ്വലി ഒരു മിക്സാണ്. സോ ഐ കോൾ ഇറ്റ് സീസണൽ. സോ യൂഷ്വലി ഒരു മാസം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഐ യൂഷ്വലി ലൈക്ക് ഫോക്കസ് ഓൺ ലൈക്ക് ഓക്കെ ടീം ബിൽഡിങ്. ബേസിക്കലി ഏത് തീയാണ് കൂടുതൽ കത്തുന്നതെന്നനുസരിച്ചിരിക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എല്ലായിടത്തും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. യു ഹാവ് ടു പ്രയോറിറ്റൈസ് വിച്ച് നീഡ്സ് ടു ബി ഫിക്സ്ഡ്. അപ്പോൾ തമ്മിൽ ഭേദം ഏതാണെന്ന് നോക്കിയിട്ട് ഇതിനകത്തേക്ക് പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ യൂഷ്വലി ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഗോസ്. സോ ആ ടീം ബിൽഡിംഗ് എന്നുള്ള സമയമാകുമ്പോഴത്തേക്ക് ഇറ്റ്സ് കട്ട് ഡെലിഗേഷൻ, പ്ലാനിങ് ഔട്ട് എവറിത്തിങ്. ഓഫ് കോഴ്സ് നമ്മൾ യൂഷ്വലി ക്വാർട്ടർലി ഇതിൽ പ്ലാൻ ചെയ്യാറുണ്ട്. ലൈക്ക് ഹൗ ഷുഡ് എ ക്വാർട്ടർ ലുക്ക് ലൈക്ക് എന്നുള്ളൊരു ജനറൽ ഐഡിയ ഉണ്ട്. സോ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഫുൾ ഡിസ്കഷൻസ്, പ്ലാനിങ് സോർട്ട് ഓഫ് ലൈക്ക് കാര്യങ്ങൾ പോകും. എന്നിട്ട് ക്വാർട്ടറിലേക്ക് കടക്കുമ്പോൾ എസ്പെഷ്യലി മിഡ് ക്വാർട്ടറൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേയും കൂടെ ലൈക്ക് ഫിഗറിങ് ഔട്ട് പ്രോബ്ലംസ്, ലൈക്ക് കമ്മിങ് അപ്പ് ലോങ് ടേം തിങ്സ്, അല്ലെങ്കിൽ അടുത്ത ക്വാർട്ടറിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിങ് സോർട്ട് ഓഫ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പോകുന്നത്. പിന്നെ ഇൻ ടേംസ് ഓഫ് ലൈക്ക് അലോക്കേഷൻ ആക്ച്വലി ഒരു വലിയ ഒരു ടൈപ്പ് ഓഫ് സാധനമാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. സോ ദർ ഇസ് നോ ലൈക്ക് വൺ സൈസ് ഫിറ്റ്സ് ഓൾ തിങ്. ചിലവർക്ക് ഇപ്പോൾ അത്യാവശ്യം ബ്രെഡ്ത്ത് ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ എക്സ്പെർട്ടീസ് ഒരു പ്രോബ്ലം ആകാം. യു ഹാവ് ടു ഓൾസോ തിങ്ക് അബൌട്ട് ലൈക്ക് ഓക്കെ ഇവർ വേറെ എന്തൊക്കെ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഹൗസ് കോഷൻ്റെ ഉള്ളിൽ നമുക്ക് യൂഷ്വലി എഞ്ചിനീയറിംഗിൽ 2 ട്രാക്ക് ഉണ്ട്. So one is called planned work and second is unplanned work. And planned work ഒരു Zen മോഡാണ്. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആസ് മച്ച് ആസ് പോസിബിൾ ഒരാളെ, യൂഷ്വലി ഒന്നിൽ നടക്കാറില്ല, 1 അല്ലെങ്കിൽ 2 ആൾക്കാരെ വെച്ചിട്ട് അവർക്ക് 6 വീക്സിൽ തീർക്കാനായിട്ടുള്ളൊരു ടാസ്ക് സെറ്റ് ചെയ്യും. എന്നിട്ട് ആ 6 വീക്സ് ഇവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. ഇവരുടെ ഫ്രണ്ടിൽ എന്ത് വന്നാലും ഞാൻ അല്ലെങ്കിൽ കിരൺ ലൈക്ക് ഞങ്ങൾ ഇതിൽ പറയും ലൈക്ക് അതൊന്നും പറ്റത്തില്ല, ഇവർ ഈ 6 ആഴ്ചയ്ക്കുള്ള സാധനങ്ങൾ ചെയ്യിക്കട്ടെ.
ബേസിക്കലി ഒരു സെന്ന് ബിൽഡ് ചെയ്യാനുള്ളത് ഒരു ഭയങ്കര ടൈറ്റ്ലി യൂണിറ്റ്. ഇത് ബേസ് ക്യാമ്പിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് അവർ ഷേപ്പ് അപ്പ് എന്നാണ് വിളിക്കുന്നത്. സോ ആ ഒരു മെത്തഡോളജിയാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ അൺപ്ലാൻഡ് വർക്ക് ഉണ്ട്, ബഗ്സ്, അങ്ങനത്തെ സോർട്ട് ഓഫ് കാര്യങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന റിക്വയർമെൻറ്റ്സ്, ഇങ്ങനത്തെ സോർട്ട് ഓഫ് കാര്യങ്ങൾക്ക് വി ഹാവ് ലൈക്ക് ആൻ അതർ ട്രാക്ക്. സോ അവിടെ അങ്ങനെ വർക്ക് ചെയ്യുന്ന കടന്നു പോകും. അത് ബേസിക്കലി ഇങ്ങനെ എക്സ്പെർട്ടീസ് വേണ്ടാത്ത സാധനങ്ങളിലാണ്. നൗ ഈ സ്ട്രാറ്റജിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ലൈക്ക് ദ നേച്ചർ ഓഫ് ലൈക്ക് എങ്ങനത്തെ വർക്കാണ്, എങ്ങനത്തെ കാര്യങ്ങളാണ്, എങ്ങനത്തെ വർക്ക് ടാസ്ക്സ് ആണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ഈ മോഡൽ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. ബട്ട് ജനറലി ദിസ് ഇസ് ദ കേസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലൈക്ക് കോഡിങ് ലൈക്ക് മിസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോന്നായിരുന്നു. അപ്പോൾ സിൻസ് വി ലൈക്ക് എ ന്യൂ കമ്പനി, ഞങ്ങൾ എല്ലാ കോ ഫൗണ്ടേഴ്സും കോഡ് ചെയ്യും. ഞങ്ങൾ മൂന്നും ടെക്നിക്കലാണ്. ഐ തിങ്ക് ഇൻ മൈ ലൈക്ക് ഞാൻ ഒരിക്കലും കോഡിങ് നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. പിന്നെ ആൾസോ ഞങ്ങളുടെ കേസിൽ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടി ഒരു കോൺടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഡീപ് ടെക് കമ്പനിയാണ്. അപ്പോൾ കുറേ റീസേർച്ച് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ശരിക്കും ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ടു ആഡ് മോർ കോൺടെസ്റ്റ് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങളൊരു AI ഹാക്കറാണ് ഉണ്ടാക്കുന്നത്. എസെൻഷ്യലി നിങ്ങളുടെ കമ്പനീസിൽ ഈ ഏജൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോഡ് ബേസ് വായിച്ചിട്ട് അതിൽ സെക്യൂരിറ്റി ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കും. അതെങ്ങനെയായിരിക്കും ഒരു മലീഷ്യസ് ഹാക്കർ ആക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. ദെൻ ആഫ്റ്റർ ദാറ്റ് വുഡ് ഓട്ടോമാറ്റിക്കലി പാച്ച് ഇറ്റ്. സോ ഫൈൻഡ് ദ ബഗ്, ലൈക്ക് പാച്ച് ദ ബഗ്, എക്സ്പ്ലോയ്റ്റ് ദ ബഗ് ആസ് വെൽ. ദ സെക്യൂരിറ്റി എഞ്ചിനീയറിംഗിൻ്റെ ഒരു എൻ്റയർ ലൈഫ് സൈക്കിൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ്. അപ്പോൾ അതിൽ കുറേ റീസെർച്ച് ആസ്പെക്ട് ഉണ്ട്. ഞങ്ങൾക്ക് കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊരു ഫീച്ചർ ഇറക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കീപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി വേറെ ഫീച്ചേഴ്സ് പെട്ടെന്ന് ഇറക്കണം. കുറേ റീസെർച്ച് ആസ്പെക്ട് ആണ്. ഞങ്ങൾക്ക് ഹയറിംഗിലും കുറച്ച് ഹാർഡാണത്. അപ്പോൾ സെക്യൂരിറ്റി പ്ലസ് ഡെവലപ്മെൻറ്റ് അറിയുന്ന ഒരാൾ മാത്രമേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ, ലൈക്ക് ഇനീഷ്യലി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ട് എൻഡും കാര്യങ്ങളൊക്കെ ലൈക്ക് ഡിഫറെൻറ്റ് പാറ്റേൺസ് ആയിരിക്കും. പക്ഷേ ഇനീഷ്യലി ഇങ്ങനെ ഒരു ഹാർഡ് സംഭവമുണ്ട്. അപ്പോൾ ഹയറിംഗ് ഒരു ഭയങ്കര ഹാർഡ് പ്രോബ്ലമാണ് ഇൻ മൈ കേസ്. ഐ തിങ്ക് ഫോർ ദം ടു ലൈക്ക് ഭയങ്കര പിക്കിയാണ് ഈ കേസിൽ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ കോഡിങ് നിർത്താൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് മൈ കോ ഫൗണ്ടേഴ്സ് ടു അവരെന്തായാലും കണ്ടിന്യൂ ചെയ്യാനേ ചാൻസ് ഉള്ളൂ. പിന്നെ ഈ ഹയറിംഗ് ആസ്പെക്റ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. അത് ഭയങ്കര ഹാർഡാണ്. ലൈക്ക് ML എക്സ്പീരിയൻസ്, സെക്യൂരിറ്റി എക്സ്പീരിയൻസ്, ദെൻ ലൈക്ക് കോഡിംഗ് എക്സ്പീരിയൻസ് ടു റിയലി ഹാർഡ് ടു ഫൈൻഡ്. അപ്പോൾ അത് നോക്കണം. ആക്ച്വലി സോ അത് ഞാൻ വേണമെങ്കിൽ പറയാം. ലൈക്ക് ഇഫ് എനിവൺ ഇസ് ലൈക്ക് ലുക്കിംഗ് ഫോർ ജോബ്സ് ആൻഡ് സ്റ്റഫ്, സോ ലിമിനൽ ഡോട്ട് സ്പേസ് ഒരു ഡൊമൈൻ ഉണ്ട്. അതിൽ കരിയേഴ്സ് ഒരു പേജിൽ ഒരു കോഡിംഗ് ചലഞ്ച്, ഒരു കോഡ് ബ്രേക്കിംഗ് ചലഞ്ച് ഉണ്ട്. ലൈക്ക് ഇഫ് യു ആക്ച്വലി ക്രാക്ക് ദാറ്റ്, ഐ വുഡ് ഹയർ യു ലൈക്ക് നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. This video is sponsored by Asterix. Check out Asterix. Okay. Yeah, okay. So coding, ഞാൻ it's been a decade. എനിക്ക് കോഡിംഗ് നിർത്താൻ പറ്റിയിട്ടില്ല, ആൻഡ് നിർത്തണമൊന്നുമില്ല. സോ ഐ വിൽ കീപ്പ് ഓൺ കോഡിംഗ്. പിന്നെ ഹയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചലഞ്ചിങ് സ്റ്റെപ്പ് ഫോർ എസ്, എസ്പെഷ്യലി ഫ്രം പേഴ്സണൽ എക്സ്പീരിയൻസ്. ലൈക്ക് ഹയറിംഗ് ദ റൈറ്റ് പേഴ്സൺ, കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ടേൺ അറൗണ്ട് ടൈം ഉണ്ട്. അവർക്കൊരു ഇതുണ്ടാവുമല്ലോ, ഒരു 3 months ദേ ഹാവ് ടു ബി ഓൺ. സോ ഒരു രീതിയിൽ ഞാൻ ഇപ്പോഴും കോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, most of the requirements for us comes like we have to deliver in 2 weeks, 2 months. I originally came here for a product demo. A product ഞാൻ ഫുള്ള് ചെയ്തത് 2 monthsലാണ്. So how I still code is that ഒരു റിക്വയർമെൻറ്റ് വരുമ്പോൾ ഞാനത് 3ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. ഫസ്റ്റ് ഐ ടേക്ക് ഇറ്റ് ലൈക്ക് എ ഫ്രെയിം വർക്ക് where there is no database connection, there is no UI or anything, just structure of the logic. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, വിൽ ടേക്ക് എ ജൂനിയർ ഡെവലപ്പർ ഹു ഇസ് എ ഫ്രണ്ട് എൻഡ് ആൻഡ് ഹു ഇസ് എ ബാക്ക് എൻഡ്, ലെറ്റ്സ് സേ 2 developers, ആൻഡ് ഐ വിൽ ഗിവ് ഹിം എ വാക്ക് ത്രൂ ഓഫ് എന്താണ് ഈ ഫ്രെയിം വർക്ക് ഫോർ എ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ, എന്താണ് ഈ ഫ്രെയിം വർക്ക് ഫോർ എ ബാക്ക് എൻഡ് ഡെവലപ്പർ. ആൻഡ് ദെൻ ഫോർ ഹിം ഇറ്റ്സ് ജസ്റ്റ് റൈറ്റിംഗ് APIs or writing the database query, and for the front end guys it's just writing the CSS or the JavaScript, React things. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും the framework I can do it in 2 hours maybe, because I'm not worrying about SQL or MongoDB or queries and all. അതേസമയം എനിക്ക് CSS ആയിട്ട് പാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. In 2 hours I have delivered the product in the framework mode. അതിനുശേഷം front end developers what they can do is they can add up, they can take time and build the UI and make it look good. Back end developers they can follow the procedure to make it secure and do all the QA and all. So ഫ്രെയിംവർക്കിലോട്ട് ഞാൻ കയറിയതിന് ശേഷം ഐ ഫീൽ മോർ കംഫർട്ടബിൾ, ഐ എൻജോയ് ഇറ്റ് മോർ ദാൻ സ്പെൻഡിങ് ടൈം ബിൽഡിംഗ് UI and writing queries. So I think there is a way to promote ourselves if we love coding in this way, and then we'll write only the core part and the remaining we can outsource so that they can also get better trained. I think there questions can be opened up to the panel as well. Anyone have questions? Feel free to hands up. Anyone who's working as a CTO?
CTO എഞ്ചിനീയറിംഗ് ആ റോളിലുള്ള വർക്ക് അറിയില്ലേ? ആ യെസ്, ക്വസ്റ്റ്യൻസ് വെച്ചോളൂ. ലൈക്ക് എനിക്കുള്ളൊരു ക്വസ്റ്റ്യൻ എന്നുള്ളതല്ല, ലൈക്ക് ജനറലി എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ടുള്ളതാണ്. സോ ടെക് ഫൗണ്ടേഴ്സ് ലൈക്ക് ദേ ഡു ഓവർ എഞ്ചിനീയർ ഫോർ പ്രോട്ടോടൈപ്പ്. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? സോ ലൈക്ക് ഒരു ഹൈലി സ്കെയിലബിൾ ഇൻഫ്ര ബിൽഡ് ചെയ്യും, ലൈക്ക് സോ വാട്ട് ഈസ് യുവർ ടേക്ക്? ഓക്കെ, ഐ തിങ്ക് ക്വസ്റ്റ്യൻ റീഫേസ് ചെയ്തിട്ട് നോ, ആക്ച്വലി അതൊരു നല്ല പുട്ടാണ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ എന്താ? അതിൻ്റെ ആൻസറിന് ഞാൻ ഭയങ്കര ഇതാണ്, ബിക്കോസ് അതിൻ്റെ ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരിപ്പുണ്ട്. ബിക്കോസ് ഐ ആം ഓൾസോ ആൻ ഓവർ എഞ്ചിനീയർ, മോസ്റ്റ്ലി ടൈം കൺസ്ട്രെയിൻറ്റ്. സോ ലൈക്ക് യൂഷ്വലി ഇപ്പോൾ അതിന് ഞാൻ വരുത്തുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാര്യങ്ങൾ കുറച്ചും കൂടെ ടൈം ബൗണ്ടായിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു ടൈം ലൈൻ കഴിഞ്ഞ് തീരത്തില്ല, ഇപ്പോൾ ക്രോസ് ചെയ്ത് പോകത്തില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ജനറൽ രീതിയിലും യൂഷ്വലി ഐ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ റഫ് ഐഡിയാസ്. ഇപ്പോൾ അപ്പോൾ ഒരു റഫ് ഫൗണ്ടേഷനിൽ നിന്നാണ് പിന്നെ കുറേ കൂടെ ഒന്ന് ഇങ്ങനെ കുറച്ചും കൂടെ ക്രിസ്റ്റലൈസ് ചെയ്ത് വരുന്ന സാധനങ്ങൾ. അപ്പോൾ യൂഷ്വലി ഓവർ എഞ്ചിനീയർ ചെയ്യുന്നത് അത് എഞ്ചിനീയറിങ് ആർട്ടായിട്ട് എടുക്കുന്ന എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് ഓക്കെ ഡേറ്റ നമ്മൾ എയർ ടേബിളിൽ സ്റ്റോർ ചെയ്യുന്നു, അതൊക്കെ എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ പെട്ടെന്ന് എന്നോട് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ വൈ എന്നുള്ളൊരു സെൻസ് വരും. ബട്ട് ഇറ്റ് മേക്ക് സെൻസ്. ലൈക്ക് ദർ ആർ പീപ്പിൾ ഹു റൺ കമ്പനീസ്. ഐ തിങ്ക് മൈക്രോ കമ്പനിയുടെ സ്റ്റോർ ഡോട്ട് ലിങ്ക് ഇസ് ബേസിക്കലി ജസ്റ്റ് ദാറ്റ്. ഇറ്റ്സ് ലൈക്ക് എ ലിറ്ററൽ eCommerce സ്റ്റോർ റണ്ണിങ് ഇൻ ഗൂഗിൾ ഷീറ്റ്സ്, റൈറ്റ്? അപ്പോൾ ലൈക്ക് ദാറ്റ്സ് ഓൾ പോസിബിൾ. ബട്ട് ലൈക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഈസ് വെരി ലൈക്ക് ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ കൈൻഡ് ഓഫ് ഗെറ്റിംഗ് ഇൻ ടു. ഞാൻ ആകെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂഷ്വലി എപ്പോഴും ഫോളോ ചെയ്യുന്നൊരു റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അഡ്വൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്നെ എതിർക്കുന്ന ഒരാൾ വേണം. ബിക്കോസ് ഐ നോ വാട്ട് മൈ ജനറൽ നേച്ചർ ഇസ്. അപ്പോൾ ഇപ്പോൾ ഹോസ്കോച്ചിലാണെങ്കിൽ ദാറ്റ് ഇസ് കിരൺ ഫോർ മീ. ഇപ്പോൾ കിരണാണ് ബേസിക്കലി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള തെറി കേൾക്കുന്നത്, ഞാനാണ്. അപ്പോൾ ബേസിക്കലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവൻ പറയുമ്പോൾ എനിക്ക് അവനോട് കുറച്ച് ദയ തോന്നും. ആ സമയത്ത് അൾട്ടിമേറ്റ്ലി അതാണ് സംഭവം. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ്, ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു, നീ പറയുന്ന പോലെ സാധനം നടക്കും. അപ്പോൾ യൂഷ്വലി ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലൊരു ഈക്വിലിബ്രിയത്തിലെത്തും. ദാറ്റ് ഓക്കെ കുറച്ചൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പോൾ കിരൺ പറഞ്ഞു വരുന്ന കിരൺ പറഞ്ഞു വരുന്ന സാധനം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ സെക്യൂരിറ്റി ഒന്നും ഉണ്ടാകുന്നില്ല, ചിലപ്പോൾ ലൈക്ക് വാലിഡേഷനോ സാധനങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ പോസിബിൾ അറ്റാക്സോ ഒക്കെ ഒന്ന് ആലോചിക്കാം. ഐ മീൻ വി ആർ വർക്കിംഗ് ഓൺ എ പ്രോട്ടോടൈപ്പ് ടുഗദർ. ആൻഡ് മുഫീദ് ഞങ്ങളുടെ ഫ്രണ്ടാണ്. മുഫീദ് ആദ്യം പറഞ്ഞത് ഇത് ഇപ്പോൾ പൊട്ടിച്ചേരാന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. സോ യൂഷ്വലി അപ്പോൾ ഞാനാണ് ബേസിക്കലി ആ ഒരു സൈഡിൽ നിൽക്കുന്നത്. സോ വോയിസ് ഓഫ് റീസൺ അതാണ് ഞാൻ അൾട്ടിമേറ്റ്ലി പറയാൻ ഇരുന്നത്. ചിലവർക്കത് ഇൻറ്റേർണലി ബിൽട്ടനായിട്ടുണ്ടാവും. ടൈം ബൗണ്ടായിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വെക്കുന്നത് ഹെൽപ്സ്. ലൈക്ക് ഇന്ന ഔട്ട്പുട്ട് സീനിയർ സമയം കൊണ്ട് തീർക്കണം എന്നുള്ള ഇത് വരുമ്പോഴത്തേക്ക് ദാറ്റ് റിയലി ഹെൽപ്സ്. അല്ലെങ്കിൽ ഹാവ് യുവർ ഓപ്പോസിറ്റ്, ദാറ്റ് ആക്ച്വലി റിയലി ഹെൽപ്സ് ടു ഫൈൻഡ് എൻ ഈക്വിലിബ്രിയം. ദാറ്റ് വർക്ക്സ് ആസ് വെൽ. യെസ്. സംഭവം ലൈക്ക് ഓവർ എഞ്ചിനീയറിൻ്റെ കേസിൽ ഇപ്പോൾ ആൻഡ്രൂ പറഞ്ഞ പോലെ ലൈക്ക് ആ കോഡിംഗ് ഒരു ആർട്ട് ഫോമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഐ വുഡ് സേ ലൈക്ക് മോസ്റ്റ്ലി സെൽഫ് ടോട്ട് പ്രോഗ്രാമേഴ്സ് ആണെങ്കിൽ ഓവർ എഞ്ചിനീയറിംഗ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അത് ഈ പ്രോജക്റ്റ് എലിച്ചറിൽ എഴുതിയാലോ, ഈ പ്രോജക്റ്റ് റസ്റ്റിൽ എഴുതിയാലോ, അങ്ങനെ കുറേ ഒരു ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, സംടൈംസ് ഇറ്റ് മേക്ക് സെൻസ്. പക്ഷേ വേറെ കുറച്ച് ആസ്പെക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ വുഡ് സേ ഓവർ എഞ്ചിനീയറിങ്ങിനേക്കാൾ കൂടുതൽ ഞാൻ പെട്ടെന്ന് കണ്ടേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഈ കുറേ സാസിന് പോയി സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. അത് വളരെ ഒരു ബിഗ് പ്രോബ്ലം ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ചുമ്മാ പോയി AWSലും GCPയിലൊന്നും ഹോസ്റ്റ് ചെയ്യേണ്ട വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ എൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ $20 ഡിജിറ്റൽ ഓഷൻ VPSലാണ് ഹോസ്റ്റ് ചെയ്തേക്കുന്നത് വിത്ത് എൻ SQLite പ്രൊഡക്ഷനിൽ ഓടും. കുറേ അവരോട് പറയാൻ പറ്റത്തില്ല എന്ന്. SQLite എന്തോ ഹോബി പ്രൊഡക്ഷൻ്റെ സംഭവമാണ്. പക്ഷേ SQLite ആക്ച്വലി ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ ലൈക്ക് MySQL ആൻഡ് Postgres. അപ്പോൾ അതിൽ ലൈക്ക് WAL ലൈക്ക് റൈറ്റ് ഹെഡ് ലോക്ക് ഉണ്ടെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം. ലൈക്ക് അത് ആക്ച്വലി സ്കെയിൽ ആവും. അത് ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ആൾക്കാർക്ക് അത് അറിയത്തില്ല. അവർക്കൊരു ഡിഫാക്റ്റോ സൊല്യൂഷൻ ആയിരിക്കും ലൈക്ക് Postgres അല്ലെങ്കിൽ ഇത് ലൈക്ക് ആപ്റ്റ് ആവുന്ന സൊല്യൂഷൻസ് ഉണ്ട്, ഫൈൻ. പക്ഷേ കുറേയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാസും കുറേ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അതും ഇതൊക്കെ വെച്ച് ഒരു ഓവർ എഞ്ചിനീയർ ചെയ്തൊരു സൊല്യൂഷൻ ആയിരിക്കും. ഇതിൻ്റെ കേസിൽ ഐ വുഡ് സേ ഒതൻറ്റിക്കേഷൻ്റെ കേസിൽ ഈ പറഞ്ഞ പോലെ പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം സെക്യൂരിറ്റിക്ക് ആകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ ചൂണ്ടിക്കാണിക്കാമല്ലോ, ലൈബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യാം, നിങ്ങൾ പൊട്ടില്ലല്ലോ. അപ്പോൾ ഒതൻറ്റിക്കേഷൻ്റെ കേസിൽ ഇറ്റ് മേക്ക് സെൻസ്. പക്ഷേ അല്ലാത്ത കേസിൽ പെട്ടെന്നൊരു ഫീച്ചർ ഷിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഓവർ എഞ്ചിനീയർ ചെയ്തിട്ട് കാര്യമില്ല. ചുമ്മാ ഒരു ഹോബി പ്രോജക്ട്സ് ആണ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫൈൻ. പക്ഷേ ഈ ആക്ച്വൽ പ്രൊഡക്റ്റിൻ്റെ കേസ് വരുമ്പോൾ ഫീച്ചേഴ്സൊക്കെ പെട്ടെന്ന് റോൾ ഔട്ട് ചെയ്യണം. ആ കേസിൽ ലൈക്ക് അത് നോക്കിയിട്ട് കാര്യമില്ല.
എൻ്റെ ഏർലി ഡേയ്സിൽ ഞാൻ ഓവർ എഞ്ചിനീയർ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്രോജക്റ്റ് ഒരുപാട് കൺഫ്യൂഷൻ ആൻഡ് അത് ഒരു പോയിന്റിന് ബിയോണ്ട് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലെവൽ വന്നിട്ടുണ്ട്. ഇറ്റ്സ് വെരി ടെറിബിൾ പ്ലേസ് ടു ബി, എസ്പെഷ്യലി ആസ് എ സീനിയർ ഡെവലപ്പർ. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഐ ആസ്ക് ലൈക്ക് വാട്ട് ഈസ് ദിസ് ഫീച്ചർ വർത്ത് എന്നത് ചോദിക്കും. And I'll give you 2 examples. Wish list ആണ്, wish list build ചെയ്യണം നമുക്ക്. I have came across 2 different scenarios. One in a very small startup, they are just starting up. അപ്പോൾ അവരുടെ wish list, what is it worth? It's just when somebody clicks the heart icon, it should be stored in some DB, nothing more, right? So ഇറ്റ്സ് ദാറ്റ് വർത്ത്. നമുക്ക് അത്രയും ചെയ്താൽ മതി, അതിന് ഓവർ എഞ്ചിനീയറിംഗിൻ്റെ ആവശ്യമില്ല. പക്ഷെ അതേസമയം ഐ വർക്ക്ഡ് വിത്ത് എ ഡിഫറെൻറ്റ് കമ്പനി വെർ ദേ ഹാവ് അറൌണ്ട് 40 lakh യൂസർ പെർ മിനിറ്റ് ഓർ പെർ ഡേ സംതിങ്. അപ്പോൾ അവരുടെ ഒരു വിഷ് ലിസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് there are different considerations, like existing latency ആഡ് ആവാൻ പാടില്ല. സോ ലോട്ട് ഓഫ് കൺസിഡറേഷൻസ് ദേ ഹാവ് ടു ഡു. പക്ഷേ ഇതിനകത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈവൻ the first example and the second example, it's a journey, right? It's not from day one you need to build the most sophisticated wish list. You can start with a very basic one and let the user have some latency at the first, and then as your business grows, as you get more the traction, then you eventually end up, it's not it's you end up in a complicated design where it is rightly engineered. So Any other questions for the CTO engineering panel? Okay, so I have one quick question. Okay, just the tools that you use in the line of work. It can be the Jira kind of tools, or it can be some GitHub issues or something. Just the tools, then we'll wind up the thing. We are short of time, that's why. എങ്ങനത്തെ ലൈക്ക് സ്പേസിലുള്ളതാണ്? ജനറൽ എഞ്ചിനീയറിംഗ് ടൂൾസ് ഓർ ലൈക്ക്? ഓക്കെ, ഓക്കെ. ടൂൾസ് എഞ്ചിനീയറിംഗ് ടൂൾസ് ആണോ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ടൂൾസ് എന്നുള്ള രീതിയിലാണോ? ഓക്കെ. സോ ഞാൻ ഇത്തിരി ഒരു ഫ്രീ സോഫ്റ്റ്വെയർ പ്രൊപ്പോണൻ്റ് ആണ്. സോ ഞാൻ എൻ്റെ വർക്ക് മോസ്റ്റ്ലി എല്ലാം വിമ്മിലാണ് നടക്കാറ്. ഐ വിൽ നോട്ട് സേ എല്ലാവരോടും അതിനകത്തേക്ക് പോകണമെന്ന്. സോ അതുണ്ട്, ബട്ട് ദാറ്റ്സ് മോസ്റ്റ്ലി ഓൺ ദ കോഡിങ് സൈഡ്. ഐ കീപ്പ് എവറിത്തിങ് സൂപ്പർ മിനിമൽ. ഒന്ന് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ ലൈക്ക് അറ്റൻഷൻ പെട്ടെന്ന് തെറിച്ച് പോകുന്നൊരു പ്രശ്നമുണ്ട്. സോ ചിലപ്പോൾ പെട്ടെന്നൊരു പോപ്പപ്പ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഹൈ നോട്ടിഫിക്കേഷൻ പറഞ്ഞ് ഞാൻ വേറെ എങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ വിമ്മ നമ്മളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഫുൾ സ്ക്രീനിലിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. സോ കോഡ് മാത്രമേ ഉള്ളൂ ലിറ്ററലി. താഴെ ഒരു സ്റ്റാറ്റസ് ലൈനും കോഡും. അപ്പോൾ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ടാബ്സ് പോലും ഞാൻ യൂസ് ചെയ്യാറില്ല, ബിക്കോസ് അല്ലെങ്കിൽ ഞാൻ ടാബ് നോക്കി ഇങ്ങനെ ഇരിക്കും. സോ അപ്പോൾ ബേസിക്കലി അതാണ്. പിന്നെ കാലണ്ടറിൽ ഇതിലൊക്കെ ആണെങ്കിലും എൻ്റെ ഒരു ജനറൽ തീം ഇതാണ്. സോ കാലണ്ടർ ഞാനിപ്പോൾ ഡീഫോൾട്ട് ആപ്പിൾ കാലണ്ടറാണ്, ആപ്പിൾ ഇക്കോസിസ്റ്റത്തിൽ അതാണ് ആപ്പിൾ കാലണ്ടറാണ് യൂസ് ചെയ്യുന്നത്. നോട്ട് ടേക്കിംഗ് ഞാൻ ചെയ്യാറില്ല, സോ അതാണ് കുഴപ്പമൊന്നുമില്ല. പിന്നെ ടു ഡൂസ് ഞാൻ തിങ്സ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ഐ യൂസ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് ഹാവ് ഫീച്ചേഴ്സ്, അത്രേ ഉള്ളൂ. I mean it's very simple, like adhigam, like the reason is like ipo inde alternatives eduthu nokkane like TikTok or Todoist ഒക്കെ നോക്കിയാൽ they have like a lot of features. ഇതിപ്പോൾ അത് സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കത്തില്ല. ഐ ജസ്റ്റ് വാണ്ട് ലൈക്ക് എൻ എവർ റോളിംഗ് ടു ഡു ലിസ്റ്റ് വിത്ത് ലൈക്ക് ഓക്കെ ഇന്ന കാറ്റഗറി ഓഫ് വർക്ക് ഉണ്ട് എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ തിങ്സ് ഇസ് ബേസിക്കലി ദാറ്റ്. ഇറ്റ് ഡസൻറ്റ് ഹാവ് എ ലോട്ട് ഓഫ് ഫീച്ചേഴ്സ്, പക്ഷേ അത് ഉള്ളത് നല്ല വെൽ തോട്ട് ഔട്ട് ആൻഡ് ഡിസൈൻഡ് ആണ്. സോ ഐ യൂസ് ഇറ്റ് മോസ്റ്റ്ലി. സോ I would say like പ്രൊഡക്ടിവിറ്റിയുടെ കേസിലും പറയാം, ഡെവ് ടൂൾസിൻ്റെ കേസിലും പറയാം. പ്രൊഡക്ടിവിറ്റിയിൽ ഗൂഗിൾ കലണ്ടറാണ് യൂസ് ചെയ്യുന്നത്. കമ്പനിയുടെ വർക്ക് സ്പേസ് ഗൂഗിൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ കലണ്ടറും അതിലാണ് സിങ്ക്ഡ്. പിന്നെ അതുപോലെ ടു ഡു ലിസ്റ്റ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്, ഞങ്ങൾ ലീനിയർ യൂസ് ചെയ്യുന്നുണ്ട്. ടീമായിട്ട് ലൈക്ക് ടാസ്കും കാര്യങ്ങളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ലീനിയറാണ്. അല്ലാതെ പിന്നെ ലൈക്ക് ഔട്ട് സേ പ്രൊഡക്ടിവിറ്റി ടൂൾസിൽ അതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ നോട്ട് ടേക്കിങ്ങിലേക്ക് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് .txt ഫയൽ എന്നിട്ട് ഡെസ്ക്ടോപ്പിലിടും. അതാണ് നോട്ട് ടേക്കിംഗ്. അല്ലാണ്ട് അങ്ങനത്തെ നോട്ട് ടേക്കിംഗ് ഒന്നുമില്ല. പിന്നെ ഡെവ് ടൂൾസിൻ്റെ കേസിൽ ഞാൻ കേഴ്സർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് കേഴ്സർ ലൈക്ക് റിലീസ് ചെയ്ത മുതൽ ഞാൻ കേഴ്സർ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ്. ഞാൻ പണ്ട് വിമ്മിലായിരുന്നു, പിന്നെ ചെറുതായിട്ടൊന്ന് മാറി. എനിക്ക് വിമ്മിലോട്ട് തിരിച്ച് പോകണമെന്നുണ്ട്. കേഴ്സർ യൂസ് ചെയ്യാറുണ്ട്. സെയിം റീസൺസാണ്. അതായത് VS കോഡ് കുറച്ച് ഒരു ബ്ലോട്ടഡ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ട്. എസ്പെഷ്യലി കേഴ്സറൊക്കെ ആയതുകൊണ്ട് കുറേ എക്സ്റ്റൻഷൻസ് കുറേ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു ബ്ലോട്ടഡ് ഫീൽ ഉണ്ട്. വിമ്മിലല്ല
ഐ മീൻ വിമ്മിൽ ഇവൺ ലൈക്ക് ഇപ്പോൾ കേഴ്സർ തന്നെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിയോ വിം ആണെങ്കിൽ എൻവിം വേറെ പ്ലഗിൻസ് ഇപ്പോൾ LLMs യൂസ് ചെയ്യാനുള്ള പ്ലഗിൻസ് ഉണ്ട്. ഐഡർ എന്നിട്ട് ടൂൾ ഉണ്ട്, ഓപ്പൺ സോഴ്സ് ആണ്, അതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും വിമ്മിലേക്ക്. ലൈക്ക് ഐ വുഡ് സേ VS കോഡിലുള്ള എല്ലാ ഫീച്ചറും വിമ്മിലുണ്ട്. ജസ്റ്റ് ദാറ്റ് കുറേ കീ ഷോർട്ട് കട്ട്സ് പഠിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ലൈക്ക് ഓർഗ് സ്റ്റാക്ക് എന്ന ടൂൾസ് ഉണ്ട്, ഐ തിങ്ക് വി ബോത്ത് യൂസ്. ഡോക്കർ കണ്ടെയ്നേഴ്സ് ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് അങ്ങനെ കുറച്ച് ടൂൾസൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഞാനിവിടെ കുറച്ച് സ്റ്റാൻഡേർഡ് അപ്രോച്ചാണ്, വിമൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ VS Code ഇസ് സംതിങ് ദാറ്റ് ഐ എം യൂസിങ് ഫോർ ക്വൈറ്റ് സം ടൈം. ഈവൻ ഫോർ നോട്ട് ടേക്കിംഗ് ഐ യൂസ് VS Code. It's quickly just go double tap and open up a new file and write something on it. പിന്നെ അല്ലാതെ Azure DevOps is really good. Personally I have experience, so especially working with the team 15 plus ടീമൊക്കെ ആണെങ്കിൽ Azure DevOps for എന്താ നമ്മുടെ ബോർഡ് Kanban ബോർഡ് അതിനൊക്കെ. പിന്നെ പൈപ്പ് ലൈനിങ് CI/CD പൈപ്പ് ലൈൻ Azure DevOps is good. I think it's a കുറച്ച് എക്സ്പെൻസീവ് ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു കമ്പയർഡ് ടു ദ മാർക്കറ്റ് അതർ ആൾട്ടർനേറ്റീവ്സ്. അതല്ലാതെ പിന്നെ ഐ റിയലി ലവ് Kubernetes, the concept of containerization, how versatile it is. Kubernetes, പിന്നെ Docker, പിന്നെ DigitalOcean is one good option which we recently realized after ending up paying $5,000-$6,000 per month on AWS. So don't make that mistake, because AWS ന്റെ price എന്ന് പറയുന്നത് it includes, if your product is enterprise products and if it demands like ISO certification, if your company has ISO certification and your customer also expecting that, then AWS is a good option. പക്ഷേ ഒരു സ്റ്റാർട്ടപ്പിന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയും, എസ്പെഷ്യലി to prove the idea or have a market validation, DigitalOcean is a good platform to bet on. ഞങ്ങൾ റീസെൻ്റ്ലി മൂവ് ചെയ്തു. $5,000-$6,000 നിന്ന് $200-$300 ആണ് ഞങ്ങളുടെ പ്രൈസ് ഡിഫറൻസ്. സ്റ്റിൽ വി ആർ ഗെറ്റിംഗ് ദ സെയിം സ്കേലബിലിറ്റി ആൻഡ് എവറിത്തിങ് ഇസ് സെയിം. Okay, Lambda versus basically the. So first question is, what do you see? Like, എപ്പോഴും ഞാൻ ചോദിക്കാൻ ആലോചിക്കുന്ന ഒരു കാര്യം is, Lambda makes sense. കുറേ കാര്യങ്ങളിൽ it makes sense, especially like flexible scaling വേണ്ട സിറ്റുവേഷൻസിൽ it does absolutely make sense. പക്ഷേ that's also at the cost of like cold starts ആലോചിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കണം. And ഇതിൻ്റെ so like it depends on like what are you aiming to achieve with it. ഇപ്പോൾ എൻ്റെ ഒരു ജനറൽ പ്രിൻസിപ്പിൾ is like if you are like a growing startup is basically ഈ ഒരു like when the choice of basically Lambda or like either Lambda or like having a dedicated instance or something, എന്നൊരു ചോദ്യം വരുന്ന സമയത്ത് you probably have enough traffic to afford an actual team to deal with this, right? So അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീപ്പ് ഇറ്റ് സിമ്പിൾ. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്റ്റാക്കുകളിൽ ചില ഫ്രെയിംവർക്കുകളിൽ ചിലത് നല്ലോണം ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിയാക്ട് നെക്സ്റ്റ് സൈഡിലുള്ള ആൾക്കാരാണെങ്കിൽ ബിക്കോസ് വേഴ്സൽ ആ ഒരു സെർവർലെസ് സൈഡിലേക്ക് ആക്ച്വലി നല്ല ലൈക്ക് ഇൻറ്റഗ്രേഷൻസ് നല്ലതാണ്. സോ ഇറ്റ്സ് ലൈക്ക് വെരി സ്മൂത്ത്. ഇപ്പോൾ നമ്മളാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ വ്യൂവിലാണ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് നക്സ് എന്ന് പറയുന്ന ഫ്രെയിം വർക്കാണ്. അതാണെങ്കിൽ സെർവർലെസ് ചെയ്യാനാണത് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ജസ്റ്റ് വേഴ്സൽ ഗിറ്റ് കൊടുക്കുക, ഗിറ്റബ് കൊടുക്കുക, ഇത് ചെയ്യുക. സോ ആ ഒരു ഇത് ഇടയ്ക്ക് പോകണ്ടല്ലോ. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് സോ ലൈക്ക് വാട്ട് ഐ വുഡ് ബേസിക്കലി സേ ഇസ് I would basically say is, have you ever thought about like ഇത് ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ വേഴ്സസ് ലൈക്ക് ഇത് ഇപ്പോൾ സ്കേലബിലിറ്റി മേക്ക് സെൻസ്, ബട്ട് ഓക്കെ ഡു യു ഹാവ് എ നീഡ് ഫോർ ദാറ്റ് സ്കേലബിലിറ്റി? ഇത് എല്ലാ പ്ലാറ്റ്ഫോംസിനും ആവശ്യമുള്ള സാധനമല്ല. ആൻഡ് ഇതിൻ്റെ കോസ്റ്റ് ഉണ്ട്. സെർവർലെസ് ഇസ് ജനറലി മോർ എക്സ്പെൻസീവ്. സോ ഐ മീൻ പ്രൈം വീഡിയോ, AWS പ്രൈം വീഡിയോ തന്നെ സെർവർലെസ്സിൽ നിന്ന് കുറേയൊക്കെ മാറ്റി, ജസ്റ്റ് ബിക്കോസ് Amazon finds it more expensive to actually run it out there. Hotstar already, Hotstar's engineering team is പൊളി. So that's one thing. അവർക്ക് പക്ഷേ കുറച്ച് സാധനങ്ങളുണ്ട്. There are certain places it makes sense. Again, like scalability loads കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക്, but at the end of the day, most of the people here, including me, we are not working on a scale where that actually is like a break yes or no thing. Like ഇതിനെക്കുറിച്ച് വെറി ചെയ്യേണ്ട ആവശ്യമുള്ള ഇതിലല്ല. So yeah. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ടു ഗിവ് എ ക്വിക്ക് ബാക്ക്ഗ്രൗണ്ട്, 2017 നമ്മൾ മീറ്റപ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. വൺ ഓഫ് ദ തിങ്സ് യൂണിക്ലി സെറ്റ് അപ്പാർട്ട് ഫ്രം അവർ കോൺവെർസേഷൻ ഈസ് വി ഡോണ്ട് ഡു സ്റ്റാർട്ടപ്പ് പിച്ച്, വി ഡോണ്ട് ഡു എനി അതർ തിങ്സ്. ഈ സ്ലൈഡ്സ് ഒക്കെ ബാൻഡാണ്. ഇഫ് യു ബ്രിങ് സ്ലൈഡ്സ് യു ആർ ഗെറ്റ് ഔട്ട് ഫ്രം ദ തിങ്. അത്രയും എക്സ്ട്രീം സ്ട്രിക്റ്റ് ആയിട്ടാണ് അതിൻ്റെ അഡ്മിൻ ഞാൻ റൺ ചെയ്യുന്നത്. സോ യു വിൽ നോട്ട് ഫൈൻഡ് എന്താ പറയുക തള്ള് പീപ്പിൾ ഇൻ മൈ കമ്മ്യൂണിറ്റി. ഐ വിൽ നോട്ട് അലൗ ദാറ്റ് ആസ് വെൽ. ഓക്കെ. അപ്പോൾ so the session you are going to hear is KPH product demo. Since 2017
Buy Me a Coffee or Entry or Hopscotch or name it, any of the app maker or any of it, they have came to our events with a demo. Okay, so as the years went on, they are pretty much the so അതാണ് ഒരു ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ. സോ ദീസ് സം ഓഫ് ദ പ്രോഡക്ട്സ്, ദ നെയിംസ് മേ സൗണ്ട് വിയേർഡ്, ദ പ്രോഡക്ട്സ് മേ സൗണ്ട് ഇത് ബ്രേക്ക്, but the founders and their ambitions are something to be looked upon. So we have something called kph.vc. Okay, kph.vc is a new product from kph, where it's a hey video ഇതൊക്കെ അപ്പോൾ kph.vc-ൻ്റെ ഒരു വെബ്സൈറ്റ് ആണ്. ഡൊമൈൻ എക്സ്പെൻസീവ് ആയി, എക്സ്പെൻസീവ് റിക്കവർ ചെയ്യും നമ്മൾ. ഓക്കെ, അതൊരു പെയ്ഡ് അത് kph.club എന്ന ഡൊമൈൻ ഉണ്ട്, kph.fund എന്ന ഡൊമൈൻ ഉണ്ട്, kph.vc എന്ന ഡൊമൈൻ ഉണ്ട്. കുറേ ഡൊമൈൻ മേടിച്ചു, പക്ഷേ ഇത്രയും എമൗണ്ട് ആയി. ഓക്കെ, അപ്പോൾ ആ എമൗണ്ടൊക്കെ നമുക്ക് റീകൂപ്പ് ചെയ്യണമെങ്കിൽ ഒന്ന് നിങ്ങൾ സ്പോൺസർ ചെയ്യുക നമ്മുടെ എപ്പിസോഡ്സൊക്കെ. സെക്കൻഡ് തിങ് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ചുമ്മാ കുറച്ച് ക്യാഷ് ഗൂഗിൾ പേ ചെയ്യാം. Okay, these are things you can help me out. Okay, so this is something it's still in MVP. So what is next for KPH? What is next for KPH? Usually in our community, I used to intro to investors and all these things happens organically. The formalized semi-formalized or all these things like KPH.vc is basically WhatsApp group where you have people with money. Okay, where we after do the due diligence, we send them over to them, and if they are interested, they onboard in a WhatsApp group. Then the further things happen from there. Okay, so adana oru cherry MVP, we were just piloting it. So you do 10 demos which we shortlisted, and some of them, if you have time, can also come demo as well, which will be also circulated with the initial KPH VC folks. So adana idu, if you are interested and have money to invest and wants to invest, this is the way to reach out. Otherwise, enjoy the demos. So, yeah, okay, so who wants to demo first? So we have 10 people. Make me pass. Oh yeah. Okay, make me pass. Appo make sure you put mic and maximum 5 minutes allo. 5 minutes stop cheyanam. If not, you will be banned from KPH community. Okay, so yeah, it's a risky move. So we just want to have a product demo, nothing else. And then after 5 minutes questions people will ask, okay, what's the traction or what's the thing, or some feedback or suggestions. That is the time. Otherwise, straight away to the demo, nothing else. Okay, നമ്മൾ ബേസിക്കലി ഒരു ഇവൻറ്റ് ടെക് ടൂളാണ് ടു സിംപ്ലി പറയുകയാണെങ്കിൽ. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി സോൾവ് ഈസ് ലൈക്ക് ഒരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഫസ്റ്റ് വേണ്ട ഒരു സംഭവമാണ് ഒരു ഇവൻറ്റ് പേജ് വേണം. ഓക്കെ, സോ സിംപ്ലി ഒരു ബാനർ ഇടാം, ടൈം കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഒരു ഇവൻറ്റ് പേജ് ഉണ്ടാക്കാം. സോ ഇത് ഡെമോക്ക് വേണ്ടിയിട്ട് ലൈക്ക് ഒരു KPH ഹഡിൽ എന്നുള്ളൊരു തീമിലൊരു ഇവൻറ്റ് പേജ് ഉണ്ടാക്കിയതാണ്. ഓക്കെ, സോ ആൻഡ് വി ഹാവ് എ ഫോം ബിൽഡർ, അതായത് എല്ലാ ഇവൻറ്റിലും ഉള്ളൊരു സംഭവമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത്. ആൻഡ് ലൈക്ക് അത്യാവശ്യം ഡീസൻ്റ്ലി UX കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ആൻഡ് യാ, ഇതിനകത്ത് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം, ലൈക്ക് വി ക്യാൻ ഹാവ് കണ്ടീഷണൽ ഫോംസ് എവറിത്തിങ്. ആൻഡ് ഇവൻറ്റ് പേജ് ഉണ്ട്, ലൈക്ക് എഡിറ്റ് ചെയ്യുക, മാപ്പ് സെറ്റ് ചെയ്യുക, ലൈക്ക് കുറേ സെറ്റ് ഓഫ് സെഗ്മെൻറ്റ്സ് ഉണ്ട്. ആൻഡ് ടിക്കറ്റ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ ടിക്കറ്റ്സ്, പെയ്ഡ് ടിക്കറ്റ്സ് അല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ലൈക്ക് വി ക്യാൻ കസ്റ്റമൈസ് ദ ടിക്കറ്റ്. സോ ഒരു സ്മോൾ എക്സ്പീരിയൻസ് ഫാക്ടറാണത്. ഓക്കെ, സോ ആൻഡ് ഇൻസൈറ്റ്സ് ഉണ്ട്, പിന്നെ കുറേ ഡീപ്പ് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ അഫിലിയേറ്റ് ആയിട്ട് ടിക്കറ്റ് സെല് ചെയ്യുക, അപ്പോൾ അങ്ങനെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആൻഡ് യാ, ജസ്റ്റ് ഒരു ഡെമോ എന്നുള്ള രീതിയിൽ ഒരു പാർട്ടിസിപ്പൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ രജിസ്റ്റർ ചെയ്ത് കാണിക്കാം. So I'm submitting and like I can view the ticket. Okay, and mail ഇതുപോലെ ഒരു ടെംപ്ലേറ്റ് വരും, ലൈക്ക് വ്യൂ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ലൈക്ക് ഫോളോ അപ്പ് മെയിൽസ് പോവുക, റിമൈൻഡേഴ്സ് പോവുക, ഇങ്ങനെ കുറേ ടിപ്പിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് ലൈക്ക് ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് നമ്മളൊരു ലൈക്ക് സ്മോൾ നെറ്റ്വർക്കിംഗ് ഗെയിം ഉണ്ട്. സോ ഹ്യൂഗോ എന്നാണ് എൻ്റെ പേര്. .makeMyPassൻ്റെ ഒരു സബ് പ്രോഡക്റ്റ് ആണ് ഫോർ ഗെയിമിംഗ്. ആൻഡ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു ഇവൻറ്റിൽ വന്നു കഴിഞ്ഞാലും ദ ഫസ്റ്റ് തിങ് ഈസ് ലൈക്ക് നമ്മളൊരു അടുത്തൊരാളെ അറിയാത്ത ഒരാളുമായിട്ടുള്ള ഫസ്റ്റ് കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹൗ വി സോൾവ് ഈസ് ലൈക്ക് നമ്മളൊരു ബിങ്കോൻ്റെ ഒരു പോലെ ഒരു ടിപ്പിക്കൽ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യും, അതെല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ആൻഡ് യാ,
ഒരാൾ അവരുടെ ടിക്കറ്റ് കോഡ് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഗ്രിഡ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെറ്റർ നിൽക്കുക, ആ ആളുടെ ഫൈൻഡ് ചെയ്യുക, ആ ആളുടെ പേര് ടൈപ്പ് ചെയ്യുക, ആളുടെ കൂടെയുള്ളൊരു ഫോട്ടോ എടുക്കുക, ആൻഡ് ആളെ പറ്റിയൊരു വൺ ലൈനർ കൊടുക്കുക. ആൻഡ് അത് കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഇതുപോലെ ആയിരിക്കും. ലൈക്ക് ആൾക്കാരെ നെറ്റ്വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് യു ക്യാൻ സീ ഹു ഓൾ യു കണക്റ്റഡ് ആൻഡ് ഓൾ. ആൻഡ് നമുക്കൊരു ലൈവ് ലീഡർ ബോർഡ് ഉണ്ട്. ഓക്കെ, സോ ആര് ഫസ്റ്റ് ബിങ്കോ ഹിറ്റ് ചെയ്തു എന്നുള്ള സെറ്റ് ഓഫ് സാധനങ്ങൾ കിട്ടും. ഓക്കെ, സോ ഇതാണൊരു ചെറിയൊരു നെറ്റ്വർക്കിംഗ് ഗെയിം. സോ ആൻഡ് വി ആർ ഫോക്കസിങ് ഓൺ ബിൽഡിങ് മോർ നെറ്റ്വർക്കിംഗ് ഗെയിംസ് ആൻഡ് ഓൾ. ആൻഡ് ഒരു ടിപ്പിക്കൽ ഇവൻറ്റ് ടിക്കറ്റിംഗ് എന്നുള്ളിടത്ത് നമ്മൾ എക്സ്പീരിയൻസ് ആണ് ഒന്നുകൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഇവൻ്റായിട്ട് ലൈക്ക് റിയൽ ടൈം ആയിട്ട് ചെക്ക് ഇൻ കാര്യങ്ങൾ കാണാൻ പറ്റും. ആൻഡ് ഇതുപോലെ ലൈക്ക് ഒരാൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഒരു വെൽക്കം കാർഡ് കാര്യങ്ങളും എക്സ്പീരിയൻസ് എന്നുള്ളൊരു ഫാക്ടറിന് വേണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, No, it's amazing actually. So it's something similar to even even പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ഐ ഫീൽ. ബട്ട് വാട്ട്സ് എ യുണീക്ക് തിങ് ലൈക്ക് വാട്ട്സ് യുണീക്ക് തിങ് ലൈക്ക് നിങ്ങൾ ഈ ഒരു എന്താ പറയുക എൻഗേജ്മെൻ്റ് ആണോ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇവൻറ്റ് ഷെയർ ചെയ്യുന്നതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? Yeah, so there are many, like one of the most crowdiest place ആണ് event ticketing അല്ലെങ്കിൽ event tech എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. സോ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ നോക്കുന്നത് ലൈക്ക് എൻഗേജ്മെൻറ്റ്, എക്സ്പീരിയൻസ് ആ ഫാക്ടേഴ്സിലാണ്. ലൈക്ക് സോ വി ഡു ഹാവ് മാനേജ്മെൻറ്റ് സ്റ്റഫ്സ്, അനലിറ്റിക്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. കറൻ്റ്ലി ദ പ്രൈസിങ് ഇസ് ലൈക്ക് ഒരു 250 മെമ്പർ ഇവൻ്റ് ആണെങ്കിൽ, ഫ്രീ ഇവൻ്റ് ആണെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. പെയ്ഡ് ഇവൻ്റ് ആണെങ്കിൽ 4% ഓഫ് ടിക്കറ്റ്. സോ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലൈക്ക് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് അനുസരിച്ചിട്ടുള്ള പ്രൈസാണ്, ലൈക്ക് കോൺടാക്ട് സെയിൽസ് എന്നുള്ളൊരു രീതിയിലാണ്. സോ നമ്മൾ ലൈക്ക് 65 ഇവൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു. 17 ഇവൻറ്റ്സ് ഇപ്പോൾ ലൈവിലുണ്ട്, ലൈക്ക് ഓൺ ഗോയിങ് രജിസ്ട്രേഷൻ. ആൻഡ് അത് ഐ തിങ്ക് ഈ ഒരു ലാസ്റ്റ് 2 monthsലാണ് ഒരു ഹിറ്റ് വന്നത്. അതുവരെ ലൈക്ക് ഭയങ്കര ഒരു ഇതിലായിരുന്നു പോയിരുന്നത്. സോ കറൻ്റ്ലി നമ്മളൊരു പ്രൊഡക്റ്റ് ലെഡ് മോഷൻ അല്ല നോക്കുന്നത്. സോ കറൻ്റ്ലി പ്യുവർലി സെയിൽസ് ലെഡാണ്. സോ ഔട്ട് ബൗണ്ട് ആണ് കൂടുതലും, ലൈക്ക് ഇൻബൗണ്ട് വെരി ഫ്യൂ. ആൻഡ് പിന്നെ റെഫറൽ വരുന്നുണ്ട് അത്യാവശ്യം. ലൈക്ക് ഒരു ഇവൻറ്റ് നടത്തി കഴിഞ്ഞാൽ മോസ്റ്റ്ലി ദേ റെഫർ ടു അനദർ ഇവൻറ്റ്. സോ അത് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. സോ നമ്മൾ മാർക്കറ്റിംഗ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈവൻ പബ്ലിക് ഇവൻറ്റ് ക്രിയേറ്റ് പോലും നമ്മൾ ടെമ്പറലി ഡിസേബിൾഡ് ആണ്. സോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് കിട്ടുകയും ആ ഒരു ജേണി പഠിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ വെരി സൂൺ അത് ലോഞ്ച് ചെയ്യും എന്തായാലും. ആക്ച്വലി വി മിസ് ദാറ്റ് സ്മോൾ ഫീച്ചർ. അതായത് കലണ്ടർ ഇൻവൈറ്റ് മെയിലിൽ പോകുന്ന ഒരു ഫീച്ചർ ഒരു കോമൺ സാധനമാണ്. അപ്പോൾ അത് അവനുമാണ് ആദ്യമായിട്ട് അവനോട് പറഞ്ഞത് ലൈക്ക് അത് മിസ്സിങ് ആണ് എന്നുള്ളത്. സോ വെരി നെക്സ്റ്റ് വി ആഡ് ദാറ്റ്. ആൻഡ് ഒറ്റൊരു കാര്യം, മേ ബി ഫെലിക്സ് പറയുകയാണെങ്കിൽ നമുക്ക് ഹ്യൂഗോ ഇവിടെ ട്രൈ ചെയ്യാം അറ്റ് ദി എൻഡ്. സോ ആൻഡ് നമുക്ക് ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഇതുപോലത്തെ ലൈക്ക് കാർഡ് എല്ലാവർക്കും ബിൽഡ് ചെയ്യാം. സോ KPH നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഓഹോ, ഞാൻ സ്പോൺസറായി പറയാമായിരുന്നു. തിരിച്ചിങ്ങനെ. ഓക്കെ, കൂൾ. ഓക്കെ, താങ്ക് യു. സോ ഞാൻ ഗൗതം, ആൻഡ് ഞാൻ ഒരു പ്രൊഡക്റ്റ് എഞ്ചിനീയർ ആണ് ഒരു കമ്പനിയിൽ. വേറെ ബിൽ B2B പ്രൊഡക്ട്സ്. ആൻഡ് ഓൺ ദി നൈറ്റ്സ് ആൻഡ് വീക്കെൻഡ്സ് ഞാൻ B2C പ്രൊഡക്ട്സ്, അതായത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി യൂസ് ചെയ്യുന്ന ചില ടോയ് പ്രോജക്ട്സ് ബിൽഡ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ ബിൽഡ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സാണിത്. സോ ഈ പ്രൊജക്ട്സ് ബിൽഡ് ചെയ്തപ്പോൾ ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലമാണ് ഹൗ ടു ബിൽഡ് ലാൻഡിംഗ് പേജസ് എന്നുള്ളത്. എനിക്ക് ലാൻഡിംഗ് പേജസ് ഉണ്ടാക്കാൻ അറിയുമെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാൻ അറിയാം, കസ്റ്റമായിട്ട് ഉണ്ടാക്കാം. പക്ഷേ നമുക്കൊരു കാര്യം അറിയാമെന്നുള്ളത് അത് ചെയ്യണം എന്നുള്ളതിനൊരു കാരണമല്ലല്ലോ. വി ക്യാൻ ഡു സംതിങ് എന്നുള്ളത് വി ഷുഡ് ഡു ദാറ്റ് എന്നുള്ളതിനൊരു റീസൺ അല്ല. ബിക്കോസ് ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൽ മൊമെൻറ്റം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ പ്രൊഡക്റ്റിന് കൊടുക്കുന്ന ടൈം ആൻഡ് എഫേർട്ട് നമ്മൾ ലാൻഡിംഗ് പേജ് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. സോ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഞാൻ സൈറ്റിഫൈ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്. ആൻഡ് സ്ട്രീറ്റ് അവേ ഡെമോയിലേക്ക് പോവാം.
So I'll just go to App Store for voice notes. Just copy the description. അത് ഡെമോ കാണിക്കുന്നതുകൊണ്ടായിരിക്കും. സോ ഈ ഒരു 2 മിനിറ്റിൽ നമുക്ക് ഒരു കംപ്ലീറ്റ്ലി യൂസബിൾ ഒരു വെബ്സൈറ്റാണ് കിട്ടിയിട്ടുള്ളത്. നോർമലി ബിൽഡേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അത് വീണ്ടും ട്വീക്ക് ചെയ്ത് ടൈം കളയേണ്ട ആവശ്യമുണ്ട്. ഹിയർ യു ക്യാൻ സീ, ഈ കോപ്പിയൊക്കെ വായിച്ചാൽ അറിയാം. സോ ദിസ് ഈസ് സോ ആസ് ഇറ്റ് ഈസ് യൂസബിൾ ആണിത്. ആൻഡ് നമുക്കിപ്പം പ്രൈസിങ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് എഡിറ്റ് ചെയ്യാം. സോ ആഡ് പ്രൈസിങ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൈസിങ് ഒക്കെ സെറ്റ് ചെയ്യാം. ആൻഡ് ടെസ്റ്റിമോണിയൽസ് ആണെങ്കിലും ബാക്കിയുള്ള ഫീച്ചേഴ്സ് ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. സോ കമ്മിങ് ടു വൈ സൈറ്റിഫൈ, എന്തിനിത് യൂസ് ചെയ്യണം എന്നുള്ളതിന് റീസൺ ഈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമ്മൾ ജസ്റ്റ് അനദർ ടെംപ്ലേറ്റ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. വി ആർ പ്രൊവൈഡിങ് ഈ ഒരു ഫോർമാറ്റിലുള്ള ലാൻഡിംഗ് പേജസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഫോർമാറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദി AIDA formula, which is attention, interest, desire and action. So first we grab the attention using header, and then we build interest using the demo, and then we make the product desirable by listing the benefits and features, and we sprinkle some authority using testimonials and all, and social proof and all, and at the end we place a CTA which makes the user want to buy the product. And one moment, okay. So, and another feature is your words, our design. Normally site builders are complex because they club design and content together. പക്ഷേ സൈറ്റിഫൈയിൽ എടുത്തിരിക്കുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് ഡിസൈൻ ഈസ് സെപ്പറേറ്റ്, കണ്ടന്റ് ഈസ് സെപ്പറേറ്റ്. നമ്മൾ ഡിസൈൻ AI വെച്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ബെസ്റ്റ് ഔട്ട്പുട്ട് തരണമെന്നില്ല. പക്ഷേ ലാംഗ്വേജ്, LLMs ആർ ലാർജ് ലാംഗ്വേജ് മോഡൽസ്. സോ കോപ്പി നമുക്ക് AI വെച്ചിട്ട് നല്ല രീതിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡിസൈൻ ഈസ് ഹാൻഡ് ക്രാഫ്റ്റഡ്. സോ നല്ല ഹൈലി ക്യൂറേറ്റഡ് ഹാൻഡ് ക്രാഫ്റ്റഡ് ഡിസൈൻസ് നമ്മൾ ഉണ്ടാക്കും. ആൻഡ് അതിലുള്ള കോപ്പി AI വെച്ച് നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടി അഡാപ്റ്റ് ചെയ്യും. സോ ആ ഒരു അപ്രോച്ചാണ് സൈറ്റിഫൈനെ സിമ്പിൾ ആക്കുന്നത്. ആൻഡ് അഗെയിൻ സ്പീഡ് മൊബൈൽ SEO, നമ്മളിപ്പോൾ ഫ്രെയിമർ ആയാലും വെബ് ഫ്ലോ ആയാലൊക്കെ വെച്ച് ബിൽഡ് ചെയ്യുന്ന വെബ്സൈറ്റ്സ് ഡെസ്ക്ടോപ്പിൽ അടിപൊളിയായിരിക്കും, പക്ഷേ ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ അത്ര നല്ല എക്സ്പീരിയൻസ് ആവണമെന്നില്ല. നമ്മൾ തന്നെ എത്ര പ്രാവശ്യം വെബ്സൈറ്റ്സ് ഡെസ്ക്ടോപ്പിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, മിക്കവാറും ഫോണിൽ തന്നെയാണല്ലോ. സോ ആ ടൈമിൽ സ്ക്രോൾ ഹൈജാക്കിങ്, നല്ല ലാർജ് മീഡിയ അസറ്റ്സ് ഒക്കെ വരുമ്പോഴേക്കും അത് ഒപ്റ്റിമൽ എക്സ്പീരിയൻസ് ആവണമെന്നില്ല. സൈറ്റിഫൈയുടെ കേസിൽ ഇറ്റ് ഈസ് ഗ്യാരൻറ്റീഡ്. ഹിയർ വി ക്യാൻ സി അറ്റ് പ്രസൻറ്റ് ഇല്ല, കാരണം ഇത് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹാൻഡ് പിക്ക് ഡിസൈൻ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ. സോ അത് ഇൻ ഹൗസ് തന്നെ ഈ ഒരു ഫോമാറ്റ് ബിൽഡ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. യെസ്, അതാണ്. ആൻഡ് ഫോക്കസ്ഡ് ഓൺ ഏർലി സ്റ്റേജ് സോഫ്റ്റ്വെയർ കമ്പനീസ്. സോ അതിന് നമുക്ക് ഒരു ഫീച്ചർ കൂടി ഉണ്ട്, വിച്ച് ഈസ് വെയിറ്റ് ലിസ്റ്റ്. സോ ഇവിടെ നമുക്ക് പോയിട്ട് ഹീറോ സെക്ഷനിൽ ബട്ടൺ എഡിറ്റ് ചെയ്തിട്ട്, സോ ഇവിടെ ഇമെയിൽ ഫോം ആയി കഴിഞ്ഞാൽ വി ഗെറ്റ് എൻ ഇമെയിൽ വെയിറ്റ് ലിസ്റ്റ്. ആൻഡ് അതിൻ്റെ റെസ്പോൺസസ് നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ സോഫ്റ്റ്വെയർ കമ്പനീസ്. നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഐഡിയ ഉണ്ടാവാറില്ല, ചിലപ്പോൾ പ്രോഡക്റ്റ് ഉണ്ടാവണമെന്നില്ല. സോ ബൈ ബട്ടൺ ഉണ്ടാവണമെന്നില്ല. സോ ആ ടൈമിൽ ഐഡിയ വാലിഡേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇല്ല, ജസ്റ്റ് ബിൽഡ് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ മാർക്കറ്റ് GTM ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. എന്താണ്? യെസ്.
ആക്ച്വലി അതിന് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഗുഡ് ടൂൾസ് ഉണ്ട്, ഈ ബയോലിങ്ക് പോലെയുള്ളത്. ഇത് ഫോക്കസ്ഡ് ഓൺ സാസ് ലാൻഡിംഗ് പേജസ് എന്നുള്ള ആ ഒരു ഫോക്കസ് കീപ്പ് ചെയ്യാൻ, എന്നാൽ ഈ ഒപ്റ്റിമൈസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ AIDA പ്രിൻസിപ്പിളൊക്കെ കണ്ടില്ലേ, സോ ആ ഒരു ഒപ്റ്റിമൈസ്ഡ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മളൊരു ടാർഗറ്റ് ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്താലേ പറ്റൂ. യെസ് യെസ്. വേറൊരു പ്രൊഡക്റ്റായിട്ട് പറ്റും. യെസ്, ഓഫ് കോഴ്സ്. അതൊരു നല്ല പ്രൊഡക്റ്റും ആയിരിക്കും. ലൈക്ക് നമ്മൾ വോയിസിൽ നമ്മൾ എന്തൊക്കെയാണെന്ന് പറയുന്നു, അത് ലിസ്റ്റ് ചെയ്യുന്നു. യെസ് യെസ്. ആക്ച്വലി ഞാനത് ആലോചിച്ചൊരു യു അണ്ടർസ്റ്റാൻഡ് മലയാളം? സോ ഐ തോട്ട് അബൌട്ട് ഇറ്റ് and we can use that. So I thought about my ideal customer is early stage SaaS. So how can I make it better? So I'll be building analytics, like from where the customers are coming from, which copy they are attracted to, like A/B testing the copy and all. So that will be a feature, A/B testing, because in the early stage, that feedback is very valuable. എല്ലതും ഒരുപോലെയല്ല, മൾട്ടിപ്പിൾ ടെംപ്ലേറ്റ്സ് വരും. ഇപ്പോൾ ഈ 2 ടെംപ്ലേറ്റ്സ് ആണുള്ളത്. ഈ ടെംപ്ലേറ്റ് അല്ല, ഈ ടെംപ്ലേറ്റ് കൂടിയുണ്ട്. സോ ഐ വിൽ ബി ഡെവലപ്പിംഗ് മോർ ടെംപ്ലേറ്റ്സ്. ലൈക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ കോർ ബിൽറ്റാണ്. സോ ഇനി എഫേർട്ട് വരുന്നത് ഓരോ വീക്ക്ലി 1 ടെംപ്ലേറ്റ് ഡ്രോപ്പ് എന്നുള്ള രീതിക്കോ, അങ്ങനെ കുറച്ചുകൂടി ടെംപ്ലേറ്റ് ലൈബ്രറി കുറച്ചുകൂടി വലുതാക്കാനായിരിക്കും. ഇത് Sightify.app, ഇത് ലൈവാണ്, ട്രൈ ഔട്ട് ചെയ്തോളൂ. ഇഫ് യു ഹാവ് any feedback, feel free to reach out to Gautam on Twitter. So, and for the different use case, if you are interested in reaching out, he can provide guidance or something, and they can work on other tools, similar tools. Yeah. I'm Sridhar. I'm from SCT College. ശ്രീധർ ഇരുന്നാൾ ഇവിടെയുള്ളൊരു കോളേജാണ്. സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊരു OS പോലെയാണ്. ഹർ മൂവി എത്ര പേര് കണ്ടിട്ടുണ്ട്? ഓക്കെ, ഹർ. അപ്പോൾ അതിലുള്ളൊരു OS പോലെയാണ് ഇത്. Even though it's not an OS really, but it's like an OS. I'll give you a small demo. Hi, Sridhar KS. Welcome to Sapient OS. What can I do for you? So, where I'm right now. Hello. It's currently 7 p.m. How can I assist you? Hey, Sridhar, it's 7 p.m. right now. How's your day been so far? I'm doing great. Can you please, we have, you can have a conversation. So, can you tell me where I'm right now? Ah, that's wonderful to hear. I'm glad you're having a great day. And of course, I'd love to have a conversation with you. As for your current location, I can tell you that you're currently at Vishwambaran Road, Kaimanam Papanam Code, Thiruvananthapuram, Kerala. You're wrong. I'm in a new location. Please tell me. You're telling my old location. According to my updated information, I've updated your location. You are currently at the Leela Kovalam, Beach Road, Kovalam, Naya Tinkara, Thiruvananthapuram. Yeah, so what's the weather look like here? I'm currently for an event. So do you know which event I'm here? It looks like you're currently at the Leela Kovalam. The weather at your current location in Kovalam, Thiruvananthapuram is quite warm, with a temperature of 26.2 degrees Celsius. The wind speed is moderate at 2.9 meters per second, Please, and the relative... some good spot I can visit over this place. Since you're currently in Kovalam, Thiruvananthapuram, I'd be happy to suggest some great spots to visit. Kovalam is known for its beautiful beaches, so I definitely recommend checking out... The stuff is like ഇതൊരു OS പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഞാനിത് ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസിനാണ്, ലൈക്ക് ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുന്ന ആയിക്കോട്ടെ. ഇത് ബിഹൈൻഡ് ദ സീൻസ് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പം OS ഒരു ഫീച്ചറാണ്. ഇവിടെ പോകുമ്പം ഇവിടെ നമുക്ക് നോർമൽ ഒരു ചാറ്റ് GPT സെർച്ച് ചെയ്യുന്ന പോലെ സെർച്ച് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് എ പ്രൊഡക്ടിവിറ്റി ടൂൾ. സോ അങ്ങനെ സെർച്ച്
So it gives you an overview about the stuffs, like എന്താണ് അതിൻ്റെ ഒരു കീ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ. ആൻഡ് ഈ കാര്യങ്ങളെല്ലാം OS പോയി സേവ് ചെയ്യും. സോ ലേറ്റർ ഞാൻ OS പോകുന്നിടത്ത് അവിടെ ഒരു ഫീച്ചറുണ്ട് ലൈക്ക് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കത് ലൈക്ക് ചോദിക്കാം, ഓക്കെ ഓപ്പൺ ദ അപ്ഡേറ്റ് ഫോൾഡർ ആൻഡ് ടെൽ മീ അബൌട്ട് ഇറ്റ്. സോ ഇറ്റ് ടെൽസ് അബൌട്ട് യുവർ ലൈക്ക് റിസർച്ച് ഫോൾഡേഴ്സ് ആൻഡ് എവറിത്തിങ്. ദ അതർ സ്റ്റഫ് ഈസ് ഇതൊരു വിഡ്ജറ്റാണ്. വിഡ്ജറ്റ് എന്ന് പറയുമ്പം ലൈക്ക് കറൻ്റ്ലി ഒരു 2 വിഡ്ജറ്റ്സ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇതിനകത്തുള്ള മ്യൂസിക് വിഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ലൈക്ക് നമുക്ക് ഇപ്പം എല്ലാവരും പഠിക്കുകയൊക്കെ ആണെങ്കിൽ അതിൽ ലോഫി ഒക്കെ കേൾക്കുമല്ലോ, അല്ലെങ്കിൽ ഓഡിയോ ലോഫി സോങ്സ് കേൾക്കുമല്ലോ. അതുപോലെ ലോഫി സോങ്സും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് കണക്റ്റഡ് ടു ആൻ മ്യൂസിക് API. സോ യു ക്യാൻ സെർച്ച് എനി മ്യൂസിക്സ് ലൈക്ക് കോപ്പറേറ്റഡ് മ്യൂസിക്കും സെർച്ച് ചെയ്യാം. And it's ad free, so you don't have to rely on Spotify. Like international songs support team. Let me search something like any suggestions on the song. I do not tell other. Maybe it supports, yeah. The other thing is it also supports Google Calendar. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഈവൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഗൂഗിളിലോട്ട് ആഡ് ചെയ്യുക, ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഗോസ് ടു ദ ഗൂഗിൾ കലണ്ടർ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പ്രോഡക്റ്റ്. യാ പിന്നെ the other feature is, this is a fun feature, like ഇത് ഞാനത് ബീറ്റയിൽ ടെസ്റ്റ് ചെയ്യുന്നൊരു ഫീച്ചറാണ്. സോ സ്റ്റഫ് ഈസ് ലൈക്ക് ബിൽഡ് സ്പേസ്. എത്ര ബിൽഡ് സ്പേസിനകത്ത് സേജ് പോലെ അതിനകത്ത് ചാറ്റ് ചെയ്യുമല്ലോ, അതിനകത്ത് വേറെ ആൾക്കാരെ കണ്ടുപിടിക്കാമല്ലോ. അതുപോലെ തന്നെ ഇതിനകത്തൊരു ഫീച്ചറുണ്ട്, ലൈക്ക് ഐ ക്യാൻ ഗോ ടു ദ ഹോം, ലൈക്ക് അത് നേരത്തെ കാണിച്ച പോലെ പോയിട്ട് അവിടെ സെർച്ച് ചെയ്യാം ദ ബെസ്റ്റ് കോഡർ ഇൻ SCT and it shows the people over there. No, there are different people. So that's about it. Like if I have some net, I can show you some demo in person. Yeah. Completely free. You can access it. It's completely free. So I want to. You can access it on. Yeah, it's it online. This is a link. I didn't set up a Stripe account. I want to set up. But I'm trying to make it free. Like എല്ലാവർക്കും യൂസ് ചെയ്യുന്ന പോലെ ഒരു ഫൺ പ്രോഡക്റ്റ് ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ. ലൈക്ക് പ്രീമിയം വെർഷൻ വെക്കാൻ ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. ഈവൻ ഇഫ് സോ ലൈക്ക് യാ മൾട്ടിപ്പിൾ മോഡൽസ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അല്ല, സെൽഫ് ഹോസ്റ്റഡ് അല്ല. അപ്പോൾ അതിനകത്ത് മെയിൻലി ഉപയോഗിക്കുന്നത് ലാമയാണ്, ലൈക്ക് വോയിസിൻ്റെ പാട്ടിൽ. അതിൻ്റെ അകത്ത് തന്നെ മൾട്ടിപ്പിളി ലൈക്ക് പ്രൊഫൈലിൻ്റെ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ ജെമിനായി, എന്തോ ജെമിനായി ഷിറ്റ്, ബട്ട് ഐ എം യൂസിങ് ഇറ്റ് ഫോർ ദാറ്റ്സ് വൺ പർപ്പസ്. ലൈക്ക് യാ വെബ് സെർച്ച് അതിപ്പം ടൂൾ കോൾ ചെയ്യുന്നതാണ്. ബട്ട് കറൻ്റ്ലി ലൈക്ക് അതുകൊണ്ട് നെക്സ്റ്റ് ഫ്യൂച്ചറിൽ ഞാനതൊരു ഓട്ടോമാറ്റിക്കാണ് പ്ലാൻ ചെയ്യുന്നത്, ഒരു ഏജൻറ്റ് പോലെ. ഇപ്പോൾ API കോൾ ചെയ്യുന്നത് അല്ല, പെർപ്ലസിറ്റി അല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ API കോൾ ചെയ്തിട്ട് UI ഇൻസ്പയർ ചെയ്ത്. ഇപ്പം നെക്സ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഏജൻറ്റിക് ആയിട്ടാണ് ചെയ്യാനാണ് പ്ലാൻ. അതായത് ലൈക്ക് ഇപ്പം ട്രെയിൻ ബുക്ക് ചെയ്യാൻ പറഞ്ഞു, ട്രെയിൻ പോയി ലൈക്ക് ഒരു ബ്രൗസർ വിൻഡോ ആണ്, അവിടെ പോയി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സെർച്ച് ചെയ്യും, ടിക്കറ്റ് എടുക്കും, അങ്ങനത്തെ ഒരു പരിപാടി. യെസ്, ഓഫ് കോഴ്സ്. ഇറ്റ്സ് ലൈക്ക് ഞാൻ ഓൺ ബോർഡ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് 2 ക്വസ്റ്റ്യൻ ചോദിക്കും. യാ ലൈക്ക് പിന്നെ ഓൺ ബോർഡ് ലൈക്ക് ഒരു ഗൂഗിൾ ലോഗിൻ വെച്ച് ലോഗിൻ ചെയ്യാം. ആൻഡ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇഫ് ഐ ഹാവ് നെറ്റ് ഐ ക്യാൻ. ഓക്കെ. യാ ഓഫ് കോഴ്സ്. കറൻ്റ്ലി ഞാനിപ്പം ഇപ്പം ലാമയാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പം ഓപ്പൺ AI യൂസ് ചെയ്യാത്തതുകൊണ്ട് അത്ര കുഴപ്പമില്ല. അപ്പം ഇവൻ തോ ഓപ്പൺ AI യൂസ് ചെയ്യുന്നുണ്ട്, അത് സ്റ്റിൽ ഞാൻ എൻ്റെ ടയറിലാണ് പറയുന്നത് ഇപ്പം. യാ വോയിസിന് ഡീപ് ഗ്രാം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതായത് നമുക്ക് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. സോ അതെന്ന് പറഞ്ഞൊരു പണ്ടത്തെ ടെക്നോളജി ഉണ്ട്, ലൈക്ക് ഒരു പണ്ടത്തെ ആർക്കിടെക്ചറാണ്. ലൈക്ക് ഞാനത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത ദിവസം ഓപ്പൺ AI റിയൽ ടൈം API കൊണ്ടുവന്നിരുന്നു. ലൈക്ക് അതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്. ലൈക്ക് ഒരു സോക്കറ്റ് വിളിക്കാം, വെബ് സോക്കറ്റ് വിളിച്ച് ചാറ്റ് റൂം പോലെ, ലൈക്ക് കുറച്ചും കൂടെ ലൈക്ക് നമ്മൾ ChatGPT ആപ്പ് ഉപയോഗിക്കത്തില്ല, ആ സെയിം സംഭവം തന്നെയാണ്.
അതിലോട്ടൊന്ന് മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ട്, ബട്ട് ഇറ്റ്സ് ലിറ്റിൽ എക്സ്പെൻസീവ്. സോ ആസ് ഓഫ് നൗ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്യും, വോയിസിനെ ടെക്സ്റ്റ് ആക്കും, അതിന് ഒരു മോഡലോട്ട് പോകും, ലാമയിലോട്ട് പോകും. ലാമയിൽ ഞാൻ ആ പ്രോംപ്റ്റ് വെച്ചിട്ട് ലൈക്ക് യു ഹാവ് ടു സൗണ്ട് ലൈക്ക് ദിസ്, യു ഹാവ് ടു മേക്ക് സം ഇമോഷൻസ്, എന്ത് കാര്യങ്ങൾക്ക് അത് പിന്നെ TTSലോട്ട് പോകും. സോ ദാറ്റ്സ് എ പ്രോസസ്. കസ്റ്റമർക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ലൂപ്പിൽ വിളിക്കുന്നതേ ഉള്ളൂ, കസ്റ്റമായിട്ട് വേറെ ചെയ്തിട്ടില്ല. ഈ മൂന്നൊരു മോഡലായിട്ട് ഇങ്ങനെ കോൾ ചെയ്യുന്നതേ ഉള്ളൂ. Hello. Hello, am I speaking with Amshin? Yeah. Oh, great. Amshin, the software developer. I've heard so much about you, mainly that you're still single and have a crush on Aishwarya Rai. How's that going for you? Yeah. How did you know? Come on. Amshin, it's not like it's a secret. I mean, who wouldn't know that a software developer with a name like Amshin has a crush on a Bollywood actress? It's like the most cliche thing ever, right? Yeah. Actually, I would like to know who gave this information. No one gave me this information, Amshin. I just have my ways of finding out about software developers who still live in their parents' basement and have a poster of Aishwarya Rai on their wall. Yeah, I think she just scrapped the entire data from. Anyone with your I think this and that. We all know you're just a software developer with a bad case of Bollywood fever. Aishwarya Rai is never going to notice you, buddy. Okay, so like stop it already. ഓക്കെ സോ ലൈക്ക് ആക്ച്വലി എനിക്ക് ഈ സംഭവത്തിനെ പറ്റി നേരത്തെ അറിയാമായിരുന്നു. ഓൾറെഡി ജോബിൻ ട്രൈ ഔട്ട് ചെയ്തിട്ട് എനിക്ക് ഇതെന്താ സംഭവം എന്ന് ഓൾറെഡി അറിയാമായിരുന്നു. പക്ഷേ ലൈക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കാത്തതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. യാ നല്ല ക്ലാരിറ്റി. യാ ലൈക്ക് so I know like he have access to this data. Alle Felix, nice to finally talk to the CEO and growth marketer extraordinaire. I've heard so much about your impressive skills in growing things, mainly your ego, I presume. Oh my god. Okay, how did you know that? Let's just say I have my sources, Felix. But seriously, a growth marketer and CEO? That's like being a master of making things sound cooler than they actually are. I mean, what's next? A LinkedIn course on how to use buzzwords to sound smarter? Oh. Yeah, maybe. Yeah, maybe. Oh, I see you're already practicing your VC fund pitch. Yeah, baby is definitely going to convince those investors to give you their money. I'm sure it has nothing to do with the fact that you're trying to start a VC fund, which is just a fancy way of saying you want to be a rich kid with a lot of money to throw around. Satyam. True. That's it? Just okay? I was expecting a little more defensiveness from someone who's trying to start a VC fund. You know, the usual I'm a visionary or I'm disrupting the industry nonsense. But I guess when you're trying to start a fund, you're not really used to people calling you out on your BS, huh? I'm sorry? Don't apologize, Felix. It's not like you're actually sorry. You're just sorry you got caught trying to start a VC fund without acting. Hey, call it Taiwan. That's it. Wow, pretty good. I'm roasted. Okay, anyway. Yeah, so ഇപ്പോൾ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ജസ്റ്റ് ലോഞ്ച് ദ പ്രോഡക്റ്റ് ആസ് എ ഫണ്ട് പ്രോഡക്റ്റ് ലൈക്ക് 1 week ago in the KPS group only. Then from there it automatically got people start using it, and I got like 8,000 people have used it till date, like in 4-5 days. And then I started like നമുക്ക് API cost അത്യാവശ്യം വരുന്നുണ്ട്. So I thought like I need to make it payable. So what we did was like calls are still free, but you pay for the recording. Like if you want the recording and you want to roast them again and again in your WhatsApp groups or with your friends, you want to pay. Like it's like a 34 rupees or like $0.4 dollars per recording we are like making the money.
ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി സംബഡി വാസ് ആസ്കിങ് ലാസ്റ്റ് ടൈം ലൈക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ആൾക്കാർ പേ ചെയ്യുമെന്ന്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ലൈക്ക് US UK പേ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചത്. ബട്ട് കേരളത്തിലെ കോളേജിലെ സ്റ്റുഡൻസ് ആർ പേയിങ് മീ. I have the recordings of the people. Randomly, ഞാൻ കുറച്ച് കേട്ടു. These are students from CET, Barton Hill, and in Kerala, they are ready to pay and have recurring customers also, because like the same person, like maybe 3-4 person has paid me 3-4 times. Like they are now itself, like ഇപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ I got 3-4 payments for that. So that's the thing. Now it's a completely front-end app. ഞാൻ front-end developer ആയിട്ട് വർക്ക് ചെയ്തത്. Now I'm going to make it like back-end integrate ചെയ്തിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ we have some more concepts also on the same line. So it's proved that AI can engage people in conversations over call. So that's what we actually wanted. Now we'll go for building agents for businesses and SaaS products, and so that's the main thing. We'll build the agents for companies like B2B sales. So this was a test, and the experiment is like it's a success. Thank you. Okay. Could learn product. I'm out of words after getting roasted. അപ്പോൾ ഞാനിത് ഡെമോ പെട്ടെന്ന് കഴിയും, കാരണം ചെറിയൊരു പ്രോഡക്റ്റാണിത്, വലിയ പ്രോഡക്റ്റ് അല്ല. പക്ഷേ ബിഫോർ ദാറ്റ് ഇവിടെ എത്ര പേരാ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സ് ഉള്ള റിയാക്റ്റിലൊക്കെ ചെയ്യുന്നത്? ഓക്കെ. എത്ര പേർക്ക് ഫ്രണ്ട് എൻഡ് പഠിക്കണമെന്നുണ്ട് റിയാക്ട് ഒക്കെ യൂസ് ചെയ്തിട്ട്? ഉണ്ട്. ഓക്കെ. എത്ര പേർക്ക് ഫ്രണ്ട് എൻഡ് കോഡ് ചെയ്യാൻ ഇഷ്ടമില്ല? ഓക്കെ. സോ ഈ 3 പേർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഞാനിപ്പം ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേര് JSX.design എന്നാണ്. അപ്പം ഓൾറെഡി കോഡ് ചെയ്യുന്നവർക്കറിയാം JSX എന്ന് പറയുന്നത് ആ ഒരു ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ്. സോ നമ്മളിപ്പം ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ റിയാക്ട് കോമ്പണൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വിഷ്വലി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും ബൈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിംഗ് ബട്ടൺസ് ആൻഡ് ആൻറ്റിറ്റി കോമ്പണൻറ്റ്സ്. ആൻറ്റിറ്റി ഫ്രെയിംവർക്ക് ഫെമിലിയർ ആയിരിക്കുമല്ലോ റിയാക്ട് ഡെവലപ്പേഴ്സിന്. ഇറ്റ്സ് എ UI കോമ്പണൻറ്റ്. സോ നിങ്ങൾക്ക് ഇവിടെ ഈസി ആയിട്ട് ഇപ്പം ഡേറ്റ് പിക്കർ, ബട്ടൺ, മൊഡാൽസ് ഒക്കെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. സോ ഇഫ് യു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇറ്റ് ഹിയർ, if you drag and drop it here, immediately അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോഡിൽ അതിങ്ങനെ സിങ്ക് ആവും. സോ അതിൻ്റെ ഒരു DIV, ടാഗിങ്, അതുപോലെ തന്നെ ക്ലാസ് നെയിം, സ്റ്റൈൽ, എവറിത്തിങ് അതിവിടെ തന്നെ വരും. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇവിടെ ഇതൊരു Next.js ആപ്പാണ്. സോ ഐ ഹാവ് ടു റീഫ്രഷ്. ഇപ്പോൾ ഇവിടെ അത് കാണാനും പറ്റും. സോ ഇഫ് യു ചേഞ്ച് സംതിങ് ലൈക്ക് ഹിയർ, ഇഫ് യു ഗോ ആൻഡ് ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് കളർ, റെഡ് ആക്കുകയാണെങ്കിൽ അത് ഔട്ട്പുട്ടിൽ അത് ഇമ്മീഡിയറ്റ്ലി സിങ്ക് ആവും. അതേസമയം നിങ്ങളുടെ കോഡിലും അതായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതൊരു ബ്ലാങ്ക് സ്ക്രീനാണ്. സോ ബ്ലാങ്ക് സ്ക്രീനിൽ നിന്ന് നമുക്ക് ബിൽഡ് ചെയ്യാൻ ഇത് ഈസിയാണ്. അതേസമയം നമുക്കിവിടെ പ്രീ ഡിഫൈൻഡ് ടെംപ്ലേറ്റ്സ് ഉണ്ട്. സോ യു ക്യാൻ സിംപ്ലി just start with templates instead of for common pages. നിങ്ങൾക്ക് അതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇതിന് നിങ്ങൾക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇറ്റ്. യു ക്യാൻ അഡ്ജസ്റ്റ് ദ മാർജിൻ, പാഡിങ് ഒക്കെ വിഷ്വലി തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതൊക്കെ ഇവിടെ ഇൻസ്റ്റൻ്റ്ലി മാർജിൻ, പാഡിങ് ഒക്കെ അത് ഇൻസ്റ്റൻ്റ്ലി കോഡിൽ അപ്ഡേറ്റ് ആവും, ഇവിടെ അപ്ഡേറ്റ് ആവും. സോ ഇത് മെയിനായിട്ട് വരുന്നത് ലൈക്ക് യു ഗെറ്റ് ടൈം സേവിങ്സ് for developer. They can come up with designs quickly. Turnaround time for product development will be short. പിന്നെ fatigueness of developer, ഡെവലപ്പേഴ്സിന് വീണ്ടും ക്ലാസ് സ്റ്റൈലൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഒരു ഫെറ്റിഗ്നെസ്സിൻ്റെ അത് നമുക്കിതിനകത്ത് കുറഞ്ഞു കിട്ടും. ബട്ട് this is just a visual thing, like how it looks and feel, right? Styling of it, but still the logic and everything you can write it here on the code itself. If you want to to create a state or write a functionality, you can do it here. അതേസമയം നമുക്ക് ഇവിടെയും പ്രോപ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. കുറേ ടെക്നിക്കൽ ഉണ്ട്. I'm not getting into those details. Obviously developers will have more question about can I pass props, can I set different conditions, like how it should look when it is loading, how it should look when there is no data. So all of them you can create here, and this could be your repository for all your design. So basically how it helps a front-end developer is by reducing his fatigueness. How it helps you if you want to learn React, this could be a good start, because you don't have to start with the nuances. You can directly jump into the building the UI. And if you don't like UI development, you can still use this, so you don't have to write the HTML JSX tags yourself. So yeah, so this is our product. I'll wait for questions, but before that, there are 2 months ഞങ്ങൾ ചെയ്തതാണ്.
and now we launched in product and we are fortunate that we became the top of the day with 600 plus votes. And കുറച്ചുകൂടെ traction ഉള്ളതെന്ന് വെച്ചാൽ we got almost 4,000 plus canvases created already, and നമുക്കൊരു insider ഇതുണ്ട്. I invite everyone here, you can fill in this form and then നമുക്ക് closely work ചെയ്യാം. You can start using it in your project. It's a free tool, by the way. Obviously we have a paid version, but still what I envision is to keep it for free for good good amount of usage. Any questions? Thank you. Actually, the framework, I built it I built it myself in 2 months, because if I put more people, then the communication, the logistics itself will take another 2 more months. So I built the core framework plus the functionality. Anish and my brother, he's also my colleague in one of my startups, so he helped me with the UI design. He's an excellent designer, so I got excellent help. And then UI designs, in the early stages, I cannot use this product to build this itself, right? I thought about it, but then I have to use one of my colleague as well to convert those UI design. So for UI part, I must give credit to my colleagues, and for the framework, everything, I managed to get it done. അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. ലൈക്ക് നിങ്ങൾക്ക് ഇവിടെ JSX-ലല്ലേ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് JSX, you can copy and paste iframe snippet in WordPress or anywhere, so you can still edit it here and that will be rendered in any WordPress site. That is in line. WordPress അതുപോലെ Vue.js സപ്പോർട്ട്. The idea is React Native കൂടെ നെക്സ്റ്റ് കൊണ്ടുവരണം എന്നുള്ളതൊക്കെ. അപ്പം so yeah, more framework along with that. WordPress will also. അല്ല, അത് എലമെൻറ്റർ വർക്ക് ചെയ്യുന്ന വേയിലല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് എലമെൻറ്ററിന് ജസ്റ്റ് പ്യൂർലി വിഷ്വൽ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ഈ കോഡ് ജനറേഷൻ സ്ട്രക്ചറിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബിക്കോസ് ദ വേ ഹൗ ദിസ് വിൽ ബി യൂസ്ഡ് ബൈ എഞ്ചിനീയേഴ്സ് ടു റൈറ്റ് ഫങ്ഷണാലിറ്റി ഓൺ ടോപ്പ്. അപ്പോൾ അതുകൊണ്ട് എലമെൻറ്ററിൻ്റെ ആ ഒരു വിഷ്വൽ ഇതല്ല, ഇതിനകത്ത് കുറച്ചുകൂടെ ഹൈറാർക്കിക്കൊക്കെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. സോ വി തോട്ട് വിൽ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. സോ ഇല്ല ബാക്ക്വേർഡ്സ് ഇപ്പം ഇല്ല. എങ്ങനെ കസ്റ്റം ഡൊമൈൻ ഇൻ്റഗ്രേഷൻ, അതും മാർക്കറ്റിംഗ് ടീം കൂടുതൽ ചോദിക്കുന്നത്. അത് ഞങ്ങളിപ്പോൾ ചെയ്തില്ല. ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, വെൻ യു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, റൈറ്റ്, ഇൻസ്റ്റെഡ് ഓഫ് ഒരു ബട്ടണായി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നേക്കാളും ഞങ്ങളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഫുൾ ഫീച്ചർ യു ക്യാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ലൈക്ക് യു ക്യാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ലോഗിൻ ആൻഡ് ബാക്ക് എൻഡ് കോഡ് ഉൾപ്പെടെ വരും. ആൻഡ് ദെൻ യു ക്യാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഷോപ്പിംഗ് കാർട്ട്. You can edit it right there. You can also change the backend code right from here, and if you want to use VS Code for it, you can use that. അതുപോലെ തന്നെ AI കൊണ്ടുവന്നിട്ട് ഇപ്പം you can simply put some buttons, some layouts in it, and then you can simply right click on the one of this layer and നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ make it better എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ it will be beautifully designed. അപ്പോൾ അങ്ങനത്തേതാണ് നമ്മുടെ നെക്സ്റ്റ് റോഡ് മാപ്പിൽ ഉള്ള പ്ലാൻ. സോ ദാറ്റ് the entire full stack development can be visually done in a different way. ഇത് ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സിനുള്ള ലോ കോഡ് ടൂളാണ്. ഇറ്റ്സ് നോട്ട് ഫോർ നോൺ ടെക് പീപ്പിൾ എന്നുള്ളതല്ല. അതാണ് ഞങ്ങളുടെ ഒരു ഇനീഷ്യൽ ഹൈപ്പോത്തസിസ്. ബബിൾ, I think it's for non-coders, right? So this is to help developers ship faster and with less fatigue with the framework and the tools they already know. React, Next.js, അങ്ങനെ. Yeah, thank you. Okay, so എൻ്റെ പേര് ഡോൺ. ഞാൻ CET 2024 പാസ് ഔട്ട് ആണ്. എൻ്റെ കൂടെ കോഫൗണ്ടർ മാർട്ടിൻ. സോ ആക്ച്വലി അവർ കമ്പനിയുടെ പേര് ഓറോണിയം. വി ബിൽഡ് പ്രൊഡക്ട്സ്, ഓൾസോ ഹെൽപ്പ് അതേഴ്സ് ടു ബിൽഡ് പ്രൊഡക്ട്സ്. സോ ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങളെല്ലാവരും മൾട്ടിപ്പിൾ ടെക്നിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ സ്ലാക്ക് അങ്ങനത്തെ മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർ സ്യൂട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നത് റൂട്ട് ലെയർ, അതായത് ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൊഡക്റ്റിൻ്റെ പേര് ദൂത് എന്നാണ്. ദൂത് എന്ന് പറയുന്നത് ഹിന്ദിയിൽ മിൽക്ക്, മലയാളത്തിൽ സന്ദേശം. സോ വി ആർ ബിൽഡിംഗ് പ്രൊഡക്ട്സ് ഫോർ ഡയറി ഇൻഡസ്ട്രി. സോ മെയിൻലി വാട്ട് വി ആർ ഡൂയിങ് ഈസ് ഈ കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റീസിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ സ്യൂട്ടാണ്. സോ ഇതിൻ്റെ ഡെമോ ഞാൻ കാണിക്കാം. മെയിൻ ഫീച്ചേഴ്സ്,
നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ഇൻഡസ്ട്രി പരിചയമുണ്ടെന്ന് അറിയത്തില്ല. അവരുടെ ഡെയിലി ട്രാൻസാക്ഷൻസ് എത്രയാണെന്ന് കാണുക, അല്ലെങ്കിൽ അവരുടെ എത്ര ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് അവർ സൊസൈറ്റി കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ബ്രേക്ക് ഡൗൺ രാവിലെയും വൈകുന്നേരവും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നു. സോ അവരുടെ ഒരു എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ സ്യൂട്ട് ഉണ്ട്, അതിൻ്റെ മേളിലൊരു ഡാറ്റ ലെയർ ബിൽഡ് ചെയ്ത് ഒരു സാസ് പ്രൊഡക്റ്റ് ആയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അനദർ ഫീച്ചർ ഹിസ്റ്ററി ടാബ്, നമ്മുടെ ഈ പാസ്ബുക്ക് ഒക്കെ പോലെ ദേ ക്യാൻ ട്രാക്ക് ദർ ഡെയിലി ഡീറ്റെയിൽസ്, എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും കാണാൻ പറ്റും. ഓൾസോ ബിൽസ്, അവിടെ മന്ത്ലി ബിൽസൊക്കെ സോഫ്റ്റ്വെയർ ഈ സൊസൈറ്റീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സോ അവർ അതും ഓട്ടോമേറ്റ് ചെയ്തേക്കാണ്, അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റിലൂടെ അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻസ്, ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അവിടുത്തെ ഫാമേഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ അയക്കാൻ നമ്മുടെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ കഴിഞ്ഞ 1.5 years ആയിട്ട് ഈ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാണ്. കഴിഞ്ഞ മെയിൽ ദ പ്രൊഡക്റ്റ് ജെ ചിഞ്ചുറാണി ആനിമൽ ഹസ്ബൻഡറി മിനിസ്റ്റർ ഇത് ഇനാഗുറേറ്റ് ചെയ്തു. കറൻ്റ്ലി 5 സൊസൈറ്റീസ് പെയ്ഡ് വേർഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓൾസോ കറൻ്റ്ലി ഡിസ്കഷൻ വിത്ത് 10 അതർ സൊസൈറ്റീസും അതിന് ഇനിഷ്യൽ വേർഷൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ് ഒരു 1 month ദേ ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഫ്രീ. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യണം, പേയ്മെൻ്റ് ഉണ്ട്. ദൂത് ഡയറി ഇൻഡസ്ട്രിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ദ സെയിം പ്രൊഡക്റ്റ് അനദർ വേർഷൻ ഇല എന്ന പേരിൽ തമിഴ്നാട് സർക്കാർ അവരുടെ ഇൻഡിക്കോ ഫാക്ടറി ദേ ആർ യൂസിങ്. അവിടെയും അവർ യൂസ് ചെയ്യുന്നത് അവിടെ തേയില ചപ്പാണ്, തേയില ഫാക്ടറിയിൽ ഫാമേഴ്സ് കളക്ട് ചെയ്യുന്ന തേയില. സോ ആൻഡ്രോയിഡ് ആപ്പ് പോലെ അവർക്കൊരു സോഫ്റ്റ്വെയർ സ്യൂട്ടുണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്. സോ അവർക്ക് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അവരുടെ യൂസേഴ്സിനെ മാനേജ് ചെയ്യാം, അവരുടെ ഡെയിലി ട്രാൻസാക്ഷൻസ് ഒക്കെ ആഡ് ചെയ്യാം, അതിന് പറ്റുന്നൊരു സോഫ്റ്റ്വെയർ സ്യൂട്ട്. സോ കറൻ്റ്ലി ഡയറി ഇൻഡസ്ട്രിയും ടീ ഫാക്ടറി അല്ലെങ്കിൽ ടീ പ്ലാന്റേഷൻസുമാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി സ്കെയിൽ ടു എനി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സോ ഒരു ട്രാക്ഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ 5 പേയിങ് കസ്റ്റമേഴ്സ് പ്ലസ് 10 കസ്റ്റമേഴ്സ് ഓൾറെഡി യൂസ് ചെയ്യുന്നു, 10 സൊസൈറ്റീസ് ഓൾറെഡി ഡിസ്കഷനിലാണ്. ദാറ്റ്സ് അബൌട്ട് അവർ ഓവറോൾ ഐഡിയ അബൌട്ട് അവർ പ്രൊഡക്റ്റ്. Hello. Can you play this video? The audio is ready. Discover the future of dental diagnostics with VitalView AI. Did you know that 3.5 billion people worldwide are affected by oral diseases, including dental caries, making them the most widespread non-communicable diseases globally? When it comes to dental imaging, X-rays capture an astonishing... Okay. Okay, straight to the demo. That's what, actually the product video got a demo part. Everything is included in 1 minute. Okay then, I will show you the app. So guys, myself Amal. So I have a decade of experience in software engineering and I'm a geek schooler. So we are a team of 12 people. So we are building a diagnostic console for dental professionals. So how it is working is like, for example, a patient. So this is a simple example how we can understand. So in our system, maybe the internet is slow. Yeah. Okay, let me check. So when the patient, the doctors input the patient data about them, we will be able to get the differential diagnosis, medication and treatment plan, all these things, and it will already give us some confidence person, and this is based on pure evidence that's already treated in some other geographical place. And we have custom trained LLMs for image processing. We have other features too. Because of time constraints, I'm not going to explain it. And also we are providing one main feature. It's requested is like doctors can extract information from X-rays when they are performing procedures like root canal. They will be able to extract information from the X-rays and CTs, and the working length, those kinds of angulation, curvature will be automatically calculated. So that's easy for them. It's a no-brainer for doctors, and the integration of data will be, we will helping them migrate the information, and also it's integrated with the custom trained LLM model, which is a 90 billion model, and we are hosting it on H200. To H200 we are handling to use it. So we have other custom open source models, like we fine-tuned models from Falcon and other things. And our vision models, we build it from scratch. We are using Unit. That's it. Yeah, any questions I can answer. Yes. We have a customer in UAE. So I did the pre-sales before that. So 8 months back I did the pre-sales, and now in 2 months I released the product. So once our beta version is released, we just started asking him to use them, start using. And also government Taluk Hospital RTL,
and also some of our other friends in Trivandrum, some clinics. So they are testing it, and also 3 doctors within our team. The colleges they studied, there are alumni, and these kinds of people. So we are in a testing phase because our LLM model sometimes it will give its medical model, right? It can talk about surgeries, those kinds of things. So we have to improve our security a little bit more. That's how we have to proceed. Current challenge we are facing, like finding a pricing model, because we are with the training, we already trained, every month we will train more than 150 vision models. We use hyper tuning optimization networks like Optuna. So we have to figure out which is the optimal configuration, learning rate, and all other things for a proper model. So we use high performing machines to do it, and also inference we are providing at real time. And when we have to provide them this huge LLMs with above 90 models, we need VRAM at least 160, around 200 GB of VRAMs we need. So that only for paying customers who are in demand we will give, otherwise we will process things in batch later. So that's how we are planning to give. Revenue rates, the initial plan in India, it starts with, because it's $100, 100, 300. Current revenue, we did not start yet because we already going to get 1 or 2 years already subscription from this UAE client. Because the root canal cost, if you're taking in India, it's just 5,000, 6,000 rupees, and when we are looking into UAE market, it's 50,000, 60,000 for per sitting, and in US, Ireland, and these kinds of places, it's 1.5, 6 lakhs. So we have a pricing which depends upon the place, the location, geography. In India, we can even provide a pay-as-you-go stuff, but still it will be expensive. Computation, it's really expensive. We are burning that level of computing power. That's why we are able to build products that is not there. That's one thing. So somehow we are planning to optimize our computational cost. So today I figure out some other partial updates using only update the things we need. And I have to especially thanks to E2E. They provided us serverless endpoints. They provide a lot of huge hardware infrastructure to train all these things at the early stage. That's a great achievement for us. That's why we were able to train 200 plus models early. Root canal. This is a product for B2B, for doctors. So doctors can perform 5-6 root canal a day. An average doctor will be doing, around an experienced doctor will be doing 3-4 surgeries and 50-60 people. Yeah. So the doctors can do more work and the team will be efficient. That's what we are trying to do. Yeah. And yes, any customers. And one more thing, there are doctors. We talk to multiple types of doctors. Some doctors are like geek doctors. They want to optimize their workflow at like next level. They use expensive softwares in Kerala. I was thinking about when we set up pricing models like $300 per month for a doctor who will buy and all. Initially, I had a problem in India. Trivandrum, I go to know that there are doctors, they are using one of our competitor. It's a product called Diagnocat, and it's 130 euros, and they are using it. And still they are complaining about they don't have a lot of features. So I feel like it's all about finding the right crowd. Yes. He can see more doctors. Yes. No. Yeah. And one more thing, for the patient side, if you are looking, for example, I'm not worrying about it. Come on, man. Okay. That's a great input. I will keep in mind. Yeah. Thank you, and thanks Kerala Product Hunt for giving me a great opportunity to talk. KPH, yeah. And I have one more product in Product Hunt. It's used by 50,000 people. It's called AA Designer. You just send the text, it will design Figma design for you. And it's free. Yeah, thank you. Yeah, basically it's a customer engagement platform. So anybody can come and build many use cases like collecting the review, booking an appointment, and also taking order by WhatsApp and SMS and email.
So earlier I mentioned the review bit, we just only handling the review area. Now actually you can build whatever the use cases you require. You can see there is a lot of nodes and triggers here. Even we support the integrations, API integrations and webhook integrations, save data, whatever else. Every node you can have, ഇതിൽ മാക്സിമം നമുക്ക് പല യൂസ് കേസസ്, പല നോഡ്സ് ക്രിയേറ്റ് ചെയ്യാം, പല യൂസ് കേസ് ലോജിക്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഒരു കംപ്ലീറ്റ് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോം വിത്ത് ഓഡിയൻസ് ഫീച്ചേഴ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണാം. ഇവിടെ ഇപ്പം ഒരു റിവ്യൂവിൻ്റെ ഒരു യൂസ് കേസ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കസ്റ്റമർക്ക് റിവ്യൂ അയച്ചിട്ട് ഇപ്പോൾ ആക്ച്വലി ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഓൾറെഡി കിട്ടിയ റിവ്യൂസ് ഇവിടെ കാണാം, അത് മേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളെ വെബ്സൈറ്റിൽ ഷോ ചെയ്യാം. അതല്ലെങ്കിൽ ഓർഡേഴ്സാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഓർഡേഴ്സിൻ്റെ ഇൻഫർമേഷൻസ് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ അതേപോലെ കംപ്ലീറ്റ്ലി നമ്മൾ ഓഡിയൻസിനെ മാനേജ് ചെയ്യാം, സെഗ്മെൻറ്റ് ചെയ്യാം, ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി ഒരു B2B പ്രോഡക്റ്റാണ്. ദോസ് ഹു ആർ വർക്കിംഗ് ഇൻ ദ മാർക്കറ്റിംഗ് ഏരിയ ദേ ഗെറ്റ് ഗുഡ് ഐഡിയ അബൌട്ട് ഇറ്റ് ആക്ച്വലി. Even the segment wise the filter ചെയ്യാൻ പറ്റും. This completely is CDP platform. ഇപ്പോൾ പല കസ്റ്റമേഴ്സിനും പല രീതിയിൽ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇപ്പോൾ ക്ലേവിയൊക്കെ യൂസ് ചെയ്തിട്ട് ആൾക്കാർക്ക് ആ സെയിം എക്സ്പീരിയൻസ് മനസ്സിലാവും. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ സെഗ്മെൻറ്റ് ചെയ്യാം, ഓട്ടോമേറ്റ് ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം പല രീതിയിൽ. മോ എൻഗേജ് പോലെ, വെബ് എൻഗേജ് പോലെ. പക്ഷേ വെബ് എൻഗേജ് മോ എൻഗേജ് ഒക്കെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പ്ലാറ്റ്ഫോമാണ് കൊടുക്കുന്നത്. ആക്ച്വലി അതിന് പകരം ആക്ച്വലി ഞങ്ങൾ വിഷൻ ചെയ്യണമെന്ന് എന്താ പറഞ്ഞാൽ മെനി യൂസ് കേസസ് ലൈക്ക് ദിസ്. വി ഹാവ് 100+ യൂസ് കേസ് ലൈക്ക് ദിസ്. Already we created review bits was one of the use case which already generate 150K ARR or something like that. So that's how we figure out this. So why we don't build many use cases like this in the platform. Integrations ഉണ്ട്. ഇപ്പം ഷോപ്പിഫൈ ആയിട്ടാണ് ആദ്യം നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ വി അണ്ടർസ്റ്റുഡ് ദിസ് യൂസ് കേസ് ഫോർ എവറിബഡി, ഈവൻ ദ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. സോ വി ഇൻറ്റഗ്രേറ്റ് വിത്ത് സ്ക്വയർ ആപ്പ്, പെറ്റ് പൂജ, മെനി അതർ POS പ്ലാറ്റ്ഫോംസ് ആസ് വെൽ. ഒരു 1.5 month കൊണ്ട് ഞങ്ങൾ ഹാക്ക് ചെയ്തൊരു ടൂളാണ്. ഇപ്പോൾ AWS ക്ലൗഡ് മാത്രമാണ് ഇതിൽ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ളൂ. അതിലും സെർവർലെസ്സിൻ്റെ കുറച്ച് സർവീസസ് മാത്രം നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ബേസിക്കലി അപ്പാവുന്നില്ല. നമുക്ക് ലാംഡ ഓർ S3 ബക്കറ്റ് ഇതുപോലത്തെ കമ്പോണൻസ് ഉണ്ടല്ലോ, AWS കമ്പോണൻസ് ഉണ്ടല്ലോ, ഇത് ഒരു വ്യൂവിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് കോഡ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കോഡ് എന്ന് പറയുന്നത് ടെറാഫോം കോഡാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ CI/CD ഓട്ടോമേറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി AWSലോട്ട് ഡിപ്ലോയും ചെയ്യും. അപ്പോൾ വിത്തൗട്ട് റൈറ്റിംഗ് എനി കോഡ് ഓർ വിത്തൗട്ട് ലോഗിങ് ഇൻ ടു AWS യു ക്യാൻ കംപ്ലീറ്റ് ദി എൻ്റയർ ഡിപ്ലോയ്മെൻറ്റ് വർക്ക് ഫ്ലോ ആൻഡ് ഇറ്റ് ഈസ് റീപ്രൊഡ്യൂസിബിൾ. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോമിൻ്റെ ലോഗിൻ ചെയ്ത് വരുന്ന ഡാഷ്ബോർഡ്. ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത പ്രോജക്ട്സ് ലിസ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ പെട്ടെന്നൊരു പ്രൊജക്റ്റ് ഓൾറെഡി എടുത്ത് വെച്ചേക്കുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഫ്രഷ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്ലൗഡ് ആർക്ക് എന്നാണ് പ്രൊഡക്റ്റിൻ്റെ പേര്, ആർക്കിടെക്ചർ ആൻഡ് ആർക്ക്. സോ ബേസിക്കലി ഇതാണ് നമുക്ക് വരുന്ന ക്യാൻവാസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും ടൂൾസാണ് ഇപ്പോൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് AWSൻ്റെ. അപ്പോൾ നമ്മൾ ബൈ ഡിഫോൾട്ട് ഒരു API ഗേറ്റ് വേ ലാംഡ വന്നു, ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാണ്. ഒരു API ഗേറ്റ് വേ ഞാൻ ഡ്രോപ്പ് ചെയ്തു, അതിനുശേഷം ഒരു ലാംഡയും ഡ്രോപ്പ് ചെയ്തു. നമുക്കിതിൻ്റെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് ഇവിടെ തന്നെ കൺഫിഗർ ചെയ്യാം. ബൈ ഡിഫോൾട്ട് സെക്യൂർ ആൻഡ് കംപ്ലൈൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും അപ്ലൈഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ S3 ഒക്കെ ആണെങ്കിൽ പ്രൈവറ്റ് ബക്കറ്റ്സ് ആയിരിക്കും ബൈ ഡിഫോൾട്ട് വരുന്നത്. എല്ലാം നമ്മൾ സെക്യൂർഡ് ആൻഡ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും ബൈ ഡിഫോൾട്ട് അപ്ലൈഡ് വരുന്നത്. ഞാൻ ഈ API ഗേറ്റ് വേ ലാംഡയിലോട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ the system is intelligent enough to understand that you need to trigger the lambda from the API gateway using an endpoint. And you can click on this trigger and you can change the method to maybe like get method. And you can even change the like endpoint path and all the stuff. So I'm just changing the lambda's code directory. And the runtime is node right now. I can select any runtime from the list. And I'm just saving it. I just click generate button. So here is the Terraform code for the corresponding
component, AWS components. And from here, I have integrated my GitHub account, so I can just create a pull request directly from the platform itself. So I have a PR automatically created. Now I just have to, I'll just show you guys. So this is the code change that was applied, or the new Terraform code. And I am just merging it. So I have already set up a GitHub pipeline with GitHub Actions. So it should automatically trigger a new action. Yeah. So we are also working on something with which we can generate the CI/CD pipeline also. It is also in development. So once we have that, you don't even have to worry about the CI/CD code. It will be also generated from the platform itself. And right now, okay, and just to explain something, we also have something called templates. So basically, there is a marketplace for templates in the platform. So if you have, say, like a EC2 instance or setup that you have architected, and you can share it with our platform, and users can just fork it or clone it into their dashboard and just deploy it right from the platform. Okay. Hi there. Hello. So, we build it's a no-code tool to make your own Pokemon Go experiences. So, basically, treasure hunts alladum oruvidam allarkum parichayulla sadhanayirikkum. So, what the idea behind this is using AR to create your own treasure hunts. It's a very simple, straightforward thing. You join the, you go to the website and then you log in here. And I just recently created something here. So that is what I'll be showcasing now. So basically you just click on the generate button and you give a story here. You need something with Kerala PH. Okay, yeah, KPH. KPH AI maybe we'll create some random story. But I'll create a story, and based on that story, I'll create a treasure hunt. So, yeah. And then you can select like over stories, it'll rank the stories. And then you select the story. Once you've selected the story, you can set the number of clues for this particular treasure hunt. And that you generate the clue. And once the clues are generated, you can edit them, and then the location kodukka. It will be locked to your GPS location, which is GPS location you're giving. Because it's basically a treasure hunt, right? And it creates everything you need. And you can give your asset. Your asset could be a picture, a 3D model, or anything. You upload that, and that asset will be displayed at that particular GPS location. So you can select your location here, and once you have done everything, you can submit. And once it's submitted, it will be live. So clues and if I'm going to do that, it'll take a little bit of time. I'll show you something that I just did like 5 minutes ago. So once you've submitted it, it'll be live on our app. And you go into the app. App lists the number of events that are here. So this is a KPH I tried it and failed. That's a video just a screen cap. Voice voice so you take this thing and then just yeah, and that's basically 3D model a hot dog. I think you'll probably be able to see it. And then you enter the answer, and that's it. Otta clue so it is just one clue. We are building on top of it, a lot of things coming forward. So, yeah. Hey guys, my name is Venkatesh. I came from Bangalore. I know Felix maybe for a year, I guess. I just want to tell you a small story that happened recently. We've been building a AI product called Hyperly. It's a LinkedIn content creation tool.
We recently, just last week, we sold it on acquire.com, right? So, but just week before, my co-founder, who is a tech founder, I'm a business founder, my tech founder actually offered me to buy, right? So I have to maybe pay about like $10,000 to $15,000 to acquire him. And obviously I said, dude, I don't have money. Let's sell it together. So on a fine day, actually I called Felix, okay? Then this guy, it was a surprise for me. Maji, I will send you money. Can you buy him? So this is a out of surprise, because we don't know each other that much. Only we might have interacted on phone or whatever way, right? I got surprised because giving $10,000 to $15,000 to someone, right, is not an easy thing, right? I don't know what really driving him. That was a surprise for me, right? But later I told him, dude, don't worry. We can build multiple such products again and again. But this time I choose to sell. But what I'm seeing here is a truly remarkable person, man. I lived in US for 5 years. I lived in Silicon Valley, and the passion there is, the same kind of a passion exists here, and he is driving that kind of a community. And guys, we need people like him to really nurture that kind of an entrepreneurship, and who can actually build here and sell globally. And I'm so thankful, right? Thankful to Felix to offer me that money actually. Thanks a lot. ഇതിൽ ഞാൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ, സോ മാജി ഹാസ് ബീൻ ഹെൽപ്പിംഗ് മീ ഇൻ ദ ലിങ്ക്ഡിൻ സ്പേസ്. അപ്പോൾ ലിങ്ക്ഡിനിൽ നമ്മൾ യൂഷ്വലി നമ്മൾ ഇമെയിൽസ് അയച്ചിട്ടാണല്ലോ ആൾക്കാരെ B2B SaaS സെൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ A/B ടെസ്റ്റിംഗ് ടൂളിൽ ലിങ്ക്ഡിൻ ത്രൂ സെൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എൻഗേജ് ചെയ്ത് തുടങ്ങിയത്. സോ ഹി ഹാസ് ഇറ്റ് മൾട്ടിപ്പിൾ ടൂൾസ്, ഡ്രിപ്പിഫൈ ഔട്ട്, പല ലിങ്ക്ഡിൻ ടൂൾസൊക്കെ. ഹി വാസ് വൺ ഹു ഹെൽപ്പ് മീ സെറ്റ് ഇറ്റ് അപ്പ് ആൻഡ് എവറിത്തിങ്. സോ ഐ ആം താങ്ക്ഫുൾ ഫോർ യു. ഐ എം ജസ്റ്റ് സെയിങ് ഇത് ഓൺ thank you in behalf. There was multiple stages where I thought to quit the thing, not doing. Then there was another, remember when we came to Bangalore, you whiteboard, you gave me clarity. I am very thankful for that day as well, which is very much required for me. So effectively it's just a way for me to pay for it, right? No, that's the thing. That's the whole, random act of kindness is what made me even maybe buy that, maybe invest in that thing as well, right? So all I'm saying is just the investors, entrepreneurs helping out each other. That's it. Nothing else. Okay, this is paying it forward to the thing. Yeah, that's the whole thing. Yeah, thank you.